സോ ഹായ് ഹലോ ഗുഡ് ഈവനിങ്. അപ്പോൾ നമ്മൾ ഇന്ന് എന്താ പറയുക, യൂഷ്വലി വരാറുള്ള കോമ്പി റൂംസ് ഒന്നും കലാഷ്നിക്കാവോ അല്ലെങ്കിൽ ഇന്നവിറ്റബിൾ 30 ഇതൊന്നൊക്കെ മാറി ഐ തിങ്ക് വി ആർ ആക്ച്വലി ഇൻ ദി എൻ ഗെയിം. ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ് ആസ് എ മാവൽ പേഴ്സൺ, വി ആർ ഓൾമോസ്റ്റ് ഓൺ ദി എൻ ഗെയിം. ആൻഡ് ടുഡേ ഇന്ന് നമുക്ക് ആക്ച്വലി ഒരു വലിയ ടാസ്ക്കാണ് ആക്ച്വലി എനിക്കിന്ന് ഡോപ്പ തന്നിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യം, യു ഹാവ് 5 hours, 5 മണിക്കൂറുണ്ട്, അതിനുള്ളിൽ എൻറ്റയർ 12th നിങ്ങൾക്ക് എടുത്തു തരണം എന്നുള്ളത്. സോ ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലാവും എന്തായാലും ആ ഒരു സമയം കൊണ്ട് എനിക്ക് 12th എടുത്തു തരിക എന്നുള്ളത് ഇമ്പോസിബിൾ ആണ് അല്ലേ. സോ ഞാൻ വിചാരിച്ചൊരു കാര്യം, അപ്പോൾ യൂഷ്വലി എല്ലാവരും ചെയ്യുന്നൊരു കാര്യം, ചെക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യുക അല്ലേ. അതായത് ഓരോ ചാപ്റ്ററിനും നിങ്ങൾക്ക് അറിയേണ്ട ടോപ്പിക്സ് എല്ലാം കൂടെ പെട്ടെന്ന് ഇന്ന ടോപ്പിക്സ് അറിയണമെന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് പോവാം. ബട്ട് ഐ ഫെൽറ്റ് ലൈക്ക് ദാറ്റ് ഈസ് നോട്ട് എ വെരി ഗുഡ് വേ ഓഫ് ഡൂയിങ്. ലൈക്ക് കാരണം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് ടോപ്പിക്സ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സുഖമായിട്ടൊരു ടെക്സ്റ്റ് ബുക്ക് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ളത്. സോ ഞാനൊരാൾ വന്നത് പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. പക്ഷേ വാട്ട് ഓഫ് വി കുഡ് റിവൈസ് ടുഗെദർ അല്ലേ. എല്ലാവരും പറയുന്നൊരു കാര്യമാണ് എങ്ങനെയാണ് പെട്ടെന്ന് റിവൈസ് ചെയ്യുക. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കുക, ഈ ഒരു വീഡിയോ, ദിസ് പെർട്ടിക്കുലർ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു ഞായറാഴ്ച നീറ്റ് എഴുതാൻ പോവാണ് അല്ലേ. അപ്പോൾ എനിക്കൊരു 5 മണിക്കൂർ നിങ്ങൾ തരികയാണെങ്കിൽ എൻറ്റയർ 12th ഓരോ ഫോർമുലാസ് ഞാനിവിടെ എഴുതും, ഓരോ ഫോർമുലാസ് ഇവിടെ അപ്ലൈ ചെയ്യണമെന്ന് പറഞ്ഞ് കൺസെപ്റ്റ് ഓറിയൻറ്റഡ് അല്ലാണ്ട് ഒരു പ്രോപ്പർ റിവിഷൻ വേ ഓക്കെ ആണല്ലോ. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് ഈ ഒരു സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇന്ന് ഒരു സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഈ ഒരു എൻറ്റയർ ഇപ്പം ഇന്ന് അറൗണ്ട് ഹാഫോളം കംപ്ലീറ്റ് ആവുന്നുണ്ട് അല്ലേ, അത്രയും ചാപ്റ്റേഴ്സിൻ്റെ കംപ്ലീറ്റ് ഇക്വേഷൻസ് നിങ്ങളുടെ കയ്യിൽ തരും, എന്നിട്ടായിരിക്കും ഞാൻ എക്സിറ്റ് ചെയ്യാം ഓക്കെ ആണല്ലോ. സോ അതാണ് ഞാൻ ഉദ്ദേശിച്ചൊരു കാര്യം. സോ എനിക്കറിയേണ്ട ആർ യു റെഡി ഫോർ ഇറ്റ്. എൻ്റെ കൂടെ ഇന്ന് മേ ബി ഒരു 2 hour അല്ലെങ്കിൽ എനിക്കറിയില്ല 2.5 hours എത്രയെന്ന് അറിയില്ല, ബട്ട് നിങ്ങൾ മനസ്സിലാക്കി ഈ 2.5 മണിക്കൂർ എൻ്റെ കൂടെ നിങ്ങൾ ഇരിക്കുകയാണെങ്കിൽ ഈ കംപ്ലീറ്റ്, അതായത് ഇലക്ട്രോസ്റ്റാറ്റിക്സ്, കറണ്ട് ഇലക്ട്രിസിറ്റി, മാഗ്നറ്റിസം, അതുപോലെ തന്നെ AC, EMI, ഇത്രയും ചാപ്റ്റേഴ്സിലെ എൻറ്റയർ ഇക്വേഷൻസ് എവിടെ അപ്ലൈ ചെയ്യണം, എന്തൊക്കെയാണ് ഇക്വേഷൻസ്, അത് നമ്മൾ ഒരുമിച്ച് അങ്ങ് പഠിക്കാൻ പോകാം. എന്താണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഇരുന്നാൽ 2.5 മണിക്കൂർ കൊണ്ട് എൻറ്റയർ പകുതി +2 തീരില്ല ഓക്കെ ആണല്ലോ. അപ്പം നമ്മൾ ഇന്ന് ഒരുമിച്ചിരുന്ന് ഈ എൻറ്റയർ കാര്യങ്ങൾ പഠിക്കാൻ പോവാണ് ഓക്കെ ആണല്ലോ. സോ നിങ്ങൾ റെഡി ആണെങ്കിൽ റെഡി എന്ന് പറയാം. ഒരു നോട്ട്ബുക്ക് എടുത്ത് കൈ പിടിക്കാം ഓക്കെ. ഒരു നോട്ട്ബുക്ക് എടുക്കുക, സാർ എഴുതുന്ന ടോപ്പിക്സ് അപ്പം തന്നെ എഴുതി പോവാം ഓക്കെ. ആ ഇക്വേഷൻസ് കൂടെ എഴുതുക. ജസ്റ്റ് ട്രസ്റ്റ് മീ, ഇന്നും നാളെ മേ ബി 2 ദിവസം, ആ 2 ദിവസം കഴിയുമ്പോഴേക്കും യു വിൽ ബി ഹാവിങ് ദി എൻറ്റയർ ഇക്വേഷൻസ് ഇൻ യുവർ ഹാൻഡ്. മേ ബി ഒരു 10-15 പേപ്പറിൽ എൻറ്റയർ ഫിസിക്സ് ഇക്വേഷൻസ് നിങ്ങൾക്ക് കയ്യിലെത്തുന്ന രീതിയിലാണ് ഈ ഒരു സെഷൻ എടുക്കാൻ പോകുന്നത് ഓക്കെ. സോ ഹായ് പറഞ്ഞവർക്ക് എല്ലാവർക്കും ഒരു ഹായ് പറയട്ടെ. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യമാണ്. ആരൊക്കെയുള്ള നോക്കട്ടെടാ. Okay, as usual, Sonu is here. Dr. Sahara is here, is a new guy. Sujitra is here. Adar is here again. Adya Nan is here. Avani is here. Avani is basically my online bachelor repeat in the Gutiana. So she's my student. Avani, hello. Yari is here. Dare to Dream is here. Yari Anas is here. Okay, ഒരുപാട് പേര് കാണുന്നുണ്ട്, 60+ ആൾക്കാർ കാണുന്നുണ്ട്. എല്ലാവരും റെഡിയാണെന്ന് പറയുന്നുണ്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു വേസ്റ്റ് അ ലോട്ട് ഓഫ് ടൈം. വി ആർ ഗോയിങ് സ്ട്രേറ്റ് അഹെഡ് ഓക്കെ. സോ എല്ലാവരും പേപ്പർ എടുക്കാം. റൈറ്റ് ദി ഫസ്റ്റ് ടോപ്പിക്, ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഓക്കെ. അപ്പോൾ നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് സ്റ്റാർട്ട് ചെയ്യണം. ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഒരുപാട് ചാപ്റ്റർ പോകും. അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക്സിൽ ഞാനിങ്ങനെ ജസ്റ്റ് പറയാം. ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ചാർജിനെ കുറിച്ചാണ് അല്ലേ. ചാർജിനെ കുറിച്ചാണ്. നമുക്കറിയാം ചാർജിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് കുളമ്പാണ് ഓക്കെ ആണല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ആൻഡ് ചാർജ് എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, ഇറ്റ്സ് എ സ്കേലാർ ക്വാണ്ടിറ്റി അല്ലേ, ഒരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. Q = +or- ആണ് ഇക്വേഷൻ. മൂന്നാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ചാർജ് അല്ലേ. ചാർജ് ഇസ് ഓൾവേസ് കൺസേർവ്ഡ് ഓക്കെ ആണല്ലോ. ഈ 3 ടോപ്പിക്സ് അറിഞ്ഞിരിക്കുക ഓക്കെ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ചാർജ്. ഇതിൻ്റെ യൂണിറ്റ് കുളമ്പാണ്. ആൻഡ് ലെറ്റ്സ് കം ടു കുളംസ് ലോ. എന്താണ് കുളംസ് ലോയിൽ പഠിക്കാനുള്ളത്? ഒരു ഇക്വേഷൻ ആണുള്ളത്. F is equal to 1/4πε0 Q1Q2/r². ഞാൻ അതിനെ വെക്റ്റർ ഫോമിലൂടെ ചേർത്ത് എഴുതാണ്. സോ ദാറ്റ് ഇസ് r cap ഓക്കെ ആണല്ലോ. സോ F is equal to 1/4πε0 Q1Q2/r² r cap ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഇസ് ദി കുളംസ് ലോ. അത് പഠിച്ചല്ലോ. ഒപ്പം തന്നെ ഞാൻ ഇങ്ങനെ എഴുതാം. 1/4πε0 വാല്യൂ ഒന്ന് ഓർത്തെടുത്ത് എത്രയായിരുന്നു അത്? യെസ്, 9 ×
10⁻⁹. അത് എഴുതിയാൽ പോരാ, എനിക്ക് ഒരു തവണ 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആയിരുന്നു വാട്ട് ഇസ് എ യൂണിറ്റ്, ദാറ്റ് ഈസ് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കുളം സ്ക്വയർ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കുളം സ്ലോ. കുളം സ്ലോ എന്തിനാണ്? ജസ്റ്റ് ബ്രഷപ്പ് ചെയ്തേ, 2 ചാർജസ് ഉണ്ട് അല്ലേ, 2 ചാർജസ് ഉണ്ട് Q1 Q2. അവർക്കൊരു സെപ്പറേറ്റഡ് R ആണെങ്കിൽ അവർക്കിടയിലുള്ള ഫോഴ്സ് കാണാനാണ് യൂസ് ചെയ്യുന്നത് കുളം സ്ലോ. ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി കുളം സ്ലോ. ഓക്കെ ആണല്ലോ. സെറ്റ്. ഇനി അത് കഴിഞ്ഞാൽ നമുക്ക് അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ആയിരുന്നു. എന്താണ് ഇലക്ട്രിക് ഫീൽഡ്? ശ്രദ്ധിച്ച്, ഒരു കുളം ചാർജ്, ഒരു യൂണിറ്റ് ചാർജ് എടുത്തിട്ട് നമ്മളൊരു ഇലക്ട്രിക്, അതായത് നമ്മൾ ഒരു ഇലക്ട്രിക് ഫ്ലെക്സിൽ വെക്കുകയാണെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ചാർജ്, അല്ലെങ്കിൽ എന്താ പറയുക, ഇറ്റ് ഈസ് എ ഫോഴ്സ് എക്സ്പീരിയൻസ്ഡ് ബൈ എ യൂണിറ്റ് ചാർജ്. ഇങ്ങനെയാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു യൂണിറ്റ് ചാർജിനെ എടുത്തിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ഒരു സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ അതിനെ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ്, അതിനെയാണ് നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് എന്ന് വിളിച്ചത്. സോ ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി എത്രയായിരുന്നു? KQ/R². ഓക്കെ ആണല്ലോ. സോ ദാറ്റ് ഈസ് ദി ഇലക്ട്രിക് ഫീൽഡ്. നിങ്ങൾ എൻ്റെ കൂടെ പഠിച്ചു പോകണം കേട്ടോ. ഇലക്ട്രിക് ഫീൽഡ് പഠിച്ചു, E= KQ/R². നിങ്ങൾ ആ ഫോർമുലാസ് ഒപ്പം എഴുതാം. SI യൂണിറ്റ് മറക്കരുത്. SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ കുളം. SI യൂണിറ്റ് ഇസ് ന്യൂട്ടൺ പെർ കുളം. ഓക്കെ ആണല്ലോ. സോ അതാണ് ഇലക്ട്രിക് ഫീൽഡിനെ കുറിച്ച് അറിഞ്ഞിരിക്കേണ്ടത്. ഇത് ഇസ് എ ഫോഴ്സ് അല്ലേ, ഒരു ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഫോഴ്സിനെ കുറിച്ച് പറയുമ്പോൾ ജസ്റ്റ് ഇലക്ട്രിക് ഫീൽഡിലേക്ക് ഒരു ഡയഗ്രാം ഒന്ന് ഓർത്തെടുത്തേ. പറഞ്ഞേ, ഇലക്ട്രിക് ഫീൽഡ് പോസിറ്റീവ് പുറത്തേക്കാണ് അല്ലേ, പോസിറ്റീവ് പുറത്തേക്കാണ്, നെഗറ്റീവ് അകത്തേക്കാണ്, എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണ്. പോസിറ്റീവ് പുറത്തേക്കാണ്, നെഗറ്റീവ് അകത്തേക്കാണ്. ദേ ഫോം ക്ലോസ്ഡ് ലൂപ്സ് അല്ലേ, ബട്ട് ദേ നെവർ ഇൻ്റർസെക്ട് ഈച്ച് അതർ. ഇവരിങ്ങനെ പോവോ? ഇങ്ങനെ അവർ ഒരിക്കലും പോവില്ല. അങ്ങനെ പോവുകയാണെങ്കിൽ 2 ഡയറക്ഷൻ വരും, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക പെട്ടെന്ന്, ക്വിക്ക് റീക്യാപ്പ് പോലെ. ഓക്കെ ആണല്ലോ, ഒരു ക്വിക്ക് റീക്യാപ്പ്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി എൻഡ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ, നമ്മളവിടെ ഇലക്ട്രിക് ഫീൽഡ് തീർത്തു. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ഫീൽഡിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 1-2 ഒരു സ്പെഷ്യൽ കേസസ് അങ്ങ് പറഞ്ഞങ്ങ് പോവാം. അതാകുമ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ കുറച്ച് കാര്യങ്ങൾ കിട്ടും. ഒന്നാമത്തെ കാര്യം, ഒരു പോയിന്റ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ റേഡിയസും പ്ലോട്ട് ചെയ്തിട്ടുള്ള ഗ്രാഫ് എന്താ? ഇതാണ് കേട്ടോ. ദിസ് ഇസ് റിഗാർഡിങ് എ പോയിന്റ് ചാർജ്. ഒരു പോയിന്റ് ചാർജിന് ഇലക്ട്രിക് ഫീൽഡാണ്. ഓക്കെ ആണല്ലോ. അത് നേരെ മറിച്ച് എൻ്റെ ഇക്വേഷൻ എത്ര? E എന്ന് പറയുന്നത് എത്രയാണ്? KQ/R² R cap. ഓക്കെ, ഓർത്തിരുന്നല്ലോ. ദാറ്റ് ഈസ് റിഗാർഡിങ് ദി പോയിന്റ് ചാർജ്. രണ്ടാമത്തെ കാര്യം, ഒരു ലീനിയർ വയറാണുള്ളത്, ഒരു വയറാണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ അവർ ചോദിച്ചിട്ടുള്ളത് ഇതിൻ്റെ എന്താണ് ചാർജ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് ലാംഡ അല്ലേ. ഒരു യൂണിറ്റ് സെൻറ്റിമീറ്ററിൽ എത്ര ചാർജ് ഉണ്ട്, അതിനെയാണ് നമ്മൾ ലാംഡ എന്ന് വിളിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എത്രയാണ് പറഞ്ഞേ? λ/4πε0r. λ/4πε0r. പഠിച്ചു. ഓക്കെ, സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ലൈൻ. ഓക്കെ, ഒരു ഇൻഫിനിറ്റ് ലൈൻ ചാർജ് ആണെന്ന് വിചാരിക്കുക. ഒരു ഇൻഫിനിറ്റ് ലൈൻ ആണ്. അതാവുമ്പോൾ എന്താ വരിക? E = λ/2πε0r. λ/2πε0r. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. പിന്നെ നിങ്ങൾക്ക് മെയിൻലി അറിഞ്ഞിരിക്കേണ്ട ഒരു റിങ്ങിനെയും കൂടെ അറിഞ്ഞിരിക്കുക കേട്ടോ. ഒരു റിങ്ങിൻ്റെയും കൂടെ അറിഞ്ഞിരിക്കുക. റിങ്ങിൻ്റെ ഒരു പോയിന്റിലാണെങ്കിൽ എന്താ വരിക? ഇത് മൊത്തം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റിംഗ് ആണ്. ശ്രദ്ധിച്ചേ, ഇത് മൊത്തം പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ എന്താ വരിക? അങ്ങനെയാണെങ്കിൽ എത്രയാണ് വരിക? E = KQx/R²+x²^3/2. ഓക്കെ ആണല്ലോ. ആ ഇക്വേഷൻസ് ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. ഓക്കെ, എല്ലാവരുടെയും ഹായ് ഞാൻ കാണുന്നുണ്ട് കേട്ടോ. ഡോൺ ബെന്നിയുടെ കാണുന്നുണ്ട്, അഖില, എച്ച്സന, ലക്ഷ്മി ദേവി, അൻസ, പവിത്ര, റെനിൽ, ആദില, അനാമിക, എല്ലാവരുടെയും കാണുന്നുണ്ട്. നമ്മളിങ്ങനെ ഓരോ ഭാഗത്തേക്ക് പോകുന്നതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. ഓക്കെ ആണല്ലോ. എന്നെ അത് അറിഞ്ഞിരുന്നാൽ വി ആർ നെക്സ്റ്റ് മൂവിങ് ടു സംതിങ് വിച്ച് ഇസ് നോൺ ആസ് ഇലക്ട്രിക് ഫ്ലെക്സ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇലക്ട്രിക് ഫ്ലെക്സിനെ കുറിച്ചാണ്. ഓക്കെ, ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞേ? ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു യൂണിറ്റ് ഏരിയ എടുത്തേ. ഒരു യൂണിറ്റ് ഏരിയ, അതായത് 1 മീറ്റർ നീളം, 1 മീറ്റർ വീതി ഉള്ള ഒരു കാർഡ്ബോർഡ് കഷ്ണം എടുക്കുക. അതിലൂടെ എത്ര ഇലക്ട്രിക് ഫീൽഡാണ് കടന്നു പോകുന്നതെന്ന് ഇരുന്ന് എണ്ണുക. ഓക്കെ, സോ ദിസ് ഇസ് ബേസിക്കലി ദ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പാസിംഗ് ത്രൂ എ യൂണിറ്റ് ഏരിയ. ശരിയാണല്ലോ. അതിനാണ് നമ്മൾ ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? ഇലക്ട്രിക് ഫ്ലെക്സ് എന്ന് വിളിക്കുക. അതിൻ്റെ ഇക്വേഷൻ പറഞ്ഞേ, ദിസ് ഇസ് ക്ലോസ് സർഫേസ് ഇൻ്റഗ്രൽ E.dA അല്ലേ. ഇലക്ട്രിക് ഫ്ലെക്സ് ഇസ് ഈക്വൽ ടു ക്ലോസ് സർഫേസ് ഇൻ്റഗ്രൽ E.dA. പഠിച്ചല്ലോ. ഇനി ഇതിനെക്കുറിച്ച് അറിയേണ്ട മെയിൻ കാര്യം, ദിസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓർമ്മയുണ്ടോ? ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒപ്പം തന്നെ ഇതിൻ്റെ SI യൂണിറ്റ് പഠിച്ചോ? Newton meter square per coulomb. SI യൂണിറ്റ് എത്രയാണ്? Newton meter square per coulomb. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. നമ്മൾ എന്ത് ചെയ്തും? phi is equal to E.A or EA cos theta അല്ലേ. EA cos theta വന്നപ്പോഴാണ് നമ്മൾ എന്ത് ഡിഫൈൻ ചെയ്തത്? വെക്റ്റർ, ഏരിയ വെക്റ്റർ ഡിഫൈൻ ചെയ്തത്. എന്താണ് ഏരിയ വെക്റ്റർ? ഏരിയ വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സർഫസ് എന്താണോ അതിന് പെർപെൻഡിക്കുലർ ഉള്ളൊരു വെക്റ്റർ, അതിനാണ് നമ്മൾ ഏരിയ വെക്റ്റർ എന്ന് പറയുന്നത്. ശരിയാണല്ലോ, പഠിച്ചു. ഗ്രേറ്റ്. ഇനി
അത് പഠിച്ചാൽ നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത് ഗോസ് ലോ ആയിരുന്നു. എന്താണ് ഗോസ് ലോ പറഞ്ഞത്? ശ്രദ്ധിച്ചേ, ഗോസ് എന്താ പറഞ്ഞത്? ഗോസ് പറഞ്ഞ വേറൊന്നുമല്ല, ഒരു സർഫസ് എടുക്കാം, ഒരു സർഫസ് എടുത്തു, ശരിയാണല്ലോ. ആ സർഫസ് എടുത്തു കഴിഞ്ഞാൽ അതിനുള്ളൊരു ചാർജ് ഉണ്ട് Q. ഓക്കെ, അതിനുള്ളൊരു ചാർജ് ഉണ്ട് Q. ആ Q ഉണ്ടെങ്കിൽ ആ സർഫസ് എൻക്ലോസ് ചെയ്യുന്ന ടോട്ടൽ ഫ്ലക്സ് എത്രയാണ്? phi is equal to Q by epsilon 0. അതായിരുന്നു ഗോസ് പറഞ്ഞത് കാര്യം. ഓക്കെ ആണല്ലോ, Q by epsilon 0, ശരിയാണല്ലോ. സോ അതായിരുന്നു ഗോസ് പറഞ്ഞത് അല്ലേ. സോ phi is equal to Q by epsilon 0. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഗോസ് ലോ. ഓക്കെ, സോ പിന്നെ അതിൻ്റെ കുറച്ച് അഡീഷണൽ കാര്യങ്ങളുണ്ട് അല്ലേ. അതിൻ്റെ ഒന്ന് രണ്ട്, ഒരു ലൈനിൻ്റെ വരുന്നുണ്ട്, ഒരു ഇൻഫിനിറ്റ് ലൈൻ ഞാൻ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ഫിയറിൻ്റെ കാര്യങ്ങൾ വരുന്നുണ്ട്. ആ സ്ഫിയറിൻ്റെ കാര്യങ്ങളൂടെ നിങ്ങൾ കറക്റ്റായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. അത് വരുമ്പോൾ രണ്ട് രീതിയിലാണ് വരുന്നത്. ഒന്നാമത്തെ കാര്യം സോളിഡ് ഓർ ഹോളോ. എന്തായിരിക്കും അത്? ആദ്യത്തത് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആയിരിക്കും. ഓക്കെ ആണല്ലോ, ആദ്യത്തത് കണ്ടക്റ്റിംഗ് സ്ഫിയർ ആയിരിക്കും. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇറ്റ്സ് അബൌട്ട് കണ്ടക്റ്റിംഗ് സ്ഫിയർ അല്ലേ. സോ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ എന്താ പറ്റുക? കണ്ടക്റ്റിംഗ് സ്ഫിയർ ആണെങ്കിൽ നമ്മൾ 3 കാര്യം പറയും അല്ലേ. 3 കാര്യമായിട്ടാണ് ഡിസ്കസ് ചെയ്യുക. സപ്പോസ് ഇതാണ് നിൻ്റെ സ്ഫിയർ എന്ന് വിചാരിക്കുക, ഇതാണ് സ്ഫിയർ എന്ന് വിചാരിക്കുക, ഇതാണ് അതിൻ്റെ റേഡിയസ് എന്ന് വിചാരിക്കാമല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പുറത്തായിരിക്കും ചാർജ് ഉണ്ടാവുക. ഓക്കെ ആണല്ലോ. ഇഫ് ഇറ്റ് ഈസ് എ കണ്ടക്റ്റിംഗ് സ്ഫിയർ, ചാർജ് മൊത്തം പുറത്താണ് ഉണ്ടാവുക, ഉള്ളിലേക്ക് കയറില്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ 3 പോയിന്റ് എടുക്കും അല്ലേ. ഒന്നാമത്തെ പോയിന്റ് പുറത്ത്, രണ്ടാമത്തെ പോയിന്റ് സർഫസിൽ, മൂന്നാമത്തെ പോയിന്റ് അകത്ത്. ഓക്കെ ആണല്ലോ, 3 പോയിന്റ് എടുക്കും. ഒന്നാമത്തെ പോയിന്റ് പുറത്ത്, മൂന്നാമത്തെ പോയിന്റ് സർഫസിൽ, അടുത്ത പോയിന്റ് ഉള്ളിൽ. ഓക്കെ ആണല്ലോ, എടുത്തല്ലോ. അങ്ങനെ എടുക്കുകയാണെങ്കിൽ R<R, ഉള്ളിലാണെങ്കിൽ എന്ത് പറ്റും? E will be equal to 0. ഓക്കെ ആണല്ലോ, നമ്മുടെ റേഡിയസിന് അകത്താണ് ആ പോയിന്റെങ്കിൽ E will be equal to 0. അല്ല, നേരെ മറിച്ച് അത് സർഫസിലാണെങ്കിലോ, ശ്രദ്ധിച്ചാൽ അത് സർഫസിലാണെങ്കിലോ, അങ്ങനെയാണെങ്കിൽ E എന്തായിരിക്കും? KQ/R² ആയിരിക്കും അല്ലേ. E will be equal to KQ/R². അതുപോലെ തന്നെ ഇത് റേഡിയസ് ദൂരെ, അതായത് ഈ പോയിന്റിലാണെങ്കിലോ, ദൂരെയാണെങ്കിൽ എന്ത് പറ്റും? ദൂരെയാണെങ്കിലും E is equal to KQ/R². ഓക്കെ ആണല്ലോ, അതാണ് നമ്മുടെ ഹോളോ കണ്ടക്റ്റിംഗ് സ്ഫിയറിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് പഠിക്കാനുള്ള ഒരു സാധനമാണ് എന്താണ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ അവസ്ഥ. എന്താണ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ അവസ്ഥ? പക്ഷേ നമ്മൾ വിട്ടു പോകാത്തൊരു സാധനമുണ്ട്, ഇതിൻ്റെ ഗ്രാഫ്. ഇതിൻ്റെ ഗ്രാഫ് ഇടയ്ക്കിടയ്ക്ക് ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുണ്ട് കേട്ടോ. നമുക്ക് അതുകൂടെ അങ്ങ് വരച്ചിടാം. ഗ്രാഫ് വരയ്ക്കുമ്പോൾ എങ്ങനെയാണ് വരയ്ക്കേണ്ടത്? ശ്രദ്ധിച്ചേ, ആദ്യം 0 ആണ് അല്ലേ. പക്ഷേ R എത്തുന്ന സമയത്ത് ഒരു മാക്സിമം ഒരു ഇത് വരും, അവിടുന്ന് അത് കുറഞ്ഞ് ഇങ്ങനെ വരും. ഓക്കെ ആണല്ലോ, ഇത് നമ്മുടെ റേഡിയസ് ഇങ്ങോട്ട് പോകുന്ന സ്ഥലമാണ്. ഇത് KQ/R², അഥവാ E എന്ന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്താണ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ ഇതാണ് നമ്മുടെ കണ്ടക്റ്റിംഗ് സ്ഫിയറിൻ്റെ ഗ്രാഫ് എന്ന് പറയുന്നത്. ഓക്കെ, ഫൈൻ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിനെ കുറിച്ചാണ്. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറാണ്. നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയറിലേക്ക് വരുമ്പോൾ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആകുമ്പോൾ എന്താ പറ്റുക? പറഞ്ഞേ, ആദ്യം എഗെയിൻ നമുക്ക് ഇങ്ങനെ ഒരു പോയിന്റ് വരും അല്ലേ. ഇങ്ങനെ ഒരു പോയിന്റ് വരും, പുറത്തൊരു പോയിന്റ്, സർഫസിലൊരു പോയിന്റ്, അകത്തൊരു പോയിന്റ്. ഓക്കെ ആണല്ലോ. ആദ്യം നമുക്ക് അറിയേണ്ടത് അകത്താണെന്ന് വിചാരിക്കുക. അതിൻ്റെ ഫോമിൽ എന്താ വരിക? E is equal to ρr/3ε0. ρr/3ε0. റോ എന്ന് പറയുന്നത് എന്താണ്? റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ ആണ് കേട്ടോ. റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് ദി മെറ്റീരിയൽ ആണ്. സോ എന്താണ് റോ എന്ന് പറയുന്നത് ഡെൻസിറ്റി ഓഫ് മെറ്റീരിയൽ. ഓക്കെ ആണല്ലോ. ആൻഡ് ഇത് റേഡിയസിന് അതേ വലുപ്പമാണെങ്കിലോ, ഈ പോയിന്റ് ആണെങ്കിലോ, ഇത് നമ്മൾ എടുത്തത് ഈ പോയിന്റ് ആണ്. റേഡിയസ് ഈക്വൽ ടു ആ ഒരു റേഡിയസിന് അതേ ലെങ്ത്തിലുള്ള ഡിസ്റ്റൻസ് വെച്ചാൽ R is equal to KQ/R². ഇനി പുറത്താണെന്ന് വിചാരിച്ചേ, പുറത്ത് ഈ പോയിന്റ് ആണെങ്കിലോ, ദെൻ R is greater than R. അങ്ങനെയാണെങ്കിൽ KQ/r². ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്, ഫൈൻ. അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട അടുത്ത കാര്യം, സാർ എന്താണ് അതിൻ്റെ ഗ്രാഫ് എന്തായിരിക്കും? എങ്ങനെയായിരിക്കും അതിൻ്റെ ഗ്രാഫ് വരിക? നമ്മുടെ ഗ്രാവിറ്റേഷണൽ എനർജി പോലെ തന്നെയാണ്, ഇങ്ങനെയാണ് അതിൻ്റെ ഗ്രാഫ് വരിക കേട്ടോ. ഇത് റേഡിയസ് ആണ്, ഇത് ഇലക്ട്രിക് ഫീൽഡ് ആണ്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. സോ ദിസ് ഇസ് റിഗാർഡിംഗ് ദി ഇലക്ട്രോസ്റ്റാറ്റിക്സ്. നമ്മൾ 9:35 തുടങ്ങുകയുണ്ടായി. 9:35 തുടങ്ങി 9:50 കഴിഞ്ഞു. 15 മിനിറ്റ് കൊണ്ട് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് തീർക്കുകയാണ് ചെയ്തത്. ഓക്കെ ആണല്ലോ. നിങ്ങൾക്ക് ഇലക്ട്രോസ്റ്റാറ്റിക്സ് മനസ്സിലാക്കി. ഡൈപോൾ ചോദിക്കേണ്ട, ഡൈപോൾ ഞാനിപ്പോൾ അടുത്ത് വരുന്നതാണ് കേട്ടോ. എൻ്റെ ഡൈപോൾ എടുത്തവർക്കറിയാം, ഞാൻ ഡൈപോൾ എടുക്കാറ് വേറെ തന്നെയാണ്. ശ്രദ്ധിച്ചേ, 15 മിനിറ്റ് വി ഡിസ്കസ്ഡ് ഓൾ ഇമ്പോർട്ടൻറ്റ് ഇക്വേഷൻസ് ഓഫ് ഇലക്ട്രോസ്റ്റാറ്റിക്സ്. ഓക്കെ ആണല്ലോ, പറഞ്ഞത് മനസ്സിലായി. അതായത് പഠിപ്പിച്ചതല്ല, നമ്മൾ റിവൈസ് ചെയ്തതാണ്. നിങ്ങൾക്ക് എൻ്റെ കൂടെ റിവൈസ് ചെയ്യാൻ പറ്റിയോ? നമുക്ക് ഈ ഒരു പേസിൽ പോയാൽ മതിയോ? ഇത് എൻറ്റയർ ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ലിസ്റ്റ് ചെയ്ത് പോകണില്ല. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ജസ്റ്റ് പൊക്കി പോവാണ്. എല്ലാവരും ഒന്ന് റിവ്യൂ പറയുമോ? റിവ്യൂ പറഞ്ഞ് എനിക്ക് ഭയങ്കര ഹാപ്പി ആയിരിക്കും. എങ്ങനെയാണ് എടുക്കേണ്ടത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കൊരു ഐഡിയ കിട്ടും. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, പെട്ടെന്ന് പറഞ്ഞേ, നോക്കട്ടെ.
സ്ഥിരം റിപ്ലൈ ചെയ്യുന്നവരും ബാക്കി എല്ലാവരും ഒന്ന് ജസ്റ്റ് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, മതി സാർ, സെറ്റാണ്, ഫൈൻ, ഗുഡ് ടു ഗോ, റൈറ്റ്, യെസ്. വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് ടോപ്പിക് കേട്ടോ. നമ്മൾ ഈ ഒരു പേസിലായിരിക്കും തീർക്കുന്നുണ്ടാവുക. ആൻഡ് ഐ ജസ്റ്റ് ടെൽ മീ ദിസ്, നമുക്കത് മൊത്തം തീർക്കാം. ഓക്കെ, യെസ്, ഗ്രേറ്റ് 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 ഗ്രേറ്റ്. യാ, ഇപ്പം എല്ലാവരും ഇതായല്ലോ. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇതാകാം. ഞാൻ എന്താ വെച്ചാൽ അധികം ഡീറ്റെയിൽ ആയിട്ട് പോകാണ്ട് ഞാൻ പറഞ്ഞു എല്ലാം മുകളിൽ തൊട്ട് പോവാണ്. ഇനി ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് എക്സ്ട്രാ വേണമെങ്കിൽ ഇതിൻ്റെ ഒക്കെ കോംബി ലിങ്ക്സ് ഉണ്ട് കേട്ടോ. ആൻഡ് ഇന്ന് എടുക്കുന്ന മെജോറിറ്റി ചാപ്റ്റേഴ്സും ഞാൻ തന്നെയാണ് കോംബി എടുത്തത്. സോ ഇതിൻ്റെ ഒരു എലാബറേറ്റ് വേർഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. എലാബറേറ്റ് എന്ന് പറയാനില്ലെങ്കിൽ പോലും കോംബി റൂംസിൽ ഞാൻ നല്ല രീതിയിൽ എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, കമ്മിങ്. ഓക്കെ, we are moving into something called as electric potential. okay electric potential എന്താണ് electric potential പറഞ്ഞേ? electric potential എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഒരു കുളമ്പ് ചാർജ് അല്ലേ, ഒരു കുളം ചാർജിനെ നമ്മൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിലേക്ക് എത്തിക്കണം. അതിന് ചെയ്യുന്ന വർക്കാണ് എന്താണ്? വർക്ക്. എപ്പോഴും മനസ്സിലാക്കുക, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഈസ് വർക്ക്, ഒരു ജോലി. അതായത് ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു പോയിന്റിനെ ഒരു ചാർജിനെ ഒരു പോയിന്റിലേക്ക് എത്തിക്കാൻ നമ്മൾ ചെയ്യുന്ന വർക്ക്, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? നമ്മൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ എന്ന് വിളിക്കുന്നത്. സോ അതിന് നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുക V വെച്ചിട്ടാണ്. ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു U/Q. അതായത് Q ചാർജിനെ കൊണ്ടുവരാൻ നമ്മൾ ചെയ്യുന്ന വർക്ക് U ആണെങ്കിൽ അതിൻ്റെ യൂണിറ്റ് ഇതാണ് ഇത്ര U/Q. ഓക്കെ, എഗെയിൻ അറിഞ്ഞിരിക്കേണ്ട കാര്യം, ദിസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ശരിയാണല്ലോ, ഇതൊരു സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ദിസ് ഇസ് എ സ്കേലാർ ക്വാണ്ടിറ്റി. ഓക്കെ ആണല്ലോ, ഫൈൻ. SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ കുളമ്പാണ് കേട്ടോ. SI യൂണിറ്റ് എന്ന് പറയുന്നത് വോൾട്ടാണ് അല്ലെങ്കിൽ ജൂൾ പെർ കുളമ്പാണ്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു കാര്യം, ഒരു പൊട്ടൻഷ്യലിൽ നമ്മളൊരു ഡൈഇലക്ട്രിക് കോൺസ്റ്റൻറ്റ് വെക്കുകയാണ്, ഒരു εr വെക്കുകയാണെങ്കിൽ എന്ത് പറ്റും? അത് 1/εr ടൈംസ് ആവും. ഓക്കെ സാർ, ഇതിലൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞു തരുമോ? മുഹമ്മദ് പലാപ്പറ്റാസ്, ഐ എം എക്സ്ട്രീംലി സോറി. ദ റീസൺ ബീയിങ്, നമ്മൾ കോംബി എടുത്ത സമയത്ത് ഒരു ചാപ്റ്ററിൽ നിന്ന് ഞാൻ വളരെ സെലക്റ്റീവായിട്ടൊരു 10 ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ്സ് ദർ ഇൻ ദി കോംബി. നിങ്ങൾക്ക് ജസ്റ്റ് ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻസ് കിട്ടും. ദിസ് ഈസ് ദ പ്ലേസ് നോട്ട് ഫോർ ക്വസ്റ്റ്യൻസ് ബട്ട് ഫോർ ഫോർമുല ഡിസ്കഷൻ അല്ലേ. നമ്മൾ അവസാനത്തെ ഒരു ലാപ്പിലേക്ക് വരുമ്പോൾ ഐ തിങ്ക് മോർ ഇമ്പോർട്ടൻസ് ഷുഡ് ബി ഗിവൺ ഫോർ റിവൈസിങ് ദി ഫോർമുലാസ് ടുഗെദർ അല്ലേ. അപ്പോൾ നോക്കി നോക്കാം, ലാസ്റ്റ് എല്ലാ സമയം കഴിഞ്ഞ് ഇഫ് ദർ ഇസ് ടൈം ഡെഫിനറ്റ്ലി ഐ വിൽ ലുക്ക് ഇൻടു ഇറ്റ്. ഓക്കെ, സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ഇലക്ട്രിക് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പറയുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് അങ്ങനെ വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. ഇലക്ട്രിക് പൊട്ടൻഷ്യൽ സെക്കൻഡ്. ഓക്കെ, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്? ആദ്യത്തെ കാര്യം ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു, ഒന്നാമത്തെ പോയിന്റ് ചാർജ് കേട്ടോ. ആദ്യം പഠിക്കാൻ പോകുന്ന ഒരു പോയിന്റ് ചാർജ് കാരണം ഉണ്ടാകുന്ന ഇലക്ട്രിക് പൊട്ടൻഷ്യലാണ്. വാട്ട് ഈസ് ദാറ്റ്? V ഈസ് ഈക്വൽ ടു KQ/R അഥവാ Q/4πε0R. അപ്പോൾ നമ്മൾ ആദ്യത്തെ കാര്യം പഠിച്ചു അല്ലേ, ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിന്റ് ചാർജ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ഡ്യൂ ടു എ റിംഗ്. ഓക്കെ ആണല്ലോ. നമ്മൾ അപ്പുറത്ത് പഠിച്ചു ഇലക്ട്രിക് ഫീൽഡ്, ഇപ്പുറത്ത് നമ്മൾ അതിൻ്റെ പൊട്ടൻഷ്യൽ പഠിക്കും. ഓക്കെ ആണല്ലോ. അത് എത്രയാ? ഇഫ് ദിസ് ഡിസ്റ്റൻസ് ഇസ് R, ഈ ഡിസ്റ്റൻസ് R ആണെങ്കിൽ V ഈസ് ഈക്വൽ ടു KQ/R² പ്ലസ്, സോറി, ഈ ഡിസ്റ്റൻസ് X, ഈ ഡിസ്റ്റൻസ് R കേട്ടോ, R² പ്ലസ് X². V ഈസ് ഈക്വൽ ടു KQ/R² പ്ലസ് X² ആണ് വരിക കേട്ടോ മക്കളെ. V ഈസ് ഈക്വൽ ടു KQ/√R² പ്ലസ് X². ഓക്കെ ആണല്ലോ. ഇനി ഒരു സെഗ്മെൻറ്റ് ഓഫ് റിംഗ് ആണെന്ന് വിചാരിച്ചേ, ഒരു സെഗ്മെൻറ്റ് ഓഫ് റിംഗ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് പറ്റും? V ഈസ് ഈക്വൽ ടു KQ/R. എന്താ R? ഈ ഡിസ്റ്റൻസ്, അതിൻ്റെ റേഡിയസ് ആണ് R കേട്ടോ. അപ്പോൾ സെഗ്മെൻറ്റ് ഓഫ് റിംഗ് കിട്ടിയല്ലോ, കിട്ടി. ഇനി അടുത്തത് നമ്മൾ പോകുന്നത് നമ്മുടെ സ്ഫിയറിൻ്റെ കാര്യത്തിലേക്ക് തന്നെയാണ് കേട്ടോ. എഗെയിൻ ഇവിടെ സ്ഫിയർ ഉണ്ട്, നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഈ ക്ലാസ്സിന് ഇറങ്ങി പോകാൻ തോന്നുന്നുണ്ടെങ്കിൽ ഒരു കാര്യം, നിങ്ങൾക്ക് ഒരിക്കലും 2.5 മണിക്കൂർ കൊണ്ട് 8 ചാപ്റ്റർ കംപ്ലീറ്റ് ഫോർമുല മനസ്സിലാക്കി പഠിക്കാൻ പറ്റില്ല. നിങ്ങൾ എൻ്റെ കൂടെ വെറുതെ ഇരുന്ന് നോക്കി നോക്കൂ. നമുക്ക് ഒരുമിച്ച് ഇപ്പോൾ കണ്ടോ, ഇലക്ട്രോസ്റ്റാറ്റിക്സ് കഴിഞ്ഞു, പൊട്ടൻഷ്യൽ തുടങ്ങി, ഇപ്പോൾ തന്നെ പൊട്ടൻഷ്യലും തീരും. ഓക്കെ, നമുക്ക് ഈ ഒരു പേസിൽ പോകുകയാണെങ്കിൽ തന്നെ വി ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ത്രൂ ഓൾ ദോസ് ടോപ്പിക്സ്. നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബിലീവ് ഓൺ മീ, ഈ 2 മണിക്കൂർ നിങ്ങൾക്ക് വെറുതെ ആവില്ല. ഓക്കെ, നിങ്ങൾ ഒരിക്കലും ഒറ്റയ്ക്ക് ഇരുന്നാൽ തീരാത്ത അത്രയും ടോപ്പിക്സ് നമ്മൾ പഠിച്ച് തീർത്തിട്ടേ പോവുള്ളൂ. ഓക്കെ ആണല്ലോ,
ഗ്രേറ്റ്. അപ്പോൾ സ്ഫിയർ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടക്റ്റിംഗ് ഉണ്ട്, അതുപോലെ തന്നെ നോൺ കണ്ടക്റ്റിംഗ് ഉണ്ട്. ശരിയാണല്ലോ? വി ഹാവ് എ കണ്ടക്റ്റിംഗ് സ്ഫിയർ ആൻഡ് നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ. ഓക്കെ ആണല്ലോ? ഫൈൻ. അപ്പോൾ ആദ്യം നമ്മൾ എടുക്കാൻ പോകുന്നത് നോൺ കണ്ടക്റ്റിംഗ് ആണ് കേട്ടോ. ആദ്യം എടുക്കാൻ പോകുന്നത് നോൺ കണ്ടക്റ്റിംഗ് ആണ്. ശ്രദ്ധിച്ചേ, നോൺ കണ്ടക്റ്റിംഗ് എഗെയിൻ നമ്മളിങ്ങനെ എടുത്തു അല്ലേ. 3 പോയിന്റ് എടുക്കുകയാണ്. ഉള്ളിൽ ഒരാൾ, നടുക്ക് ഒരാൾ, പുറത്തൊരാൾ. ഓക്കെ ആണല്ലോ? അതാണ് ഓർഡർ. ഉള്ളിൽ, നടുക്ക്, പുറത്ത്. ഓക്കെ. സോ ആദ്യം നമ്മൾ പറയാൻ പോകുന്നത് ഉള്ളിലത്താൾ R less than R. അപ്പോൾ എന്താ വരിക? V is equal to KQ/R. ഓക്കെ ആണല്ലോ? KQ/R. ഇനി രണ്ടാമത്തെ ആൾ ശ്രദ്ധിച്ചേ, ദിസ് ഇസ് ഓൺ ദി സർഫസ് അല്ലേ. R ഈസ് ഈക്വൽ ടു R. ഓക്കെ ആണല്ലോ? അടുത്ത ആൾ സർഫസിലാണ്, അത് R ഈക്വൽ ടു R ആണ്. അവിടെ എന്താണ്? വി ബി ഇസ് ഈക്വൽ ടു, ഇത് വി എ ആയിട്ട് ABC പേരിന്. വി ബി ഇസ് ഈക്വൽ ടു KQ/R where R is the radius. പഠിച്ചല്ലോ? കിട്ടിയല്ലോ? ഓക്കെ. ഇനി C, ഇത് R greater than R ആണ്. ദിസ് ഇസ് R greater than R. VC is equal to KQ/small letter r. KQ/small letter r. കിട്ടിയല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി 3 ഭാഗം അല്ലേ. അപ്പോൾ നമുക്ക് 3 ഫോർമുലാസ് കിട്ടി റിഗാർഡിംഗ് ഇറ്റ്. ഓക്കെ. ഒപ്പം തന്നെ ഈ ഒരു സ്റ്റഡി തീരണം എന്നുണ്ടെങ്കിൽ വി ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് എ ഗ്രാഫ് അല്ലേ. ഗ്രാഫിലാണ്ട് നടക്കില്ല. ഇത് വി മുകളിലേക്ക്, R സൈഡിലേക്ക്, ആൻഡ് ദിസ് ഇസ് ദ ഗ്രാഫ്. ഇതാണ് ക്യാപിറ്റൽ ലെറ്റർ R. ഓക്കെ. കിട്ടിയല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി നോൺ കണ്ടക്റ്റിംഗ്. ഓക്കെ ആണല്ലോ? ഫൈൻ. So that's it. There we are ending the in the this one non-conducting. Okay ആണല്ലോ? Fine. And ഇതിൽ okay, this is actually ഒരു ചെറിയൊരു ഇതുണ്ട് നോൺ കണ്ടക്റ്റിംഗ്. ദിസ് ഇസ് എ ഹോളോ ഷെൽ കേട്ടോ. ഇതൊരു ഹോളോ ഷെല്ലാണ്. നമുക്ക് ഇതിൽ ആക്ച്വലി ഹോളോ ഷെൽ, സോളിഡ് സെൽ, അങ്ങനെ ഒരു ഡിവിഷൻ ഉണ്ട് കേട്ടോ. ദിസ് ഇസ് ഹോളോ ഷെൽ. ലെറ്റ്സ് മൂവ് ഇൻ ടു സോളിഡ്. ഓക്കെ. സോളിഡിലേക്ക് വരികയാണെങ്കിൽ അഗെയിൻ 3 പോയിന്റ് 1, 2, 3. ഓക്കെ. ഞാൻ ഇനി വീണ്ടും എഴുതില്ല. R less than R നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ കേട്ടോ. ഞാൻ 3 പോയിന്റ് മാർക്ക് ചെയ്യും, എഴുതും. അത് നിങ്ങൾ ഫോളോ ചെയ്ത് എഴുതണം. ഓക്കെ ആണല്ലോ? R less than R ആണെങ്കിൽ V is equal to KQ/2R³ into 3R² minus R². ഓക്കെ ആണല്ലോ? വേർ R is a small letter. ഇത് ക്യാപിറ്റൽ ലെറ്റർ R. ഓക്കെ ആണല്ലോ? കിട്ടിയല്ലോ? ഇനി സർഫസിലാവട്ടെ KQ/R. സർഫസിലാണെങ്കിൽ KQ/R. പുറത്താണെങ്കിൽ KQ/small letter r. KQ/small letter r. ആൻഡ് സാർ പറയൂ അടുത്ത എന്താണ്? വാട്ട് ഈസ് ദി പൊട്ടൻഷ്യൽ എന്താണ്? പറഞ്ഞേ. പൊട്ടൻഷ്യൽ ഇങ്ങനൊരു കേർവാണ്. ഓക്കെ. പൊട്ടൻഷ്യൽ അങ്ങനൊരു കേർവാണ്. ഓക്കെ ആണല്ലോ? ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സോളിഡ്. ഓക്കെ. അടുത്തത് കണ്ടക്റ്റിംഗ് ആണ്. ഓക്കെ. ഇനി കണ്ടക്റ്റിംഗിലേക്ക് വന്ന് എഗെയിൻ 3 പോയിന്റ് അല്ലേ. 1, 2, 3 പോയിന്റ്സ് നമ്മൾ കാര്യം തീർക്കും. അകത്താണെങ്കിൽ എന്താണ്? അകത്ത് ഇത് ക്യാപിറ്റൽ ലെറ്റർ ആണ്. ഓക്കെ. സോ ഇറ്റ് ഇസ് KQ/R. ഓക്കെ ആണോ? അത് KQ/R ആണ്. സർഫസിലാണെങ്കിലോ KQ/R ആണ്. ഇവിടെയാണെങ്കിലോ KQ/small letter r. ഇത് ഞാൻ പറയാൻ കാരണം വേറെ ഒന്നുമല്ല മക്കളെ, ഇത് മിക്കവാറും സ്ഫിയറിൻ്റെ ക്വസ്റ്റ്യൻസ് നീറ്റിന് ഭയങ്കര ഇഷ്ടമാണ്. കാരണം ഈ ഹോളോ സ്ഫിയർ, സോളിഡ് സ്ഫിയർ, കണ്ടക്റ്റിംഗ് സ്ഫിയർ, നോൺ കണ്ടക്റ്റിംഗ് സ്ഫിയർ ഇത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇവർ ചോദിക്കുന്നത് കേട്ടോ. വാട്ട് അബൌട്ട് ദി ഗ്രാഫ് സാറ് പറയാണ്ട് പോവോ? ഇല്ല. ദാറ്റ് ഈസ് ദിസ് വൺ. ഓക്കെ ആണല്ലോ? VR. ഓക്കെ ആണല്ലോ? ഫൈൻ. ഗ്രേറ്റ്. മനസ്സിലായല്ലോ? സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി സ്ഫിയർ. അങ്ങനെ നമ്മൾ സ്ഫിയറിനെ സക്സസ്ഫുൾ ആയിട്ട് അവിടെ വെച്ചിരിക്കുകയാണ്. ഓക്കെ. ഒപ്പം തന്നെ പറയേണ്ട അടുത്തൊരു കാര്യമുണ്ട്, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലേ. അടുത്ത് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. പൊട്ടൻഷ്യൽ ഡിഫറൻസ് പറഞ്ഞാൽ എന്താണ്? ഒരു പോയിന്റ് അല്ലേ. ഈ ഒരു സൈഡിൽ നിന്ന് ഒരു കുളമ്പ് ചാർജിനെ തള്ളി ഇങ്ങോട്ട് എത്തിക്കാൻ നീ എത്ര വർക്ക് ചെയ്യണോ അതിനാണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? സോ ഇറ്റ് ഈസ് എ വർക്ക് ഡൺ ഇൻ മൂവിങ് എ യൂണിറ്റ് ചാർജ് ഫ്രം വൺ പോയിന്റ് ടു അനദർ പോയിന്റ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഈസ് ഓൾവേസ് ഡിഫൈൻഡ് as ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലേ. സോ VA minus VB എന്നാ പറയുക. സോ ദാറ്റ് ഈസ് WBA/Q. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? അതിൻ്റെ ഒപ്പം ഇറങ്ങിയിരിക്കേണ്ട E എന്ന് പറയുന്നത് എന്താ? -dV/dr. അതായത് ദിസ് ഈസ് ബേസിക്കലി ദി ഗ്രേഡിയൻറ്റ് ഓഫ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ? മനസ്സിലായല്ലോ? ഗ്രേറ്റ്. ഫൈൻ. ഇക്വേഷൻസ് മാത്രം പഠിച്ചാലും മതിയോ? അങ്ങനത്തെ ഇക്വേഷൻസ് അപ്ലൈ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് വരും. പ്ലീസ് റിപ്ലൈ. ഡാനിയൽ, ലെറ്റ് മീ ടെൽ യു ദി സ്ട്രൈറ്റ്. ഈ ഒരു ഞാൻ എടുത്തിട്ടുള്ള ഇക്വേഷൻസ് ഫുള്ള് പ്രീവിയസ് ഇയറായി ചോദിച്ച ക്വസ്റ്റ്യൻസിൽ അപ്ലൈ ചെയ്ത് വന്ന ഇക്വേഷൻസ് ആണ്. ആൻഡ് യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എ റിവിഷൻ ക്ലാസ് ആൻഡ്
തിയറി ഓറിയൻറ്റഡ് ക്ലാസ്. ഇവിടെ നമ്മൾ റിവിഷനാണ്. കാരണം നമുക്കൊരു 2-2.5 മണിക്കൂറിൽ എൻറ്റയർ ഹാഫ് ഓഫ് 12th തീർക്കണമെന്ന് പറയുമ്പോൾ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് എത്ര കാര്യങ്ങൾ പറയണം അല്ലേ. അപ്പോൾ നമ്മുടെ ഒരു ലിമിറ്റഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യാം. സോ ദിസ് ഇസ് ബേസിക്കലി ചെക്ക് ലിസ്റ്റ്. അതായത് നമ്മൾ ഈ നീറ്റിന് തലേദിവസം എല്ലാ ഫോമിലും പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് പോകുന്ന പരിപാടിയാണ്. ഓക്കെ ആണല്ലോ, അതാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഡൈനാമിക്കത്തിൽ ഏതെങ്കിലും ഒരു ചാപ്റ്ററിൽ ഏതെങ്കിലും ഭാഗം തിയറി കുറച്ചുകൂടെ നന്നായിട്ട് അറിയണം, കുറച്ചുകൂടെ പഠിക്കണം എന്നുണ്ടെങ്കിൽ കോമ്പിയുണ്ട്. ആൻഡ് ഹോപ്പ്ഫുള്ളി ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ കോമ്പിയൊക്കെ ഞാനാണ് എടുത്തത്, ഡീറ്റെയിൽ ആയിട്ടുണ്ട്. സോ യു ക്യാൻ ഓൾവേസ് ചെക്ക് ഓൺ അവർ യൂട്യൂബ് ചാനൽ ആൻഡ് ഗെറ്റ് ആക്സസ് ടു ഓൾ ദോസ് വീഡിയോസ്. അതിൽ നമ്മൾ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്വസ്റ്റ്യൻസ് നമുക്കിവിടെ ഈ ഒരു ടൈമിൽ ഡിസ്കസ് ചെയ്യാൻ പറ്റില്ല. സോ ജസ്റ്റ് പാർഡൺ മീ ഫോർ ദാറ്റ്. ഓക്കെ, ഇനി അടുത്തത് മെയിൻലി നിങ്ങൾക്ക് എക്സാമിന് ഒരേ ഡയറക്റ്റ് ചോദിക്കാവുന്ന ഒരു ഇക്വേഷനാണ്. ഈസ് ഈക്വൽ ടു ബൈ എക്സ് ഐ ക്യാപ് മൈനസ് വി ബൈ വൈ ജെ ക്യാപ് മൈനസ് വി ബൈ സെഡ് കെ ക്യാപ്. ഓക്കെ ആണല്ലോ. ഇതെന്താ, ദിസ് ഇസ് ആക്ച്വലി ദി ഗ്രേഡിയൻറ്റോ. ഗ്രേഡിയൻ്റിൻ്റെ ഒരു ഇക്വേഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാണ് വരിക. ഓക്കെ ആണല്ലോ, ഗ്രേഡിയൻ്റിൻ്റെ ഒരു ഇക്വേഷൻ ആയി കഴിഞ്ഞാൽ ഇങ്ങനെയാണ് വരിക. അപ്പോൾ ഇതിലാണ് നമ്മളൊരു ഇൻ്റെ പഠിച്ച ഒരു ഇക്വേഷൻ വരുന്നത്, അല്ല ഒരു ആസ്പെക്റ്റ് അറിയേണ്ടത്. അതായത് ഇൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇൻ്റെ ഡയറക്ഷൻ ഹയർ പൊട്ടൻഷ്യൽ ടു ലോവർ പൊട്ടൻഷ്യൽ. ഓക്കെ ആണല്ലോ, ഇൻ്റെ ഡയറക്ഷൻ അതാണ്. അപ്പോൾ വി കോൺസ്റ്റൻ്റ് ആണെങ്കിലോ, അതായത് പൊട്ടൻഷ്യൽ ഒരു റീജിയനിൽ കോൺസ്റ്റൻ്റ് ആണെങ്കിലോ ഈ 0 ആയിരിക്കും, ഈ 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ ഈ 2 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ ആണല്ലോ. ഒപ്പം തന്നെ പറയുന്ന ജസ്റ്റ് ഓർത്തിരിക്കുക, വാട്ട് ഇസ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്താ പറഞ്ഞേ? ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഈക്വൽ ആയിട്ടുള്ള സർഫേസിനെ വിളിക്കുന്ന പേരാണ് ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ്. പ്രത്യേകത എന്താ? വർക്ക് ഡൺ ഇസ് 0 ടു മൂവ് എ ചാർജ് അക്രോസ് ആൻ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസ് അല്ലേ. പൊട്ടൻഷ്യൽ ഇസ് ഈക്വൽ ആണ്, അതുകൊണ്ട് വി എ മൈനസ് വി ബി എന്തായിരിക്കും? 0 ആയിരിക്കും. അതുകൊണ്ട് നിനക്കൊരു ചാർജിനെ ഇക്വിപൊട്ടൻഷ്യൽ സർഫേസിലൂടെ മൂവ് ചെയ്യാൻ നിനക്ക് വേണ്ട വർക്ക് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ ഫൈൻ. സോ നമ്മൾ അടുത്തത് പഠിക്കാൻ പോകുന്നത് ഡൈപോളാണ്. ഓക്കെ, ഡൈപോൾ എന്താണ്? ഡൈപോൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പറഞ്ഞേ. ഡൈപോൾ എന്ന് പറഞ്ഞാൽ ഒരു പോസിറ്റീവ് ചാർജ്, ഒരു നെഗറ്റീവ് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ സ്മോൾ ഡിസ്റ്റൻസ് ആർ, അല്ലെങ്കിൽ ഒരു സ്മോൾ ഡിസ്റ്റൻസ് ഡി. ഞാൻ ഡി എന്നാണ് യൂസ് ചെയ്യാറ്, നിങ്ങൾക്ക് ഡി എന്ന് യൂസ് ചെയ്യാം ഇഫ് പോസിബിൾ. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. അപ്പോൾ ആദ്യം നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് ഇസ് എ ഡൈപോൾ മൊമെൻറ്റ്. എന്താണ് ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഡൈപോൾ മൊമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ച്വലി ദ പ്രൊഡക്റ്റ് ഓഫ് വൺ ഓഫ് ദ ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ 2 ചാർജ്. ഓക്കെ ആണല്ലോ. അപ്പോൾ ചോദിക്കും ഇതൊരു വെക്ടർ ക്വാണ്ടിറ്റി അല്ലേ സാർ? അതെ, അങ്ങനെയാണെങ്കിൽ എൻ്റെ ഡയറക്ഷൻ എന്താണ്? ഡയറക്ഷൻ എന്ന് പറയുന്നത് നെഗറ്റീവിൽ നിന്ന് പഠിച്ചോളൂ. നെഗറ്റീവിൽ നിന്ന് ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം നെഗറ്റീവ് ഓൾ ദ വേ ടു പോസിറ്റീവ്. ഓക്കെ ആണല്ലോ. നെഗറ്റീവ് ചാർജിൽ നിന്ന് പോസിറ്റീവ് ചാർജിലേക്കാണ്. അപ്പോൾ അതേ കളറിൽ നിങ്ങൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക, നെഗറ്റീവ് നിന്ന് പോസിറ്റീവിലേക്ക്. അതാണ് പിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത് നിങ്ങൾ അറിയേണ്ടത് ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ അല്ലേ. അതാണ് അടുത്ത ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഇലക്ട്രിക് ഫീൽഡ് ഡ്യൂ ടു എ ഡൈപോൾ. ഡൈപോളിന് 2 പോയിന്റ് ആണുള്ളത്. ഒന്നാമത്തേതുള്ളത് ആക്സിയൽ ലൈൻ, നെക്സ്റ്റ് വൺ ഇസ് ആൻ ഇക്വറ്റോറിയൽ ലൈൻ. 2 ലൈൻ ഉണ്ട്, ഒരു ആക്സിയൽ ലൈൻ ഉണ്ട്, അതുപോലെ തന്നെ ഒരു ഇക്വറ്റോറിയൽ ലൈൻ ഉണ്ട്. എന്താണ് ആക്സിയൽ ലൈൻ? ആക്സിയൽ ലൈനിൽ 2kp/r³. ഓക്കെ ആണല്ലോ, 2kp/r³. അതാണ് ആക്സിയൽ ലൈനിൽ വരുന്നത്. എന്താണ് ഇക്വറ്റോറിയൽ ലൈനിൽ വരുന്നത്? വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ ഇക്വറ്റോറിയൽ ലൈൻ? അതിനകത്ത് -kp/r³. ഈക്വൽ ടു -kp/r³. ഓക്കെ ആണല്ലോ. അപ്പോൾ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം വാട്ട് ഹാപ്പൻസ് ഇൻ ദിസ് ഇസ് എൻ ആക്സിയൽ, ദിസ് ഇസ് ഇൻ ഇക്വറ്റോറിയൽ. ചിലപ്പോൾ ചോദിക്കാം ഒരു ജനറൽ പോയിന്റ് തരാം. ഇതിലത്തെ ഒരു തീറ്റ തന്നിട്ടുണ്ട്, ഇനി ഈ തീറ്റ തന്നു, ഒരു ഡിസ്റ്റൻസ് തന്നു, നിങ്ങൾ ആ പോയിന്റ് ഇലക്ട്രിക് ഫീൽഡ് എനിക്ക് പറഞ്ഞുതരൂ, ആ പോയിന്റ് പറഞ്ഞുതരൂ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരം kp/r³ ഇൻറ്റു √1 + 3 cos² θ. കിട്ടിയോടാ? കിട്ടിയോ? സോ അതാണ് ഡൈപോളിൻ്റെ അതാണ് ഡൈപോളിൻ്റെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ഒപ്പം തന്നെ നിങ്ങൾ എന്തും പഠിക്കുന്നു? ഇപ്പോൾ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ പഠിക്കാം. എഗെയിൻ ആക്സിയൽ പോയിന്റിൽ എന്താ? V is equal to kp/r². ഓക്കെ ആണല്ലോ. V is equal to kp/r². അതാണ് ആക്സിയൽ പോയിന്റ്. ആൻഡ് വാട്ട് ഇസ് ഇക്വറ്റോറിയൽ? ഇക്വറ്റോറിയലിൽ V equal to 0. ഹൈലൈറ്റ് ചെയ്തോ ഓർത്തിരുന്നോ? എന്താണ്? along an equatorial point the electric potential of an axial of a dipole is 0. ഓക്കെ ആണല്ലോ. along an equatorial plane the electric potential is 0. ഓക്കെ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. അടുത്ത ജനറൽ പോയിന്റ് പറഞ്ഞേ. ജനറൽ പോയിന്റിൽ എന്താ പറ്റുക? V is equal to kp cos θ/r². ഓക്കെ ആണല്ലോ. V is equal to kp cos θ/r². ഓക്കെ ആണല്ലോ.
പഠിച്ചല്ലോ. ഇനി നമുക്ക് ഡൈപോൾ പഠിക്കേണ്ട ഏക കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദ ടോർക്ക് എക്സ്പീരിയൻസ് ബൈ ഡൈപോൾ. എല്ലാം പറയുന്നുണ്ട് കേട്ടോ, എല്ലാം പറയുന്നുണ്ട്, ഒന്നും മിസ് ചെയ്യുന്നില്ല സാറ്. വാട്ട് ഈസ് ദ ടോർക്ക് എക്സ്പീരിയൻസ് ബൈ ഡൈപോൾ. ടോർക്കിൻ്റെ ഇക്വേഷൻ എത്രയാണ്? പി ക്രോസ് ഇ. ശരിയാണല്ലോ, ടോർക്ക് ഇസ് ഈക്വൽ ടു പി ക്രോസ് ഇ. അപ്പോൾ ചോദിക്കാം നെറ്റ് ഫോഴ്സ് എത്രയാണ്? നെറ്റ് ഫോഴ്സ് 0 ആണ്, ബട്ട് ദർ ഇസ് എ ടോർക്ക്. നിങ്ങൾക്ക് ഈ ഒരു ഡയഗ്രാം ഓർമ്മയുണ്ടാവും അല്ലേ? ഒരു ചാർജ് ഇരിക്കുന്നു, ഇങ്ങനെ ഒരു കോഴ്സ് ഇങ്ങനെ ക്യൂ ഇ, ഇവിടെ മൈനസ് ക്യൂ ഇ, ഇവിടെ പ്ലസ് ക്യൂ ഇ, ഓർമ്മയുണ്ടോ? അപ്പോൾ അത് തിരിയും അല്ലേ? ദേ ഡോണ്ട് ഹാവ് എ നെറ്റ് ഫോഴ്സ് ബട്ട് ദേ ഹാവ് എ നെറ്റ് ടോർക്ക്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഇസ് ദ വർക്ക് ഡൺ? വർക്ക് ഡൺ പഠിച്ചോ? പി ഇ cos theta 1 minus cos theta 2. PE cos theta 1 minus cos theta 2. And what is electrostatic potential energy? എന്താണ് electrostatic potential energy എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് പി ഡോട്ട് ഇ. അതെത്രയാ? PE cos theta. അതെത്രയാ? ദാറ്റ് ഇസ് PE cos theta. അതെന്താ പറയുന്നത്? ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റേ സ്റ്റേറ്റിലേക്ക് ആവാൻ എത്ര എനർജി, എത്ര വർക്ക് കൊടുക്കണം എന്നുള്ളതിൻ്റെ ആൻസറാണത്. ഓക്കെ ആണല്ലോ. ഇനി ചിലപ്പോൾ നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് തന്നു എന്ന് വിചാരിക്കാം. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ്. അങ്ങനെയാണെങ്കിൽ ഫോഴ്സ് കൊണ്ട് ഇപ്പോൾ എത്രയാണ്? -P × dE/dr. ഓക്കെ ആണല്ലോ. പഠിച്ചല്ലോ. കിട്ടിയല്ലോ. ഫൈൻ. ഇനി റിഗാർഡിങ് എ സ്മോൾ തിയറി ആസ്പെക്ട്, കണ്ടക്ടേഴ്സിനെ കുറിച്ച് 2 വാക്ക്. ഓക്കെ, നമുക്കത് വിടാൻ പറ്റില്ല. റീസൺ ബീങ് കഴിഞ്ഞ് നമ്മുടെ കീം അനലൈസ് ചെയ്താൽ നിങ്ങൾക്കറിയാം. കീമിൽ നമ്മൾ മെയിൻലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ടോപ്പിക് എടുക്കുന്ന സമയത്ത് അതിനകത്ത് ഒരുപാട് തിയറി ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ കണ്ടക്ടേഴ്സിന് മനസ്സിലാവേണ്ടത് അവരുടെ സർഫസ് ഫുൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. ഓക്കെ ആണല്ലോ. ഇവരുടെ സർഫസ് ഫുൾ ഇക്വി പൊട്ടൻഷ്യൽ സർഫസ് ആണ്. രണ്ടാമത് പഠിക്കേണ്ട കാര്യം, ഈ ചാർജ് എല്ലാം പുറത്താണ്. ഓക്കെ ആണല്ലോ. ചാർജസ് റിസൈഡ് ഓൺ ഔട്ടർ സർഫസ്. ഓക്കെ ആണല്ലോ. ചാർജസ് ആർ അറ്റ് ഔട്ടർ സർഫസ്. അതാണ് രണ്ടാമത്തെ പോയിന്റ് കേട്ടോ. ചാർജസ് ഉള്ളത് ഔട്ടർ സർഫസിലാണ്. ഓക്കെ ആണല്ലോ. ഫൈൻ. പിന്നെ ഇലക്ട്രിക് ഫീൽഡ് ഈസ് പെർപെൻഡിക്കുലർ ടു സർഫസ്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്ത കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൽ, അതായത് കണ്ടക്റ്റിംഗ് മെറ്റീരിയലിൻ്റെ ഉള്ളിൽ ഈ 0 ആണ്. ഓക്കെ ആണല്ലോ. ഇത്രയും ടോപ്പിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ ആണല്ലോ. പഠിച്ചല്ലോ, കിട്ടിയല്ലോ. ഓക്കെ ആണല്ലോ. സോ ഇനി ഇതിൽ കപ്പാസിറ്റൻസ് ഉണ്ട്. കപ്പാസിറ്റൻസ് ഞാൻ കുറച്ചൊന്ന് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഇവിടെ നിങ്ങളൊരു ഹാഫ് പേജ് സ്ഥലം വിട്ടോ കേട്ടോ. നമുക്ക് കപ്പാസിറ്റൻസ് ജസ്റ്റ് ഒരു കറണ്ട് ഇലക്ട്രിസിറ്റി കഴിഞ്ഞിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, വി ആർ മൂവിങ് ഇൻ ടു കറണ്ട് ഇലക്ട്രിസിറ്റി. കപ്പാസിറ്റൻസ് വിടില്ല, കപ്പാസിറ്റൻസ് പറഞ്ഞിട്ടേ പോവുള്ളൂ. ടൈം ഇസ് 10:05. ഓക്കെ, ടൈം ഇസ് 10:05. അഗെയിൻ യു ഗേവ് മീ 15 minutes. ഐ ഗേവ് യു ആൻ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അല്ലേ? അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറഞ്ഞ ചാപ്റ്റർ നമ്മൾ ഇതിനോടകം ഡിസ്കസ് ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് റിപ്ലൈ ചെയ്തേ. കാരണം വേറെ ഒന്നും നമ്മൾ സംസാരിക്കുന്നില്ല. നമ്മുടെ ഇൻ്റർവെൽ എന്ന് പറയുമ്പോൾ ഒരു ചാപ്റ്റർ കഴിഞ്ഞ് അടുത്ത ചാപ്റ്ററിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 1 minute 2 minute ബ്രേക്ക് എടുത്ത് ആ സമയത്ത് നിങ്ങൾക്ക് ചോദിക്കാനുള്ള ഡൗട്ട്സ് എല്ലാം ചോദിക്കും, അതിനുള്ള ആൻസർ തരും. എന്നിട്ട് നമ്മൾ അടുത്ത ചാപ്റ്ററിലേക്ക് പോകും. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു സീരീസ്, അധികം സീരീസിലാകെ 2 വീഡിയോസേ ഉണ്ടാവുള്ളൂ. ഒന്ന് 12th ഫസ്റ്റ് ഹാഫ്, അടുത്ത് 12th സെക്കൻഡ് ഹാഫ്. ഓക്കെ ആണല്ലോ. നമ്മളധികം വലിച്ചു നീട്ടുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഡാനി ഒരു റിപ്ലൈ കൊടുത്തിട്ട് ഡാനിയെ കാണുന്നില്ല, ഡാനിയെ പോയി. ഓക്കെ, അപ്പോൾ ആർക്കും ഒരു ഓക്കെ പറയാനൊരു മനസ്സില്ലല്ലോ. എന്ത് പറ്റി, എന്താ പറ്റിയതെന്ന് എനിക്കറിയില്ല. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ആക്റ്റീവ് ആണെങ്കിൽ സാർ അതിനേക്കാൾ ആക്റ്റീവ് ആയിരിക്കും. ഞാൻ ഒരുപാട് എടുത്തു തരും. അല്ല, നിങ്ങൾ തന്നെ ഉറക്കം തൂങ്ങിയിട്ടിരിക്കുകയാണെങ്കിൽ ഞാനത്, കാരണം ഞാനെല്ലാം ഈവൻ അത് എൻ്റെ സ്ഥിരമായിട്ടുള്ള കോമ്പി ക്ലാസ് കേൾക്കുന്നവർക്ക് മടുത്തിട്ടുള്ള കാര്യമായിരിക്കും. ഞാൻ എപ്പോഴും പറയാമല്ലോ അവരും ദി അൺഫെയർ അഡ്വാൻറ്റേജ് ഓഫ് സ്റ്റുഡൻസ് ഇൻ ലൈവ് ക്ലാസ്സിലെ. കാരണം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും, ഞാൻ സംസാരിക്കുന്നത് കേൾക്കാൻ പറ്റും. സോ എന്നെ സംബന്ധിച്ച് എൻ്റെ മുന്നിൽ ആകെയുള്ളൊരു ക്യാമറ മാത്രമാണ്, പിന്നെ ഇവിടെ ഉള്ളൊരു ചാറ്റ് സ്ക്രീനും അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇത് ഭയങ്കര ഐഡിയലാണ്. കാരണം ഒരു ക്യാമറയിലേക്ക് നോക്കി നമ്മളിങ്ങനെ സംസാരിക്കുക. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയോ, ഒരു 5-10 മിനിറ്റ് അല്ല, ദ എൻറ്റയർ 3 hours യു ആർ സിറ്റിംഗ് ഇൻ ഫ്രണ്ട് ഓഫ് എ ക്യാമറ ആൻഡ് സ്പീക്കിംഗ് ടു സംതിങ് യു ഡോണ്ട് നോ. അല്ലെ, ഒരു ക്യാമറ ലെൻസ് നോക്കി സംസാരിക്കുമ്പോൾ ഇറ്റ്സ് നോട്ട് പ്രാക്ടിക്കബിൾ. ബട്ട് യു നോ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ഇറ്റ് ബിക്കംസ് ഗ്രേറ്റ് ഫോർ മീ. ഓക്കെ ആണല്ലോ. മാഗ്നറ്റിസം ഇന്ന് വെച്ച്, അതെ, നമ്മൾ മാഗ്നറ്റിസം ഉടനെ തന്നെ കയറുമ്പോൾ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ ആണല്ലോ.
ഗ്രേറ്റ്. ഇപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ട് ഇത്രേ ഉള്ളൂ, കുറച്ച് പേര്, ഒരു 5-10 പേർ, കാരണം 50-60 പേര് കാണുന്നതാണല്ലോ. അപ്പോൾ അതിനകത്തൊരു 5-10 പേർക്ക് റിപ്ലൈ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടാവോ? ഇല്ലല്ലോ, ഇല്ല. ഓക്കെ, വി ആർ മൂവിങ് ഇൻ ടു ഇലക്ട്രിക് കറണ്ട് അല്ലേ, ഇലക്ട്രിക് കറണ്ട്. അപ്പോൾ ഞാൻ കോമ്പി ഒന്നും എടുക്കാത്തൊരു ചാപ്റ്റർ ആയിരുന്നു ഇലക്ട്രിക് കറണ്ട്. വേറെ സിനാൻ എന്തൊക്കെയാണ് കോമ്പി എടുത്ത്, കുഴപ്പമില്ല, നമുക്ക് ഇലക്ട്രിക് കറണ്ട് അങ്ങ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ വാട്ട് ഈസ് എ കറണ്ട്? കറണ്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇറ്റ്സ് എ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് അല്ലേ. ഇലക്ട്രോൺസ് എത്ര എണ്ണം ഒരു സ്ഥലത്തൂടെ, ഒരു യൂണിറ്റ് ഏരിയയിലൂടെ എത്ര ഇലക്ട്രോൺ ക്രോസ് ചെയ്തു നീ എണ്ണി നോക്കുക, അതിനെയാണ് നീ എന്ത് വിളിക്കുന്നത്? ഇലക്ട്രിക് കറണ്ട് എന്ന് വിളിക്കുന്നത്. സോ ഈ 2 കറണ്ട് ഉണ്ട്. ഓക്കെ, ഫസ്റ്റ് വൺ ഇസ് എൻ ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. എന്താണ് ആദ്യത്തേത്? ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്. രണ്ടാമത്തേതാണ് ആവറേജ് കറണ്ട്. ആദ്യത്തേത് ഇൻസ്റ്റൻറ്റേനിയസ്, ഒരു പെർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റിലുള്ളത് അറിയണം. സോ ഐ ഇസ് ഈക്വൽ ടു dQ/dt അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് പറയും എന്താണ് ഒരു ചാർജ്, ദ ചാർജ് വേരീസ് വിത്ത് ടൈം as I is equal to 2Q² + 3Q. വാട്ട് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് കറണ്ട്? അതിനെ നിങ്ങൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടൈം. ആൻഡ് വാട്ട് ഈസ് ആവറേജ് കറണ്ട്? അതാണ് നമ്മൾ പഠിച്ച ΔQ/ΔT, അല്ലെങ്കിൽ നമ്മൾ ചില പേരിട്ട് വിളിക്കുന്ന Q/T. ഓക്കെ ആണല്ലോ. കറണ്ട് യൂണിറ്റ് ആംപിയർ ആണെന്ന് അറിയാലോ, അതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും? കുളം പെർ ടൈം ആയിരിക്കും. ഓക്കെ ആണല്ലോ. സോ അത് വെച്ച് നിങ്ങൾ ബാക്കി കണ്ടുപിടിക്കാം. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് കറണ്ട് ഡെൻസിറ്റി. വാട്ട് ഈസ് കറണ്ട് ഡെൻസിറ്റി? കറണ്ട് ഡെൻസിറ്റി എന്താണ്? കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ, കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ എത്ര കറണ്ട് ഒഴുകുന്നു. ഓക്കെ ആണല്ലോ, ഒരു യൂണിറ്റ് സർഫസ് ഏരിയയിൽ എത്ര കറണ്ട് ഒഴുകുന്നു, അതിനാണ് നമ്മൾ കറണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത്. അതിന് നമ്മൾ J എന്നാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ദാറ്റ് ഈസ് I/A. ഓക്കെ ആണല്ലോ. നമ്മൾ വെക്റ്റർ ഫോമിൽ എഴുതി കഴിഞ്ഞാൽ J × A അഥവാ JA cos θ. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? കറണ്ട് ഡെൻസിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ് അല്ലേ. ഡ്രിഫ്റ്റ് വെലോസിറ്റി ആണ്. എന്താ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു ഇലക്ട്രോൺസ് ഓടിക്കളിക്കുക, അതായത് ഇലക്ട്രോൺസിൻ്റെ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ കറണ്ട് എന്ന് വിളിക്കുന്നത്. ആ ഇലക്ട്രോൺ എന്ത് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത് എന്നോട് ചോദിച്ചാൽ നീ പറയണം അത് ഡ്രിഫ്റ്റ് വെലോസിറ്റിയിലാണ് മൂവ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് ദ വെലോസിറ്റി വിത്ത് വിച്ച് ഇലക്ട്രോൺസ് ആർ മൂവിങ്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്, ഫൈൻ. സോ വാട്ട് ഈസ് VD ഈസ് ഈക്വൽ ടു EE/m × τ. അതിനൊരു നെഗറ്റീവ് സൈൻ കൂടെ കൊടുക്കണം. ഓക്കെ ആണല്ലോ. ആൻഡ് I ഈസ് ഈക്വൽ ടു നീ എവിടെ, NEAVD. ഈ ഒരു ഫോർമുല ഓർമ്മയുണ്ടോ? I ഈസ് ഈക്വൽ ടു NEAVD, നീ എവിടെ. ഞാൻ അങ്ങനെ വായിക്കരുത്, നീ എവിടെ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അതിനകത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്ത കാര്യം ഡ്രിഫ്റ്റ് വെലോസിറ്റി ബൈ ഇലക്ട്രിക് ഫീൽഡ്. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? മൊബിലിറ്റി ഓഫ് ചാർജ്. ഇതൊന്നും മറന്നു പോകരുത് കേട്ടോ മക്കളെ, ഇതൊക്കെ ചോദിക്കാം. മൊബിലിറ്റി ഓഫ് ചാർജ് എന്താണ്? മൊബിലിറ്റി ഓഫ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ VD/E. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മൊബിലിറ്റി ഓഫ് ചാർജ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് മ്യൂ? അതിനെ നമ്മൾ മൊബിലിറ്റി ഓഫ് ചാർജ്, ദാറ്റ് ഈസ് VD/E. അതിന് നമ്മൾ എന്താ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ? E/τ/m. ഓക്കെ ആണല്ലോ, E/τ/m. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇറ്റ്സ് റിഗാർഡിംഗ് ദി കണ്ടക്ടേഴ്സ് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അല്ലേ. കണ്ടക്ടേഴ്സ് ഡിസ്കസ് ചെയ്തു. ലെറ്റ്സ് ലേൺ സംതിങ് അബൌട്ട് ഓംസ് ലോ. നമുക്കപ്പോൾ കണ്ടക്ടേഴ്സ് അങ്ങ് വെട്ടാം. ലെറ്റ്സ് ലേൺ അബൌട്ട് ഓംസ് ലോ ഇല്ലാണ്ട് എന്ത് കറണ്ട് അല്ലേ. ലെറ്റ്സ് ലേൺ അബൌട്ട് ഓംസ് ലോ. എന്താണ് ഓംസ് ലോ പറയുന്നത്? V ഈസ് ഈക്വൽ ടു IR അല്ലേ, അതാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. V ഈസ് ഈക്വൽ ടു IR. ഓക്കെ ആണല്ലോ. വെർ R ഈസ് ഈക്വൽ ടു 1/ρ L/A അല്ലെങ്കിൽ ρL/A. അതിനെയാണ് നമ്മൾ റെസിസ്റ്റൻസ് എന്നുള്ളതുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? 1/, കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ 1/കണ്ടക്ടിവിറ്റി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി IV കർവ് വരച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ, IV കർവ് വരച്ചാൽ ഇറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ. ആൻഡ് റെസിസ്റ്റൻസ് വന്ന് ρL/A ആണ്, മറക്കരുത്. ഓക്കെ ആണല്ലോ. ഇതിനോട് വേറൊരു ഇക്വേഷൻ ഉണ്ട്, ML/NE² × τA. ഈ ഒരു ഫോർമുല മറക്കരുത്. R ഈസ് ഈക്വൽ ടു ML/NE² × τA. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുക? റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ യൂണിറ്റ് റോ മീറ്റർ. ഇതിനാണ് എന്ത് വിളിക്കുക? നമ്മളതിൻ്റെ റെസിസ്റ്റൻസിൻ്റെ ഇതെന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ നമ്മളോട് ചോദിക്കാണ്ട് വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി. കേട്ടോടാ, വാട്ട് ഈസ് റെസിസ്റ്റിവിറ്റി എന്ന് പറഞ്ഞാൽ റോ ആണ്. അതിന് നമ്മൾ എന്ത് വിളിക്കും? M/NE² τ. റോ ഈസ് ഈക്വൽ ടു M/NE² τ. അതിനെ നമ്മൾ റെസിസ്റ്റിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഓക്കെ, അതിൽ N എന്ന് പറഞ്ഞാൽ എന്താടാ? N എന്ന് പറഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ആണ് കേട്ടോ. N എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഡെൻസിറ്റി, അതായത് ഫ്രീ ഇലക്ട്രോൺസ് പെർ യൂണിറ്റ് ഏരിയയിൽ എത്ര എണ്ണം ഉണ്ട് അതിൻ്റെ ഒരു കൗണ്ട്. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ,
ഓക്കെ. സോ വി ഈക്വൽ ടു ഐ ആർ. യെസ്, ഇതന്നെ നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ ഓരോ ഇക്വേഷൻ പറയുമ്പോൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ജസ്റ്റ് ടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെ മനസ്സിൽ ഇങ്ങനെ വായിക്കുക, അല്ലെങ്കിൽ എഴുതി വയ്ക്കുക. ഓക്കെ ആണല്ലോ, ഇത് നിങ്ങൾക്ക് തരുന്ന ക്ലാസ് ആണ് കേട്ടോ. ഇറ്റ്സ് ആക്ച്വലി ഫോർ യു. ഇപ്പം എനിക്ക് റിവൈസ് ചെയ്യണം, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. നിങ്ങൾ റിവൈസ് ചെയ്യുക, യു ഹാവ് ടു റിവൈസ് ഇറ്റ് കോൺസ്റ്റൻ്റ്ലി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി വേരിയേഷൻ റെസിസ്റ്റൻസ് അതൊരാണ് ചോദിച്ചിട്ടുണ്ട്. വേരിയേഷൻ റെസിസ്റ്റൻസ് ഓക്കെ ആണല്ലോ, വേരിയേഷൻ റെസിസ്റ്റൻസ്. ഓക്കെ. സോ ഇപ്പോൾ എന്താണ്, ഒരു വയറെടുത്ത് കട്ട് ചെയ്യാണ്, ഈ വയർ ഇസ് കട്ടഡ്, വയർ കട്ട് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും, അതിൻ്റെ റെസിസ്റ്റൻസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ ലെങ്ത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി എന്താ പറയുക, ഇനി നമ്മൾ വയറെടുത്ത് സ്ട്രെച്ച് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, വയറെടുത്ത് സ്ട്രെച്ച് ചെയ്യണമെങ്കിൽ എന്ത് പറ്റും, ഇറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ വോളിയത്തിൽ ഉണ്ടാകുന്ന ഡിക്രീസ് ആണ് അല്ലേ. സോ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു എൽ സ്ക്വയർ. അപ്പോൾ നിങ്ങൾ വോളിയം വെച്ചിട്ട് നിങ്ങൾ നോക്കണം. ഓക്കെ ആണല്ലോ, ഫൈൻ. പിന്നെ പേഴ്സൻറ്റേജ് എറർ ചോദിക്കാം, അത് 2Δl/L ആണ് കേട്ടോ. പേഴ്സൻറ്റേജ് എറർ ചോദിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ ആർ ബൈ ആർ എന്ന് പറയുന്നത് 2Δl/L ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. അടുത്തത് വേരിയേഷൻ ഇൻ ദി ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അപ്പോൾ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ്റെ ഏരിയ നമുക്കറിയാം, ആർ ഇസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു എ. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു 1/r². ഓക്കെ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക കേട്ടോ. സോ R1/R2 എന്ന് പറഞ്ഞാൽ R1²/R2²/R1² ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി കണ്ടക്ടേഴ്സിനെ കുറിച്ചൊരു കാര്യം നമുക്കറിയാം ആർ ഇസ് പ്രൊപ്പോർഷണൽ ടു റോ ആണ്. സോ നമുക്കറിയേണ്ടത് ആർ ഇസ് ഈക്വൽ ടു R0 × 1 + α/t. R is equal to 1 + α/t. അത് ആൽഫ എന്ന് പറയുന്നത് ടെമ്പറേച്ചർ കോഎഫിഷ്യൻ്റ് ആണ് കേട്ടോ. ആൻഡ് ആൽഫ എന്ന് പറയുന്നത് രണ്ട് ടെമ്പറേച്ചറിലെ റെസിസ്റ്റൻസ് എന്നുണ്ടെങ്കിൽ R2 - R1/R0 ഈസ് T2 - T1. ഇതാണ് ആൽഫ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിൻ്റെ ഇതെന്ന് പറഞ്ഞാൽ R1 - R2 R1/α × T2 - T1. ഓക്കെ ആണല്ലോ, R0 is equal to R2 - R1/α × T2 - T1. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്, ഫൈൻ. അപ്പോൾ ഇപ്പം എന്തായാലും എല്ലാവരും എൻ്റെ കൂടെ ഇരുന്ന് ഇങ്ങനെ പഠിക്കുകയാണ് അല്ലേ. സോ ഞാനിങ്ങനെ സമയം നോക്കുമായിരുന്നു. ഇറ്റ്സ് 10:15 ആൻഡ് അറൗണ്ട് 50-55% പീപ്പിൾ ആർ ദർ ഇൻ ദി ചാറ്റ് ബോക്സ്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് എന്താ പറയുക, ഒരുപാട് എനിക്കറിയില്ല എനിക്കൊരു എത്ര കോൾസാണ് വരുന്നത് എന്നുള്ളത്. എല്ലാം സ്റ്റുഡൻസാണ്, നമ്മുടെ സ്റ്റുഡൻസും ഡോപ്പയുടെ പുറത്തുള്ള കുട്ടികളെല്ലാവരും കുറേ പേര് മെസ്സേജാണ്. ഇറ്റ്സ് ലൈക്ക് ഐ എം സോ ഹാപ്പി ഫോർ ദാറ്റ്. ഓക്കെ, ഒരുപാട് പേര് അറിയുന്നു, ഒരുപാട് പേര് വിളിക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ. ബട്ട് എല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന കാര്യം, സർ ഭയങ്കര ടെൻഷനാണ്, അപ്പോൾ എന്താ ചെയ്യാനറിയില്ല, ഓരോ ദിവസം എണീക്കുമ്പോൾ ഞെട്ടി എണീക്കുകയാണ്, 4 ദിവസം കൂടി നീറ്റിനുള്ളൂ, ഇനി എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരുപാട് പേര് പറയും, എന്നെ വിളിച്ചിട്ട് പറയും, സർ നീറ്റ് വരികയാണ്. ഇപ്പോൾ നമ്മളിങ്ങനെ പറയുന്നത് ഞാൻ പോവുകയാണെന്നൊക്കെ പറയുന്ന പോലെ നീറ്റ് വരികയാണ്. ബട്ട് യു ജസ്റ്റ് ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്, നമുക്കൊരിക്കലും എന്നും എക്കാലവും നമ്മൾ റിപ്പീറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ലൈഫിൽ ഓരോ സമയത്തിനും അതിൻ്റേതായിട്ടുള്ള ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നിങ്ങൾ ഇപ്പോൾ പഠിച്ചു, ഇപ്പോൾ നമ്മൾ റിപ്പീറ്റ് ചെയ്തു, അതിനൊരു അവസാനം വരികയാണ്. റൈറ്റ്, ബി ഹാപ്പി അബൌട്ട് ഇറ്റ്. നിങ്ങളുടെ ഒരു വർഷത്തെ നിങ്ങളുടെ കഷ്ടപ്പാട് ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 5 മണി, വൈകുന്നേരം 5 മണിയോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ അങ്ങനെ അവസാനിക്കുന്ന സമയത്ത്, ഇപ്പോൾ നമ്മളിപ്പോഴും പഠിക്കുന്ന ഇരിക്കുന്ന സമയത്ത് എന്തിനാണ് ഇത്രയും സ്ട്രെസ് ചെയ്യുന്നത്? നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മിററിൻ്റെ മുന്നിൽ പോയി നിൽക്കുക. ജസ്റ്റ് തിങ്ക് ലൈക്ക് ആ ഒരു എക്സാം കഴിഞ്ഞ് ഒരു 630, 650 മാർക്ക് കൂടുതൽ സ്കോർ ചെയ്ത് നിങ്ങൾ കോൺഫിഡൻ്റ് ആയിട്ട് ഇറങ്ങിയവരാണ്. എന്നിട്ട് അച്ഛനോട് അമ്മയോട് കൈപിടിച്ച് പറയാണ്, എൻ്റെ ഒരു വർഷത്തെ കഷ്ടപ്പാട് ഇവിടെ അവസാനിച്ചു, അമ്മയും അച്ഛനും പേടിക്കേണ്ട, എനിക്കൊരു MBBS സീറ്റ് കിട്ടി. കാരണം നിങ്ങൾക്കറിയാം 650 മാർക്ക് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ MBBS സീറ്റ് ഷുവർ. അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും, അല്ലെങ്കിൽ യു ക്യാൻ ജസ്റ്റ് ലൈക്ക് പാറ്റ് യുവർ സെൽഫ് ആൻഡ് സേ ഐ എം പ്രൗഡ് ഓഫ് യു. കാരണം നമ്മൾ ചെയ്യുന്ന വർക്ക്സിൻ്റെ ഒരു എൻഡ് റിസൾട്ടിലേക്ക് നമ്മൾ എത്തുകയാണ് അല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടാവും. ഞാൻ പറയുന്നില്ല ലൈക്ക് ജേർണി വിൽ ബി ഈസി. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും, ഒരുപാട് സമയം ഒറ്റയ്ക്കിരുന്ന് കരങ്ങിയ സമയം ഉണ്ടാവും, ഒരുപാട് പേടിച്ചിരുന്ന സമയം ഉണ്ടാവും. ബട്ട് യു നോ വെൻ യു ലുക്ക് ബാക്ക് ഇൻ ടൈം, ഇപ്പോൾ എന്നെ നോക്കുമ്പോൾ ഐ ആം ഇൻ ദി ഫൈനൽ ഇയർ അല്ലേ. ആൻഡ് വെൻ ഐ ലുക്ക് ബാക്ക്, ഞാൻ 2018 എഴുതിയ സമയത്ത് ഐ ജസ്റ്റ് താങ്ക് മൈ സെൽഫ് ഫോർ നോട്ട് ഗിവിങ് അപ്പ്. കാരണം അന്ന് വിട്ടുകൊടുത്തിരുന്നെങ്കിൽ, അല്ലെങ്കിൽ അന്ന് എല്ലാ കുട്ടികളും ഡിഗ്രിക്ക് ചേർന്ന സമയത്ത് അതുപോലെ ഇരുന്ന് ചേർന്നെങ്കിൽ എനിക്കൊരിക്കലും നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരിക്കാനോ നിങ്ങൾക്ക് കിട്ടുമെന്ന് പറയാനോ കഴിയില്ല. കാരണം ഐ വിൽ ബി എ ലൂസർ അല്ലേ. എനിക്ക് കിട്ടാത്തൊരു കാര്യത്തിനെ കുറിച്ച് ഞാൻ ഒരിക്കലും കമൻറ്റ് ചെയ്യില്ല. കാരണം ഇറ്റ്സ് നത്തിങ് ഈസ് പോസിബിൾ അല്ലേ.
ഇഫ് യു ഡിൻ അക്കംപ്ലിഷ്. നമുക്ക് കിട്ടാത്തൊരു സാധനത്തെക്കുറിച്ച് നമുക്ക് ഒരിക്കലും ഒരാളോട് പറയാൻ പറ്റില്ല. ബട്ട് ജസ്റ്റ് റിയലൈസ് ദിസ് ഫാക്ട്. കിട്ടിക്കഴിഞ്ഞാൽ ദ ലൈഫ് ഇസ് എ ന്യൂ ലൈഫ് അല്ലേ. അപ്പോൾ ഒരുപാട് പേര് മെസ്സേജ് ചെയ്യാറുണ്ട്, സർ ഒരുപാട് പഠിക്കുന്നുണ്ട്, ഞാൻ ഒരു വർഷമായിട്ട് പഠിക്കുന്നതാണ്, പക്ഷെ എന്തോ മാർക്ക് കിട്ടുന്നില്ല. പഠിക്കുമ്പോൾ എല്ലാം ഓർമ്മ കിട്ടുന്നുണ്ട്, എഴുതുന്ന സമയത്തൊക്കെ എന്താ അറിയില്ല, ഒന്നും അങ്ങ് ശരിയാവുന്നില്ല അല്ലേ നമ്മൾ പറയുന്ന പോലെ. ബട്ട് അതിനും ഉള്ള മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്കിപ്പോൾ വിശ്വാസമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ അറിയാം, വി ഓൾ ബിലീവ് ദാറ്റ് ദർ ഇസ് എ പവർ ഇൻ ദി വേൾഡ് അല്ലേ. നമ്മുടെ യൂണിവേഴ്സൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരാൾ, എവിടെയോ ഒരാൾ അവിടെ ഇരിക്കുന്നുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം എന്താ അറിയോ, നമ്മളൊരു കാര്യം വല്ലാണ്ട് ആശിച്ച് നമ്മൾ അതിന് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ തേടിയെത്തും. അത് നമ്മൾ വിചാരിച്ച സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ കാര്യം. ഇപ്പോൾ എൻ്റെ കൂടെയൊക്കെ റിപ്പീറ്റ് ചെയ്ത സമയത്ത് ഒരു തവണ പോലും 450 400 ക്രോസ് ചെയ്യാത്ത കുട്ടികളൊക്കെ നീറ്റ് കഴിഞ്ഞ് സന്തോഷത്തോടെ വന്ന 600 മാർക്കിൽ കൂടുതൽ വാങ്ങി ഒരു സീറ്റും കിട്ടില്ല എന്ന് വിചാരിച്ച ആൾക്കാർ ആലപ്പുഴ അല്ലെങ്കിൽ കോട്ടയം, ഒന്ന് രണ്ട് ആൾക്കാർ കോഴിക്കോട് അടക്കം വന്നിരിക്കുന്നുണ്ട്. ഞാനത് പറയുന്നത് എന്താ അറിയോ, നിങ്ങൾക്ക് കൊടുക്കുന്ന, കാരണം ഓരോ കുട്ടികൾക്കും അവരുടെ ഒരു മാക്സിമം ഉണ്ട്. അത് ആ കുട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള റിസൾട്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കും. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ. സോ നിങ്ങളൊരിക്കലും അങ്ങനെ എന്താ പറയുക, ഇതെല്ലാം കഷ്ടപ്പെട്ട് നേടേണ്ട കാര്യങ്ങളാണ്, അല്ല, ഇതൊന്നും കഷ്ടപ്പാടല്ല, ഇതെല്ലാം ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ്. ഓക്കെ, ഇപ്പം നാളെ നമുക്ക് തിരിച്ച് ഇപ്പം നിങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എന്നെപ്പോലെ ഒരു ദിവസം വന്നിരുന്ന് സംസാരിക്കണമെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി ഹാവ് സംതിങ് ടു സേ അല്ലേ. ഇപ്പം എന്നോട് പറയുമ്പോൾ ഞാൻ പറയുന്ന കാര്യം, വെൻ ഐ വാസ് റിപ്പീറ്റിംഗ്, ഞാൻ ആകെ 3 ദിവസം ഒരു വർഷത്തിൽ എൻ്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. ആൻഡ് ഫോർ മീ ദാറ്റ് വാസ് എൻ അച്ചീവ്മെൻറ്റ് അല്ലേ. ഇപ്പം ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. ബാക്കി എല്ലാവരും വീട്ടിൽ പോകുമ്പോൾ ആകാശം പോകുന്നില്ല ചോദിക്കുമ്പോൾ കുഴപ്പമില്ല, കാരണം ഇനിയിപ്പോൾ വീട്ടിൽ നമ്മൾ 14-18 വർഷം ഉണ്ടായിരുന്നതാണ്, ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിലേക്ക് തന്നെയാണ് പോകുന്നത്. സോ വൈ ഡോണ്ട് യു ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് ആൻഡ് ഡു സംതിങ് വിച്ച് അതേഴ്സ് ഡോണ്ട് ഡു അല്ലേ. ആൻഡ് ദാറ്റ് ഈസ് വെയർ യു മേക്ക് എ ചേഞ്ച്, റൈറ്റ്. അപ്പോൾ എല്ലാവരും, ഇവിടെ ക്ലാസ് കേട്ടിരിക്കുന്ന എല്ലാവരും, അതുപോലെ തന്നെ ഇപ്പോൾ എല്ലാവരും കുറച്ച് പേര് ലൈവ് വന്ന് ഇറങ്ങി പോകുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ ചെയ്യുന്നത് ആക്ച്വലി നിങ്ങൾക്ക് വേണ്ടി. കാരണം ലൈക്ക് ഡോപ്പ ഡസൻ നീഡ് ടു ഡു എനി ഓഫ് ദിസ്. ഇപ്പോൾ എനിക്ക് ഇവിടെ വന്ന് ഇരിക്കേണ്ട ആവശ്യമില്ല, ദിസ് ഇസ് ഓൾ ഫ്രീ ഫോർ യു. ബട്ട് ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് പൈസയുടെ ബുദ്ധിമുട്ടുണ്ട് എന്തെങ്കിലും ആയാലും ഒരു കുട്ടിക്ക് ഈ ക്ലാസ് ഹെൽപ്ഫുൾ ആയാൽ, ആൻഡ് ദാറ്റ് ഇസ് ഇനഫ് ഫോർ മീ. ആൻഡ് ഐ ആം ഷുവർ എനിക്ക് കിട്ടുന്ന മെസ്സേജസ് വെച്ച് ഒരുപാട് പേര് ഇതാവുന്നുണ്ട്. എന്നെ ഒരുപാട് പേർക്ക് പ്രോപ്പർലി റിപ്ലൈ ചെയ്യാൻ പറ്റാറില്ല. മെയിൻ തിങ് അറിയില്ല, ഫൈനൽ ഇയർ ആണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള സ്റ്റഡീസ് ഇഷ്ടംപോലെ ഒരു സൈഡിലുണ്ട്, ടോപ്പ. പിന്നെ എൻ്റെ കുട്ടികളുണ്ട് റിപ്പീറ്റേഴ്സ്, അപ്പോൾ അവരെ നോക്കണം. അപ്പോൾ എല്ലാം കൂടി ആയിട്ട് എല്ലാം കൂടെ സിങ്ക് ആവാഞ്ഞിട്ടാണ്. എങ്കിലും ഞാൻ ഇപ്പം ചാറ്റിൽ വരുമ്പോൾ എല്ലാവരോടും റിപ്ലൈ കൊടുക്കാറുണ്ട്, എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാറുണ്ട്. ഞാൻ ആരെയും അങ്ങനെ ഒഴിവാക്കാറില്ല. ഓക്കെ, ലൈക്ക് നല്ല ക്വസ്റ്റ്യൻ, സെൻസിബിൾ ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ എല്ലാം റിപ്ലൈ കൊടുക്കാറുണ്ട്. അപ്പോൾ ജസ്റ്റ് മനസ്സിലാക്കാം, നിങ്ങൾ ഈ ചെയ്യുന്നതൊക്കെ അല്ല, എല്ലാം നിങ്ങൾക്കുള്ളതാണ്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ബാക്കിയുള്ളവരിൽ നിന്ന് ഡിഫറെൻ്റ് ആവാൻ വേണ്ടി നിങ്ങൾ ചെയ്യുന്ന കാര്യമാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാവരും, അതായത് ഇപ്പോൾ ഈ 65 പേര് കാണുമ്പോൾ അതിൽ ഒരാൾ എക്സിറ്റ് ആയി പോയി കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ദേ ഡോണ്ട് ഡിസേർവ് ഇറ്റ് അല്ലേ, അവർക്ക് വേണ്ട, അങ്ങനെയുള്ളവരാണ് മാറിപ്പോകുന്നത്. അപ്പോൾ ഞാനതിപ്പോൾ എൻ്റെ ക്ലാസ് കേൾക്കണമെന്നല്ല പറയുന്നത്, ബട്ട് നമുക്ക് ഇരിക്കണം. അപ്പോൾ ചില ആൾക്കാർ എല്ലാ ദിവസവും എൻ്റെ ക്ലാസ്സിൽ വരുന്നുണ്ട്, ചില ക്ലാസ് ഭയങ്കര ഞാൻ ചിലപ്പോൾ അങ്ങനെ ഓഫായിട്ട് വന്നിട്ടില്ല, എങ്കിലും അതെല്ലാം കേൾക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ലൈക്ക് all of your hard work will definitely pay off. ഓക്കെ, ആൻഡ് ഐ എം ഷുവർ ഈ ഒരു നീറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ ഈ കാണുന്ന 68-70 പേര് എവ്രി വൺ വിൽ ബി ഹാവിങ് ഗുഡ് സ്മൈൽ ഇൻ യുവർ ഫേസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ അത് പഠിക്കുക. എപ്പോൾ കിടക്കാൻ പോകുമ്പോൾ ഇനി ആകെ സൺഡേ അല്ലേ, സൺഡേ എന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ രസം. സൺഡേ എന്ന് പറഞ്ഞാൽ അധിക ദിവസമൊന്നും ഇല്ല. ഇതിപ്പോൾ ട്യൂസ്ഡേ ആണെങ്കിൽ വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ. ഞാൻ നാളെ വന്നു കഴിഞ്ഞാൽ ഐ വിൽ ബി സേയിങ് എ ബൈ ടു യു അല്ലേ. പിന്നെ ആകാശ് സാർ അവിടെ പോയി ചോദിക്കേണ്ടി വരും. അപ്പോൾ ദാറ്റ്സ് ദ തിങ്. അപ്പോൾ നമ്മൾ പഠിക്കുന്ന മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. MBBS കഴിഞ്ഞാൽ പിന്നെ വേറൊരു കോഴ്സ് പഠിച്ചാലാണ് ഒരു നല്ല സാലറി കിട്ടുക. അപ്പോൾ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു പോസ്റ്റ് നീറ്റ് അങ്ങ് കഴിഞ്ഞ് ലൈഫ് ആഫ്റ്റർ MBBS നമുക്കൊരു എക്സ്റ്റെൻസീവ് ആയിട്ടൊരു കോഴ്സ് അപ്പോൾ തന്നെ ചെയ്യണം. ഓക്കെ, സോ ഐ ജസ്റ്റ് വാണ്ട് ടു ടെൽ ദിസ്. എല്ലാപ്പോഴും പറയുന്നതാണ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു റിപ്പീറ്റ് ഇറ്റ്. എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദർ ഇസ് നോ ഗിവിങ് ബാക്ക്. ഓക്കെ, like once you start, ഇപ്പോൾ there is a good call, like എന്താ പറയുക, once you start loving someone you can never stop loving them എന്നൊക്കെ പറയുന്ന പോലെ, once you make sure, അല്ലെങ്കിൽ once you believe or once you think you need to achieve it, there is no going back.
യു വിൽ അച്ചീവ് ഇറ്റ്. ഇപ്പം നമ്മൾ റിപ്പീറ്റ് തുടങ്ങുമ്പോൾ നേടിയെടുക്കണം എന്ന് പറയുന്നതിലല്ല കാര്യം, നേടുന്നതിലാണ് കാര്യം. ഓക്കെ, അപ്പോൾ എല്ലാവരും പറയും, എനിക്ക് ഒരുപാട് പേര് മെസ്സേജ് അയക്കും, സാർ എനിക്ക് എയിംസ് ഡൽഹിയിൽ സീറ്റ് കിട്ടണം, ഞാൻ എന്തൊക്കെ ചെയ്യണം? അങ്ങനെയല്ല, നീറ്റ് കിട്ടണം, പക്ഷെ അത് കിട്ടിയിരിക്കണം. ഓക്കെ, കിട്ടണം എന്നില്ലല്ല, കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട്, എനിക്ക് ആരും കിട്ടിയിരിക്കണം എന്ന് പറഞ്ഞ മെസ്സേജ് കിട്ടണം എന്നാണ് പറയുന്നത്. ആഗ്രഹമുണ്ട്, ആഗ്രഹങ്ങളല്ല, ആഗ്രഹങ്ങൾ ശരിയാണ്, ബട്ട് ആഗ്രഹങ്ങളിലുപരി നമ്മൾ അവിടെ എത്തിക്കാനുള്ള നമ്മുടെ ഒരു കോൺഫിഡൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ ഇരിക്കുന്ന എല്ലാവരും മാക്സിമം, ഞാൻ പറയില്ല, ഇപ്പം നിങ്ങളിപ്പോൾ ലൈവിൽ നിന്ന് ഇറങ്ങിപ്പോയി, നിങ്ങളപ്പുറത്ത് മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒരു യൂട്യൂബ് ചാനൽ കാണുമായിരിക്കും, ഇവിടെ ബാക്കിയുള്ള 65 പേര് ഇരുന്നിട്ട് നിങ്ങളുടെ പഠിക്കുകയായിരിക്കും. സോ ഇറ്റ്സ് ടോട്ടലി അപ് ടു യു, നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, ഇറ്റ്സ് ടോട്ടലി അപ് ടു യു. സോ അത്രയാണ് പറയാൻ വെച്ചത്. ബട്ട് വി ലൂസ് അനദർ 5 to 10 minutes. നമുക്ക് again we have to learn, അല്ലേ, നമുക്ക് പഠിക്കാനുണ്ട്. ലെറ്റ്സ് ഗോ ബാക്ക് ടു ഇറ്റ്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ളത് റെസിസ്റ്റൻസിനെ കുറിച്ചാണ്. കമ്മിങ് ബാക്ക് ടു റെസിസ്റ്റൻസ്, നമുക്കറിയാം റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എനി സബ്സ്റ്റൻസ് വിച്ച് ഓഫർ എ റെസിസ്റ്റൻസ് ടു ഫ്ലോ ഓഫ് കറണ്ട്, അല്ലേ, നമ്മുടെ കറണ്ട് മൂവ് ചെയ്യുന്നത്. ഞാൻ അപ്പോൾ അത്ര പെട്ടെന്ന് ഭയങ്കര സ്പീഡ് സംസാരിച്ചിട്ട് സ്പീഡൊന്ന് കുറഞ്ഞിട്ടുണ്ട്, ഞാൻ വിചാരിച്ചൊരു സ്പേസിലേക്ക് എത്തും. ഇനി കുറച്ച് നേരം നമ്മൾ ഒന്ന് സ്ലോ പേസിലായിരിക്കും, ബട്ട് സ്റ്റിൽ ഞാൻ മാക്സിമം സ്പീഡാക്കാൻ നോക്കാം. അപ്പോൾ റെസിസ്റ്റൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ റെസിസ്റ്റൻസ് നമുക്ക് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം, ഇങ്ങനെ. ഓക്കെ, അങ്ങനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ R is equal to R1 plus R2 plus R3 plus etc plus Rn ആയിരിക്കും. ആൻഡ് V is equal to V1 plus V2 plus etc plus Vn ആയിരിക്കും. ഓക്കെ ആണല്ലോ, അതാണ് ആറും വിയും എന്ന് പറയുന്നത്. ആൻഡ് V1 എന്ന് പറയുന്നത് IR1 ആയിരിക്കും, V2 എന്ന് പറയുന്നത് IR2 ആയിരിക്കും, V3 എന്ന് പറയുന്നത് IR3 ആയിരിക്കും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. അടുത്താണ് സീരീസ് കോമ്പിനേഷൻ. അടുത്തത് പഠിക്കാനുള്ളത് പാരലൽ കോമ്പിനേഷനാണ്. ഓക്കെ, അടുത്ത് പഠിക്കാനുള്ളത് പാരലൽ കോമ്പിനേഷനാണ്. അതിനകത്ത് എഗെയിൻ R1 R2 R3 ഇവിടെ കറണ്ട് സ്പ്ലിറ്റ് ചെയ്യും അല്ലേ, I1 I2 ആൻഡ് I3 I1 I2 ആൻഡ് I3. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ ദാറ്റ് ഇസ് I1 I2 ആൻഡ് I3. സോ അവിടെ 1/R is equal to 1/R1 plus 1/R2. നിങ്ങൾക്ക് ഇതൊക്കെ അറിയാം, പക്ഷേ നിങ്ങൾ എഴുതിക്കോളൂ. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. അപ്പോൾ രണ്ട് റെസിസ്റ്റൻസ് ആണെങ്കിൽ ദാറ്റ് ഇസ് R1 R2 ബൈ R1 പ്ലസ് R2. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. ഒപ്പം തന്നെ ലെറ്റ് മീ ജസ്റ്റ് ടെൽ യു സംതിങ് അബൌട്ട് ക്യൂബ്. ഓക്കെ, ക്യൂബ് ഒരു സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യമായിരുന്നു അല്ലേ. ഞാനൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് സർക്യൂട്ട്സ് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കാറുള്ളതാണ്, ബട്ട് ഇപ്പോൾ സമയമല്ല. ക്യൂബ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, ഇങ്ങനെ വരയ്ക്കാൻ ബുദ്ധിമുട്ടാണ്. ഇങ്ങനെ 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 ക്യൂബ് വെച്ച് നമ്മളത് മൊത്തം കൺസ്ട്രക്ട് ചെയ്തെടുക്കണം. ഓക്കെ, ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത് ഈ സാധനം. ഓക്കെ, ഇങ്ങനെ കറണ്ട് കൊടുക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, റെസിസ്റ്റൻസ് നിയർ അല്ലെങ്കിൽ ബിറ്റ്വീൻ ടു നിയർ കോർണേഴ്സ്. ഞാൻ വരച്ച് കാണിച്ചു തരാം. ഒന്ന് ഈ കളർ കൊടുക്കാം. ഇതാണ് 2 നിയർ കോർണേഴ്സ്. അവർക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് എത്രയെന്ന് ചോദിച്ചാൽ ആൻസർ ഈസ് R is equal to 7/12 R. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ചിലപ്പോൾ കപ്പാസിറ്റൻസ് ചോദിക്കാം. കപ്പാസിറ്റൻസ് ഈസ് 12/7 R. ഓക്കെ ആണല്ലോ, കപ്പാസിറ്റൻസ് ഈസ് 12/7 R. ഇനി അടുത്തത് ഫേസ് ഡയഗണലിന് അക്രോസ്. ഫേസ് ഡയഗണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത കളർ എടുക്കാം. ഇത് ഓക്കെ ആണല്ലോ, അതായത് ഒരു ഫേസിൻ്റെ രണ്ടറ്റം. ഇപ്പം ഇത് അതാണ് ഫേസ് ഡയഗണൽ. ഓക്കെ ആണല്ലോ. സോ സെക്കൻഡ് ഈസ് ഫേസ് ഡയഗണൽ. അത് R is equal to 3/4 R, അഥവാ C is equal to 4C/3. ഓക്കെ ആണല്ലോ, 3/4 R. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അതാണ് ഫേസ് ഡയഗണൽ. അടുത്തത് എക്രോസ് മെയിൻ ഡയഗണൽ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, ഇങ്ങനെ കണ്ടോ, രണ്ട് എക്സ്ട്രീം ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കുക. ഇങ്ങനെ ഓക്കെ ആണല്ലോ. അങ്ങനെ രണ്ട് മെയിൻ ഓപ്പോസിറ്റ് ഡയഗണലാണെങ്കിൽ R is equal to 5/6. ഇത് പറ്റി ഓക്കെ
R is equal to 5/6R. അതുപോലെ തന്നെ C is equal to 6 second. C is equal to 6C/5. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് ദി ക്യൂബ്. ഓക്കെ, സോ ക്യൂബ് നിങ്ങൾ മറന്നു വരുന്ന മക്കളെ 3 ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഒന്നെങ്കിൽ നിയർ കോർണേഴ്സ്, അല്ലെങ്കിൽ ഫേസ് ഡയഗണൽ, അല്ലെങ്കിൽ മെയിൻസ് ഡയഗണൽ. അപ്പോൾ ജസ്റ്റ് നിയർ കോർണേഴ്സ് എന്ന് പറഞ്ഞാൽ എത്രയാ? ഇതാണ് കേട്ടോ. ഇതാണ് ബിറ്റ്വീൻ 2 കോർണേഴ്സ്, ഇതാണ് ഫേസ് കോർണർ, ഇതാണ് മെയിൻ ഡയഗണൽ. ഓക്കെ ആണല്ലോ, 3 കേസ്. അത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അധികം പഠിച്ച് നിങ്ങളെ ചടപ്പിക്കുന്നില്ല. ഓക്കെ ആണല്ലോ. വി ആർ മൂവിങ് ടു കിർച്ചോഫ് ലോ അല്ലേ. കിർച്ചോഫ് സാർ 2 ലോ ആണ് നിങ്ങൾക്ക് വേണ്ടി എന്നോട് പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം ജംഗ്ഷൻ റൂൾ. ഒന്നാമത്തേത് ജംഗ്ഷൻ റൂളാണ്. രണ്ടാമത്തത് ലൂപ്പ് റൂളാണ്. ഓക്കെ ആണല്ലോ. ഒന്നാമത്തെ ജംഗ്ഷൻ റൂളാണ്, രണ്ടാമത്തത് ലൂപ്പ് റൂളാണ്. ഓക്കെ, ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വന്ന കറണ്ട് I എന്ന് പറഞ്ഞൊരു കറണ്ട് വന്നാൽ അത് I1 I2 ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. എങ്കിൽ I is equal to I1 plus I2. ഓക്കെ ആണല്ലോ, I is equal to I1 plus I2. ഓക്കെ ആണല്ലോ. അടുത്തത് ലൂപ്പ് റൂളാണ്. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ഒരു റെസിസ്റ്റൻസ് ഉണ്ട്, ഒരു പൊട്ടൻഷ്യൽ ഡിഫറൻസ് കൊടുത്തു, ഇതിലൂടെ കറണ്ട് I ഫ്ലോ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ V മൈനസ് IR is equal to 0. ഒരു സൈഡിൽ, അതായത് ഒരു പൊട്ടൻഷ്യൽ കൊടുത്താൽ അത് എല്ലാത്തിലും ആയിട്ട് ഈക്വൽ ആയിട്ട് ഡ്രോപ്പ് ചെയ്ത് പോകും. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ലൂപ്പ് റൂൾ എന്ന് വിളിക്കുന്നത്. സോ ദാറ്റ് ഇസ് നോൺ ആസ് ലൂപ്പ് റൂൾ. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. അങ്ങനെ കിർച്ചോഫ് ലോ പഠിച്ചു. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു സെൽസ്. ഓക്കെ ആണല്ലോ. അടുത്ത് സെൽസിനെ കുറിച്ചാണ്. ആദ്യം പറയേണ്ടത് EMFിനെ കുറിച്ചാണ്. എന്താ EMF എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടെർമിനൽസ് ഓഫ് എ പ്രാക്ടിക്കൽ സെൽ. ഓക്കെ ആണല്ലോ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ടെർമിനൽസ് ഓഫ് എ പ്രാക്ടിക്കൽ സെൽ. ഓക്കെ ആണല്ലോ, ഫൈൻ. C ഈക്വൽ ടു 12/7 C. അതെ C ആണ് കേട്ടോ, സോറി, അത് C ആണ്, എല്ലായിടത്തും C തന്നെ വരാം. ഓക്കെ, ഫൈൻ. സോ ദാറ്റ് ഇസ് ഇറ്റ്. ഓക്കെ ആണല്ലോ. ഇനി ഇൻറ്റേർണൽ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ. ഇൻറ്റേർണൽ റെസിസ്റ്റൻസിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയേണ്ട ഒരു മെയിൻ തിയറി ക്വസ്റ്റ്യൻ ഉണ്ട്. 5 ആസ്പെക്റ്റിൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസിൻ്റെ വേരിയേഷൻ അറിയണം. ഒന്നാമത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. എനിക്ക് ഫുൾ എഴുതാൻ മടിയാണ്, അതുകൊണ്ടാണ് പറയുന്നത്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്. ഓക്കെ ആണല്ലോ. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ് കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ അവർ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുള്ള ഡിസ്റ്റൻസ് കൂടുന്തോറും അവർക്കിടയ്ക്കുള്ള റെസിസ്റ്റൻസ് കൂടും. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ്. എന്താ അടുത്തത്? ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ്. അവരുടെ ഏരിയ കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കുറയും. ഓക്കെ ആണല്ലോ. അടുത്ത പഠിക്കേണ്ടത് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഓക്കെ ആണല്ലോ, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. അത് കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ ആണല്ലോ, അത് കൂടിക്കഴിഞ്ഞാൽ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കൂടും. അതുപോലെ തന്നെ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് കുറയും. നാളെ പഠിച്ചാൽ മതി, അതിലൊന്നേ ചോദിക്കുള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇലക്ട്രോഡ്സ്, ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ്, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോഡ്സ്, അതുപോലെ തന്നെ ടെമ്പറേച്ചർ. ഓക്കെ ആണല്ലോ, ടെമ്പറേച്ചർ. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ചേർത്ത് പഠിക്കേണ്ട കാര്യമാണ് സീരീസ് കോമ്പിനേഷൻ ഓഫ് സെൽസ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ സെല്ലിങ്ങനെ കണക്ട് ചെയ്യാണ് അല്ലേ, ഇങ്ങനെ സെല്ല് കണക്ട് ചെയ്യാണ്. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻ ഡയഗ്രാം ഒന്നും വരയ്ക്കുന്നില്ല, ഇക്വേഷനിലേക്ക് പോവാം. വാട്ട് ഈസ് ദ നെറ്റ് ഇക്വലൻറ്റ്? ഈസ് ഈക്വൽ ടു നമ്മൾ പറയുന്ന പോലെ തന്നെ E1 പ്ലസ് E2 പ്ലസ് E3 പ്ലസ് എക്സെട്ര, അങ്ങനെ അങ്ങ് പോവും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ അതാണ് ഈ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് ഈസ് R ഇക്വലൻറ്റ്? R1 പ്ലസ് R2 പ്ലസ് എക്സെട്ര, അതിനെയാണ് നമ്മൾ R ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ കറണ്ട്? I ഈസ് ഈക്വൽ ടു ദാറ്റ് ഈസ് സിഗ്മ ടോട്ടൽ. നിങ്ങൾക്ക് കിട്ടിയ സാധനം എല്ലാം കൂടെ കൂട്ടുക, ഡിവൈഡഡ് ബൈ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് പ്ലസ് ടോട്ടൽ റെസിസ്റ്റൻസ്. ഓക്കെ ആണല്ലോ, അതിനെയാണ് നമ്മൾ ടോട്ടൽ കറണ്ട് ആയിട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ. സപ്പോസ് ഒരു സർക്യൂട്ടിൽ എല്ലാ സെൽസിൻ്റെയും EMF E ആണെന്ന് വിചാരിക്കുക, ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അതിലെ കറണ്ട് NE/NR പ്ലസ് R ആണ് കേട്ടോ. NE/NR പ്ലസ് R, where N is the number of cells connected in series. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഇനി ഇതിനകത്തൊരു 2 കേസ് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിൽ NR എന്ന് പറയുന്നത് ആറിനേക്കാൾ വളരെ കൂടുതലാണെങ്കിൽ I എന്ന് ജസ്റ്റ് E/R എന്ന് എടുത്താൽ മതി. സപ്പോസ് NR ഇസ് വെരി ലെസ് ദാൻ R, അങ്ങനെയാണെങ്കിൽ I ഈസ് ഈക്വൽ ടു NE/R എന്ന് എടുക്കാം. ഓക്കെ ആണല്ലോ, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, ഫൈൻ. ഓക്കെ, അടുത്ത പഠിക്കാനുള്ളത് പാരലൽ കോമ്പിനേഷനാണ്. അറിയാലോ, വരച്ച് കാണിക്കുന്നില്ല.
ഇതാണ് പാരലൽ കോമ്പിനേഷൻ. ഓക്കെ, പാരലൽ കോമ്പിനേഷനിലേക്ക് വരുമ്പോൾ വാട്ട് ഈസ് ഇ ഇക്വലൻറ്റ്? എന്താണ് നെറ്റ് ഇ ഇക്വലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചേ, ദാറ്റ് ഈസ് E1/R1 പ്ലസ് E2/R2 പ്ലസ് എക്സെട്ര അങ്ങനെ പോകുന്നു ബൈ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. ഈ സ്മോൾ ആർ എന്ന് പറയുന്നത് ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആണ് അല്ലേ. ഒരു ബാറ്ററി ഉണ്ടാക്കിയിരിക്കുന്നതിനുള്ള ഒരുപാട് ഇലക്ട്രോലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതെല്ലാം കൂടെ ചേർത്ത് കിട്ടുന്ന അതിൻ്റെ നെറ്റ് റെസിസ്റ്റൻസ് ആണ്. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് ആർ ഇക്വലൻറ്റ്? 1/1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 പ്ലസ് എക്സെട്ര. ഓക്കെ ആണല്ലോ, അതിനാണ് ആർ ഇക്വലൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. ഇനി എഗെയിൻ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് ആർ, ഇ എം എഫ് ഇ എം, ഇവരെ നമ്മൾ പാരലി കൊടുക്കുകയാണ്. ഓക്കെ ആണല്ലോ, അങ്ങനെയാണെങ്കിൽ ആർ ഇക്വലൻ്റ് എന്ന് പറയുന്നത് R/N ആയിരിക്കും, വേർ N ഈസ് ദ നമ്പർ ഓഫ് ഇലക്ട്രോഡ്സ്, നമ്പർ ഓഫ് സെൽസ്, ആൻഡ് I എന്ന് പറയുന്നത് ഇ എം എഫ് ഡിവൈഡഡ് ബൈ R/N പ്ലസ് ആർ. കിട്ടിയോ? R/N പ്ലസ് ആർ. ഓക്കെ ആണല്ലോ, ഇതൊക്കെ മക്കളെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് ആ എൻറ്റയർ ഇക്വേഷൻ നിങ്ങൾക്ക് സം ചെയ്ത് തരുവാണ് കേട്ടോ. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് ആക്കുക. ഓക്കെ ആണല്ലോ, ഫൈൻ. ജംഗ്ഷൻ റൂൾ, കൺസർവേഷൻ ഓഫ് ചാർജ്, കറക്റ്റ് സോനു പറയേണ്ട ഒരു പോയിൻ്റാണ് കേട്ടോ. കിർച്ചോഫ് ലോ AC സർക്യൂട്ട് യൂസ് ചെയ്യാൻ പറ്റുമോ? ആക്ച്വലി പറ്റില്ല. അത് റീസൺ ബീയിങ് നമുക്ക് പോസിറ്റീവ് നെഗറ്റീവ് കൊടുക്കാൻ പറ്റില്ല. AC ഓരോ സൈക്കിൾ കഴിയുമ്പോഴും ഒരു പോസിറ്റീവ് നെഗറ്റീവ് മാറുന്നുണ്ട്, ഓപ്പോസിറ്റ് ആവും, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ, ഗ്രേറ്റ്. പിന്നെ ചില ആൾക്കാർക്ക് ഒരു മിക്സ്ഡ് കോമ്പിനേഷൻ കൂടെ അറിഞ്ഞാൽ നന്നായിരിക്കും എന്ന് അഭിപ്രായമുള്ള കുറച്ച് ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് മിക്സ്ഡിനെ കുറിച്ചുകൂടെ പറഞ്ഞുതരാം. മിക്സ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമല്ല, ആദ്യം സീരീസ് ആയിട്ട് കുറേ ഉണ്ടാവും, അതേപോലെ തന്നെ പാരലി ഉണ്ടാവും. ഓക്കെ ആണല്ലോ, അതിനാണ് സീരീസ് എന്ന് പറയുന്നത്. ആൻഡ് ആർ നെറ്റ് എന്ന് പറയുന്നത് 1/R നെറ്റ് ഈസ് ഈക്വൽ ടു 1/NR പ്ലസ് 1/NR പ്ലസ് എക്സെട്ര പ്ലസ് 1 എത്രയുണ്ടോ ബൈ M ടേൺസ്. ഓക്കെ ആണല്ലോ, M ടേൺസ്. ഓക്കെ, അപ്പോൾ വേറൊന്നുമല്ല എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് മൊത്തം ഇതിൽ എത്ര സെൽസ് ഉണ്ട് അത് N, എത്ര റോസ് ഉണ്ട് അത് M. ഓക്കെ ആണല്ലോ, അങ്ങനെയാണ് ഈ സാധനം വന്നത്. ഓക്കെ ആണല്ലോ, ഗ്രേറ്റ്. സോ M റോസ് ഉണ്ടെന്ന് വിചാരിക്കുക. M റോസ് ഉണ്ടെങ്കിൽ R നെറ്റ് എന്ന് പറയുന്നത് NR/M ആയിരിക്കും. ഓക്കെ ആണല്ലോ, ആർ നെറ്റ് ഉണ്ടെങ്കിൽ ദാറ്റ് വിൽ ബി NR/M. ഓക്കെ ആണല്ലോ, ആൻഡ് ടോട്ടൽ കറണ്ട് എത്രയാണ്? I ഈസ് ഈക്വൽ ടു ഇ നെറ്റ് ബൈ R പ്ലസ് ആർ നെറ്റ്, ഇങ്ങനെയാണ് വരിക. അതിന് NE/R പ്ലസ് NR/M. ഓക്കെ, ഇതാണ് ടോട്ടൽ കറണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതുകൂടെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, സോ അത് കഴിഞ്ഞു. വി ആർ കമ്മിങ് ടു സംതിങ് നോൺ ആസ് വീസ്റ്റൺ ബ്രിഡ്ജ് അല്ലെ. വീസ്റ്റൺ ബ്രിഡ്ജ് വരയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവുമെന്ന് എന്നെ സംശയമാണ്. നമ്മൾ 4 എടുത്തിട്ട് റോംബസ് പോലെയും കൊടുക്കുകയാണ്. അതിൻ്റെ നടുക്കൊരു ഗാൽവനോമീറ്ററിനെ കണക്ട് ചെയ്തു കൊടുത്തു. അപ്പോൾ വീസ്റ്റൺ ബ്രിഡ്ജ് ബാലൻസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? ഇത് P ആണ്, ഇത് Q ആണ്, ഇത് R ആണ്, ഇത് S ആണെങ്കിൽ P/Q R/S ബാലൻസ് ചെയ്തോളും. ഓക്കെ ആണല്ലോ, P/Q R/S ബാലൻസ് ചെയ്തോളും. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇതിനകത്ത് അടുത്ത് പഠിക്കാനുള്ളത് മതി, മീറ്റർ ബ്രിഡ്ജ്. ഓക്കെ ആണല്ലോ, മീറ്റർ ബ്രിഡ്ജ്. അപ്പോൾ അതിനകത്ത് മീറ്റർ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ നമുക്കൊരു എങ്ങനെ മൊത്തത്തിൽ വരയ്ക്കുന്നില്ല, നമുക്കറിയാലോ. ഇവിടെ ഒരു റെസിസ്റ്റൻസ് കൊടുക്കും. ഓക്കെ, ഇവിടെ നമ്മളൊരു വേറൊരു റെസിസ്റ്റർ കൊടുക്കും. നമ്മളിതിനകത്ത് ഇവിടെ ഒരു ഇതിൽ നമുക്ക് ബാലൻസിങ് പോയിന്റ് കിട്ടും, അതിന് 100 - L എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിലിങ്ങനെ കിട്ടി. അങ്ങനെ കിട്ടുകയാണെങ്കിൽ എന്ത് പറ്റും? അങ്ങനെ കിട്ടുകയാണെങ്കിൽ ഇതിനെ P എന്ന് വിളിച്ചു എന്ന് വിചാരിക്കുക, ഇതിനെ S എന്ന് വിളിക്കുകയാണ്. ഓക്കെ, ഇതിനെ P എന്ന് വിളിക്കുക, ഇതിനെ S വിളിക്കുകയാണ്. ഓക്കെ, ഇതിനെ Q എന്ന് വിളിക്കുകയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? P/Q എന്ന് പറയുന്നത് R/S ആയിരിക്കും. ഓക്കെ ആണല്ലോ, ദിസ് ഇംപ്ലൈസ് L/100 - L എന്ന് പറയുന്നത് R/S ആണ്. അഥവാ കണ്ടുപിടിക്കേണ്ട S എന്ന് പറയുന്നത് 100 - L/L × R ആണ്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ. സോ ഇതാണ് മീറ്റർ ബ്രിഡ്ജ് നിങ്ങൾ അറിയേണ്ട ഇക്വേഷൻ. ഓക്കെ, എക്സ്ക്യൂസ് മീ, ആക്ച്വലി നല്ല പനി, എനിക്ക് പനിയുള്ള ഒരുപാട് പേര് ഇറങ്ങിയിട്ടുണ്ടാവും. എൻ്റെ ചുമ മൊത്തത്തിൽ അങ്ങ് പോയിട്ടില്ല കേട്ടോ, അതാണ്. ഓക്കെ, അടുത്ത് പൊട്ടൻഷ്യോമീറ്റർ ആണ്. പൊട്ടൻഷ്യോമീറ്ററിൻ്റെ എക്സ്, അതായത് എന്താ പറയുക, പൊട്ടൻഷ്യൽ ഡ്രോപ്പ് പെർ യൂണിറ്റ് ലെങ്ത് ആണ് അതിൻ്റെ കൺസെപ്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു I × R/L. ഓക്കെ ആണല്ലോ. പൊട്ടൻഷ്യോമീറ്റർ എന്നൊക്കെ ആക്ച്വലി ക്വസ്റ്റ്യൻസ് ഇപ്പോൾ വളരെ കുറവാണ്. ഓക്കെ, സോ അപ്ലിക്കേഷൻസ് ഓഫ് പൊട്ടൻഷ്യോമീറ്റർ എന്ന് പറയുന്നത് ഒന്ന് EMF കമ്പയർ ചെയ്യാൻ അല്ലേ.
EMF കമ്പയർ ചെയ്യാൻ യൂസ് ചെയ്യാം. അതെന്താ E1/E2 എന്ന് പറയുമ്പോൾ L1/L2. മക്കളെ ഇതൊക്കെ ആദ്യമായിട്ട് ഇത് കാണുന്നവനാണെങ്കിൽ ഒരു യൂസും ഇല്ല. നിങ്ങൾ കറണ്ട് ഇലക്ട്രിസിറ്റി കോമ്പി എന്തെങ്കിലും കാണുക, എന്നിട്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ ഇറ്റ് വിൽ മേക്ക് മച്ച് ഈസി കേട്ടോ. എല്ലാം ഇറ്റ് മേക്സ് മോർ സെൻസ്. ഓക്കെ ആണല്ലോ. രണ്ടാമത്തെ കാര്യം ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് കാണാൻ വേണ്ടി യൂസ് ചെയ്യാം. R എന്ന് പറയുന്നത് L1, രണ്ട് ബാലൻസിങ് പോയിന്റ് എടുക്കും അല്ലേ, L1 - L2/L2 × R. ആക്ച്വലി ഈ പൊട്ടൻഷ്യോമീറ്റർ ഇറ്റ് സെൽഫ് ഇസ് എ 2 hour ടോപ്പിക്. പക്ഷേ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, എൻറ്റയർ 12th തീർക്കണം. അടുത്തത് കമ്പാരിസൺ ഓഫ് റെസിസ്റ്റൻസ്. ഓക്കെ, കമ്പാരിസൺ ഓഫ് റെസിസ്റ്റൻസ് ആണ്. R1/R1 + R2 രണ്ട് റെസിസ്റ്റൻസ് കമ്പയർ ചെയ്താൽ അത് L1/L2 ഈക്വൽ ആയിരിക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. അടുത്തത് അമ്മീറ്ററാണ്. ഓക്കെ ആണല്ലോ. അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് അമ്മീറ്റർ, അതുപോലെ തന്നെ വോൾട്ട് മീറ്റർ ആണ്. ഓക്കെ, കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു EMF ബാലൻസിംഗ് ക്വസ്റ്റ്യൻ. യെസ്, ഡെഫിനറ്റ്ലി. ആ പൊട്ടൻഷ്യോമീറ്ററിൽ മെയിൻലി ആപ്ലിക്കേഷൻ അത് E1/E2 = L1/L2 അങ്ങനത്തെ ഇക്വേഷൻസ് ഒക്കെയാണ് കൂടുതൽ ചോദിച്ച് കണ്ടിട്ടുള്ളത്. ബാക്കി ചോദിച്ചിട്ടില്ല എന്നല്ല, കൂടുതൽ കണ്ടിട്ടുള്ളത് ആ ഒരു ടൈപ്പാണ് കേട്ടോ. അതാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് സ്ട്രെസ് ചെയ്തിട്ടുള്ള കാര്യം. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, ജസ്റ്റ് അതൊന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി എന്താണ് അമ്മീറ്റർ? അമ്മീറ്റർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സർക്യൂട്ട് ഉണ്ട്, അതിൽ ഒരു ഗാൽവോമീറ്റർ കണക്ട് ചെയ്യും, അതിന് പാരലായിട്ട് നമ്മളൊരു ഷണ്ട് കൊടുക്കും, അതിനങ്ങ് വിടും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ IG പറഞ്ഞ കറണ്ട് ഒഴുകും, ഇതിലൂടെ IS പറഞ്ഞ കറണ്ട് ഒഴുകും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഒന്നിലൂടെ IG എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകും, മറ്റേലൂടെ IS എന്ന് പറഞ്ഞ കറണ്ട് ഒഴുകും. അങ്ങനെയാണെങ്കിൽ ആ ഷണ്ട് S എന്ന് പറയുന്നത് IG RG / I - IG ആയിരിക്കും. ഓക്കെ ആണല്ലോ. S എന്ന് പറയുന്നത് IG RG / I - IG ആയിരിക്കും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. സോ അതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആദ്യത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയാണ് കാര്യങ്ങളെന്ന് അറിയണം. RG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. RG എന്ന് പറയുന്നത് ഗാൽവനോമീറ്റർ റെസിസ്റ്റൻസ് ആണ്. അതുപോലെ തന്നെ IG എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് ആണ് കേട്ടോ, that can flow through galvanometer. So IG എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിലൂടെ ഒഴുകാൻ കഴിയുന്ന മാക്സിമം കറണ്ട് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. I എന്ന് പറയുന്നത് എന്താ? I എന്ന് പറയുന്നത് മാക്സിമം കറണ്ട് ദാറ്റ് ക്യാൻ ബി മെഷേർഡ് യൂസിങ് ദിസ് അമ്മീറ്റർ. അതായത് ഈ പെർട്ടിക്കുലർ അമ്മീറ്റർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് മെഷർ ചെയ്യാവുന്ന മാക്സിമം കറണ്ടിനാണ് നമ്മൾ I എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ ചോദിക്കാറുണ്ട് ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എത്രയാണ്? ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഓർത്തിരുന്നോ, ഇറ്റ് ഈസ് 0. ഓക്കെ ആണല്ലോ. ഒരു ഐഡിയൽ അമ്മീറ്ററിൻ്റെ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 0 ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. അടുത്തത് ഒരു വോൾട്ട് മീറ്റർ. ഓക്കെ ആണല്ലോ. എന്താണ് ഒരു വോൾട്ട് മീറ്റർ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരു വോൾട്ട് മീറ്റർ കിട്ടാൻ വേണ്ടി നമ്മളൊരു ഹൈ റെസിസ്റ്റൻസ് ഉണ്ട് കണക്ട് ചെയ്ത് കൊടുക്കും. ഓക്കെ ആണല്ലോ. ഒരു ഹൈ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് അക്രോസ് എ സർക്യൂട്ട്. ഓക്കെ ആണല്ലോ, കിട്ടി. അങ്ങനെയാണെങ്കിൽ അതിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് IG എന്ന് പറയുന്നത് V0/RG + R ആണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് വാട്ട് ഈസ് ദി റെസിസ്റ്റൻസ് ഓഫ് ആൻ ഐഡിയൽ വോൾട്ട് മീറ്റർ. ഐഡിയൽ വോൾട്ട് മീറ്റർ റെസിസ്റ്റൻസ് ഇസ് ഇൻഫിനിറ്റി. ഇറ്റ്സ് ഇൻഫിനിറ്റി. മക്കളെ പഠിച്ചോ. ഐഡിയൽ വാട്ട് യു മീൻ ബൈ ഐഡിയൽ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ഒരു ആപ്റ്റായിട്ട് വരുന്ന സാധനം. സോ ദാറ്റ് വിൽ ബി ഇൻഫിനിറ്റി. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, പഠിച്ചല്ലോ, ഫൈൻ. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് അറിയേണ്ടത് റിഗാർഡിങ് ദി പവർ. ഓക്കെ ആണല്ലോ. എന്താണ് നമ്മൾ പവർ എന്ന ടോപ്പിക്കിൽ നമുക്ക് പഠിക്കേണ്ടത്? ഓക്കെ, സോ പവറിലേക്ക് വരുന്ന സമയത്ത് നമുക്കറിയാം പവർ എന്ന് പറയുമ്പോൾ എന്താ? പവർ എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി ദി എനർജി ലിബറേറ്റഡ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ, എനർജി ലിബറേറ്റഡ് പെർ സെക്കൻഡ്. ഓക്കെ ആണല്ലോ. സോ പവർ എന്ന് പറയുന്നത് എന്താണ്? പവർ എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ എത്ര എനർജി ലിബറേറ്റ് ചെയ്യും അതിനാണ് നമ്മൾ പവർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, സോ പവറിന് കുറച്ച് ഇക്വേഷൻസ് ഉണ്ട്. പവർ എന്ന് പറയുന്നത് I² R ആണ്. പവർ എന്ന് പറയുന്നത് I² R ആണ്. അത് എന്തിനോട് ഈക്വലാണ്? VI-നോട് ഈക്വലാണ്. ഓക്കെ ആണല്ലോ. അത് എന്തിനോട് ഈക്വലാണ്? അത് V²/R ഈക്വലാണ്. ഓക്കെ ആണല്ലോ. പവർ എന്ന് പറയുന്നത് I² R ആണ്. അത് VI-നോട് ഈക്വലാണ്. അത് V²/R ഈക്വലാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇനി ഇതിനൊപ്പം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട അടുത്തൊരു കാര്യമാണ് വാട്ട് ഈസ് ദ ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. എന്താണ് അത്? ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട്. ഓക്കെ ആണല്ലോ. ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ട് അത് അതിന് W എന്ന് പറയുന്നത് VI/T. ഒരു T ടൈമിൽ എത്ര കറണ്ട്, എത്ര പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് പോയി എന്നുള്ളതാണ് നിന്നോട് ചോദിക്കുക. ഓക്കെ ആണല്ലോ, VIT.
ദിസ് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ, ഇതെന്ന് പറയുന്നത് എന്തിന് ഈക്വലാണ്? ഐ സ്ക്വയർ ആർ ടിയോട് ഈക്വലാണ്. ദിസ് ഇസ് ആൾസോ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. ദിസ് ഇസ് ഓൾസോ ഈക്വൽ ടു വി സ്ക്വയർ ബൈ ആർ ഇൻറ്റു ടി. അതിനാണ് നമ്മൾ ജൂൾസ് ലോ, അതായത് പി ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ജൂൾസ് ലോ എന്ന് പറയുന്നത്. കിട്ടിയോടാ? മനസ്സിലായോ? എന്താണ് ജൂൾസ് ലോ എന്ന് മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ, സോ ജൂൾസ് ലോ എന്താണെന്ന് മനസ്സിലായല്ലോ. ഗ്രേറ്റ്. സോ ജൂൾസ് ലോ എന്ന് പറയുമ്പോൾ ഇവിടെ എഴുതിയേക്കാം. ജൂൾസ് ലോ എന്താണ് ജൂൾസ് ലോ പറയുക? ജൂൾസ് ലോ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. ഓക്കെ ആണല്ലോ. ജൂൾസ് ലോ എന്ന് പറഞ്ഞാൽ എച്ച് ഇസ് ഈക്വൽ ടു ഐ സ്ക്വയർ ആർ ടി. അതിനാണ് നമ്മൾ ജൂൾസ് ലോ എന്ന് വിളിക്കുന്നത്. സോ ഇത് ജൂളിലാണ് തരിക, ഇത് ജൂളിലാണ് തരിക. ചില സമയത്ത് നിങ്ങളോട് ചോദിക്കും എത്ര കാലോറീസ്, പക്ഷേ ഐ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിരിക്കും, റെസിസ്റ്റൻസ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിരിക്കും, ടെമ്പറേച്ചർ കെൽവിനിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എങ്ങനെയാണ് ഇതിന് കാലോറിയിലേക്ക് മാറ്റാമെന്ന് പേടിക്കേണ്ട. നിങ്ങൾ ജസ്റ്റ് ഐ സ്ക്വയർ ആർ ടി കാണുക, എന്നിട്ട് അതിനെ 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കുക. എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യുക? 4.2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നിനക്ക് ആ വാല്യൂ കാലോറിയിൽ കിട്ടും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. നിങ്ങൾ ഇതെല്ലാം ഞാൻ ഒരുപാട് സ്ഥലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കമ്പൈൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടാവുന്ന ഒരു സിമ്പിൾ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ആക്കിയിട്ടാണ് കൊണ്ടുവന്നിട്ടുള്ളത് കേട്ടോ. സോ ഇതൊന്ന് ലെഫ്റ്റ് അടിക്കുന്നവർക്ക് നിങ്ങൾക്ക് നഷ്ടം, എനിക്ക് അത്രേ പറയാനുള്ളൂ, വേറെ ആർക്കും നഷ്ടമില്ല. എല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ അറിയാമല്ലോ. ഇപ്പോൾ ജൂളിലൊരു സാധനത്തിന് കാലോറി എങ്ങനെയാക്കാം, എല്ലാം ഒരു ലൈനിൽ, അല്ലാണ്ട് ബാക്കി കാണിക്കുന്ന പോലെ ഇങ്ങനെ ഡെറൈവ് ചെയ്ത് ഇന്നത് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. ചില സമയത്ത് കറണ്ട് വേരിയബിൾ ആവാറുണ്ട്. ഓക്കെ, കറണ്ട് വേരിയബിൾ ആവാറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കളിക്കും. അങ്ങനെയാണെങ്കിൽ മനസ്സിലാക്കേണ്ട ടോട്ടൽ എമൗണ്ട് എച്ച് ഇസ് ഈക്വൽ ടു 0 to t. ഓക്കെ ആണല്ലോ, ഐ സ്ക്വയർ ആർ ടി ടി. ഇതാണ് ടോട്ടൽ എമൗണ്ട് ഓഫ് ഹീറ്റ് ലിബറേറ്റഡ്. ഓക്കെ ആണല്ലോ, എച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t ഐ സ്ക്വയർ ആർ ഡി ടി. ഓക്കെ, ഇനി ഇടയ്ക്ക് യൂണിറ്റ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി ഒരുപാട് പേര് പഠിച്ച് മറന്നൊരു കാര്യമാണ്, ജസ്റ്റ് ഓർമ്മിപ്പിക്കുകയാണ്. അതെന്ന് പറയുന്നത് 1 kWh ആണ്. 1 kWh എന്ന് പറഞ്ഞാൽ 1 kWh എന്ന് പറഞ്ഞാൽ 3.6 ഇൻറ്റു 10⁶ ജൂൾസ് ആണ് കേട്ടോ. ദാറ്റ് ഈസ് 3.6 ഇൻറ്റു 10⁶ ജൂൾസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനിയുള്ളൊരു കാര്യം ബൾബിനെ കുറിച്ചാണ്. 2 കോമ്പിനേഷൻ ഓഫ് ബൾബ് അറിയണം. ആദ്യത്തേത് സീരീസ് കോമ്പിനേഷൻ. ഇങ്ങനെ ബൾബ് കണക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ നമ്മൾ ബൾബ് കണക്ട് ചെയ്യുകയാണെങ്കിൽ ദ ടോട്ടൽ പവർ പി ടോട്ടൽ എന്ന് പറയുന്നത് 1/P1 പ്ലസ് 1/P2 പ്ലസ് 1/P3 അങ്ങനെ കൂട്ടിപ്പോയാൽ മതി. ഓക്കെ ആണല്ലോ. അല്ല, ഇവൻ ഇനി പാരലൽ ആണെന്ന് വിചാരിക്കാം. ഇവൻ പാരലൽ ആണെങ്കിൽ എന്ത് പറ്റും? കണ്ടോ, ഇങ്ങനെ കണ്ടോ, ഇങ്ങനെ പാരലായിട്ട് കിടക്കും. ഓക്കെ ആണല്ലോ. അതിൽ പി ടോട്ടൽ എന്ന് പറഞ്ഞാൽ P1 പ്ലസ് P2 പ്ലസ് P3 പ്ലസ് എക്സെട്ര ആയിരിക്കും. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. സോ അതാണ് പാരലൽ കോമ്പിനേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മനസ്സിലായോ? സോ ദാറ്റ് ഈസ് റിഗാർഡിങ് കറണ്ട് ഇലക്ട്രിസിറ്റി. സോ കറണ്ട് ഇലക്ട്രിസിറ്റിയും നമ്മൾ തീർത്തിട്ടുണ്ട്. മനസ്സിലായോടാ? കറണ്ട് ഇലക്ട്രിസിറ്റി എല്ലാവർക്കും മനസ്സിലായോ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. എഗെയിൻ വി ആർ ഓൾമോസ്റ്റ് 1 hour 10 minutes of this session and we have so far completed electrostatic potential, first electric charges and field, electrostatic potential and capacitance, അതുപോലെ തന്നെ കറണ്ട് ഇലക്ട്രിസിറ്റി. 3 ഭീകരമാരെ തീർത്തിട്ടുണ്ട്. നമ്മളിനിപ്പോൾ കപ്പാസിറ്റൻസൂടെ ഞാനങ്ങ് തീർത്ത് തരാം, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ചാപ്റ്ററിലേക്ക് പോകാം. പക്ഷേ ഇത്രയും എടുത്ത് മനസ്സിലായോ? ജസ്റ്റ് പറഞ്ഞേ, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് ഈ സെഷൻ? അതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ബിഫോർ സെയിങ് എനിത്തിങ് എൽസ്, എന്ത് പറയുന്നതിനേക്കാളും മുന്നേ നിങ്ങൾക്ക് ഈ ഒരു മണിക്കൂർ കൊണ്ട് 3 ചാപ്റ്റർ നമ്മൾ പഠിച്ചു അല്ലേ? ആ ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ ഒരു റിവിഷൻ പോലെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഒന്ന് പറയും. എനിക്കറിയില്ല, ഓരോരുത്തർക്കും ഓരോ പേസ് ഓഫ് നോളേജ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളുടെ മാച്ച് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഒരിക്കലും അറിയില്ല. ബട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം പേസ് ഒന്ന്. ബട്ട് എങ്കിൽ പോലും നമുക്ക് ഒരുപാട് കവർ ചെയ്യാൻ പറ്റില്ല. ഞാൻ അങ്ങനെയുള്ളൊരു സ്റ്റോറി ഞാൻ പറയുന്നത് ഒരു മാരത്തോൺ പോലെ ഞാൻ ഒറ്റയ്ക്ക് കഴിയുന്ന പോലെ മാക്സിമം ശ്രമിക്കുകയാണ്. ഓക്കെ, സോ അതിൻ്റേതായിട്ടുള്ള കുറവുകൾ ഉണ്ടാവുമെന്ന് അറിയാം. മനസ്സിലാവുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പറയാം കേട്ടോ. ഓക്കെ, യെസ് കുറച്ച് പേരൊക്കെ റിപ്ലൈ ചെയ്യുന്നുണ്ട്. ഐ ആം സോ ഹാപ്പി. സോ ഈ ലൈവ് നമുക്ക് ഈ ഒരു പേസിൽ പോവുകയാണെങ്കിൽ പ്രോബബ്ലി ഒരു എന്താ പറയുക, ഒരു മണിക്കൂർ ഒരു 1 hour 15 minutes കൂടെ ഞാൻ പറയാം. ഇനി സ്പീഡാവില്ല, ഈ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് ചാപ്റ്റേഴ്സ് തീർക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ എടുത്ത സമയം, ഇപ്പോൾ എത്ര സമയം എടുത്തോ അത്രയും സമയം കൂടി ഇനി വേണം.
റീസൺ ബീങ് നമുക്കിനി കപ്പാസിറ്റൻസ് തീർക്കാനുണ്ട്. മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് മാഗ്നറ്റിക് കറണ്ട്, മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, AC, അതുപോലെ തന്നെ EM വേവ്, ഏതാണ് നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ. ഇത്രയും കാര്യങ്ങളാണുള്ളത്. സോ ഇത്രയും കാര്യങ്ങൾ, അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ അത്രയും പറയും. സോ ആർ യു റെഡി? നമുക്കിനി ഒരു മിക്കവാറും ഇത് 12 ഷാർപ്പ് 12-ന് തീരും. സോ അത് ബുദ്ധിമുട്ടാവുമോ? 12 വരെ എടുത്താൽ ഒരു ഒന്നേക്കാൽ മണിക്കൂറായി. 1.25 മണിക്കൂറോടെ ഉണ്ടാവും. ടോട്ടൽ ഒരു ഡ്യൂറേഷൻ 2.5 മണിക്കൂർ ഉണ്ടാവും ആസ് ഫാർ എസ് എനിക്ക് മനസ്സിലെടുത്തോളം. അപ്പോൾ അതെടുത്താൽ പ്രശ്നമാകുമോ നിങ്ങൾ പറഞ്ഞു? അതോ ഞാൻ സ്പീഡാക്കണോ, പെട്ടെന്ന് തീർത്ത് തരണോ, അതോ കറക്റ്റ് 12 മണിയാകുമ്പോഴേക്കും റയോപ്റ്റിക്സ് ഒക്കെ വൈൻഡ് ചെയ്ത പോലെ തന്നെ വൈൻഡ് അപ്പ് ചെയ്ത് ചെയ്തണോ? ജസ്റ്റ് ഒന്ന് പറയുമോ? ഉള്ളവർ ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് എനിക്ക് കപ്പാസിറ്റൻസിൻ്റെയൊക്കെ സ്പീഡൊന്ന് തീരുമാനിച്ചിട്ട് പോകാനായിരുന്നു. ഓക്കെ, അപ്പോൾ ആരും പറയുന്നില്ല. ഞാൻ എന്തായാലും ഓക്കെ, കുറച്ച് പേര് ഒരു പ്രശ്നമില്ലാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ സെറ്റ് ദി ടൈം, ഗിവ് മീ ദ ടൈം ടിൽ 12. ഓക്കെ, 12 ഷാർപ്പ് 12 എന്നുണ്ടെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ ആണല്ലോ? ടൈം ഇസ് നൗ. ടൈം നിങ്ങൾ നോക്കുക വേണ്ട കേട്ടോ, 10:50 ആണ്. ജസ്റ്റ് 1 hour 15 minutes ആൻഡ് വിൽ ബി ഡൺ വിത്ത് ഓൾ ദ ചാപ്റ്റേഴ്സ്. കപ്പാസിറ്റൻസ് നമുക്കറിയാം. ഒരു പോസിറ്റീവ് പ്ലേറ്റ്, ഒരു നെഗറ്റീവ് പ്ലേറ്റ് വെച്ചാൽ അതിനുള്ളിലേക്ക് നമ്മൾ ചാർജ് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ കൂടും. അങ്ങനെ കൊടുക്കും തോറും അതിൻ്റെ പൊട്ടൻഷ്യൽ, അതായത് കൂടുതൽ ചാർജ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു കോൺസ്റ്റൻ്റാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ആണല്ലോ? എത്ര ചാർജ് അതിന് സ്റ്റോർ ചെയ്യാൻ പറ്റും, അതിൻ്റെ ഒരു ഇതിനാണ് നമ്മൾ കപ്പാസിറ്റൻസ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ C is equal to Q/V ആണെന്ന് നമുക്ക് മനസ്സിലായി. ശരിയാണല്ലോ? ഓക്കെ, അത് മനസ്സിലായി. ഓക്കെ, സോ ഇവൻ്റെ യൂണിറ്റ് പഠിച്ചോ? കപ്പാസിറ്റൻസിൻ്റെ ദി ഡയമെൻഷൻ m⁻⁻1 l⁻⁻2 t⁻⁴ a². അതാണ് കപ്പാസിറ്റൻസിൻ്റെ ഇതാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറഞ്ഞാലല്ലോ. ഓക്കെ, അതിൻ്റെ യൂണിറ്റ് ആവും പറഞ്ഞുതരാം. ഇറ്റ്സ് ഐദർ ഫാരഡ് ആണ് സ്റ്റാൻഡേർഡ്. കുളം പെർ വോൾട്ട് ആയിട്ടും ആൾക്കാർ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ ആണല്ലോ? ഫൈൻ. ടൈം നോട്ട് എ പ്രോബ്ലം. ഓക്കെ ഫൈൻ, നമുക്ക് അതേപോലെ തന്നെ മൂവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് വരയ്ക്കുന്ന സമയത്ത് ഇങ്ങനെയാണ് വരിക എന്നാണ് എല്ലാവരും വിചാരിച്ചത്. ബട്ട് ദർ ഈസ് എൻ എഡ്ജ് എഫക്റ്റ്. മുകളിൽ മാത്രം ഇങ്ങനെയായിരിക്കും ചാർജസ് പോവുക കേട്ടോ. അതൊന്ന് ശ്രദ്ധിക്കണം. ഓക്കെ ആണല്ലോ? ഫൈൻ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു സ്ഫെറിക്കൽ കണ്ടക്ടറിൻ്റെ കപ്പാസിറ്റൻസ് എത്രയാണ്? V is equal to C is equal to 4πε0 εr. C is equal to 4πε0 εr. ഓക്കെ ആണല്ലോ? ഫൈൻ. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിരുന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ഫെറിക്കൽ സാധനം, ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന സാധനമാണ് മക്കൾ, അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോ. ഒരു സാധനം, ഇത് പോസിറ്റീവ് ചാർജാണ്. ഓക്കെ, ഇത് പോസിറ്റീവ് ചാർജാണ്. ഉള്ളിൽ നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഓക്കെ, ആസ് യൂഷ്വൽ ആസ് എക്സ്പെക്റ്റഡ് നെഗറ്റീവ് ചാർജ് ഡെവലപ്പ് ചെയ്തു. ഇത് R1 ആണ്, ഇത് R2 ആണ്. ഓക്കെ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കപ്പാസിറ്റൻസ് എത്രയെന്ന് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. ആൻസർ ഇസ് 4πε0 R1 R2 ഡിവൈഡഡ് ബൈ R1 മൈനസ് R2. ഓക്കെ ആണല്ലോ? അതാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? C is equal to 4πε0 R1 R2 by R1 minus R2. Okay, somebody is here. Neha M is here. So if you don't know, നെഹയൊക്കെ നമ്മുടെ ക്ലാസ്സസിന് സ്ഥിരം വരുന്ന ഒരാളാണ്. സോ ഷീ ഈസ് അഗെയിൻ ലേറ്റ്. റയോപ്റ്റിക്സ് ഷീ മിസ്ഡ് ഇറ്റ്. കമൻറ്റ് സെഷൻ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. സോ ഷീ ഈസ് ഹിയർ. സോ വെൽക്കം. ഡോക്ടർ സഹറ ബ്ലൂമിംഗ് ഫ്ലവർ. ഇതിനകത്ത് ഇതേപോലെ കെമിസ്ട്രി റിവിഷൻ ക്ലാസ് ഉണ്ടാകുമോ? ഹോപ്പ്ഫുള്ളി ഐ തിങ്ക് ഇഫ് ദ ടൈം അലൗസ് ദർ വിൽ ബി. എനിക്കറിയില്ല. ഫിസിക്സ് ഇസ് എനിവേ ഷെഡ്യൂൾഡ് ഫോർ മീ. അപ്പോൾ ഫിസിക്സ് നിങ്ങൾക്ക് 12th മൊത്തം എടുക്കുന്ന ഞാനായിരിക്കും. സോ അത് നമുക്ക് എന്തായാലും എടുത്ത് തീർക്കാം. ബാക്കി നമുക്ക് നോക്കാം. എന്തായാലും ഒരു അപ്ഡേറ്റ് ഉടനെ തന്നെ ഇടാൻ ഞാൻ പറയാം കേട്ടോ. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. ഇനി ചില സമയത്ത് വഴിമാറി ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇടയ്ക്ക് സിലിണ്ടറിക്കൽ കപ്പാസിറ്ററിനെ കുറിച്ച് ചോദിക്കാറുണ്ട്. സിലിണ്ടറിക്കൽ കപ്പാസിറ്റർ വേണമെങ്കിൽ നിങ്ങൾ എഴുതിയെടുത്തോ. C is equal to 2πε0 L by log to the base E R2 by R1 ആണ് കേട്ടോ. ഓക്കെ, സോ സിലിണ്ടർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണല്ലോ സിലിണ്ടർ വരിക. ഇന്നർ റേഡിയസ് R1, ഔട്ടർ റേഡിയസ് R2 കേട്ടോ. അങ്ങനെ ആകുമ്പോഴാണ് അത് വരുന്നത്. ഓക്കെ, ഇനി അടുത്തത് കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് രണ്ട് രീതിയിൽ അല്ലേ. ഒന്ന് സീരീസ് ഉണ്ട്. സീരീസ് ആണെങ്കിൽ എന്ത് പറ്റും നിങ്ങൾക്ക് അറിയാലോ. 1/C = 1/C1 + 1/C2 + എക്സെട്ര.
അടുത്തത് പാരലൽ ആവാം അല്ലേ, അടുത്തത് പാരലൽ ആവാം. പാരലൽ ആണെങ്കിൽ C is equal to C1 plus C2 plus C3 plus etc. ഓക്കെ ആണല്ലോ, അതാണ് നമ്മൾ പാരലൽ കോമ്പിനേഷൻ ആണെങ്കിൽ വരുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. ഇനി അടുത്ത് നമുക്ക് അറിയേണ്ടത് വാട്ട് ഈസ് ദി എനർജി സ്റ്റോർഡ്. ഓക്കെ, അടുത്ത് നമുക്ക് ചോദ്യം വരിക വാട്ട് ഈസ് ദി എനർജി സ്റ്റോർഡ് അല്ലേ, എത്ര എനർജിയാണ് സ്റ്റോർ ചെയ്തത് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ക്വസ്റ്റ്യൻ വരാം. എനർജി സ്റ്റോർഡ് യൂസ് ഈക്വൽ ടു Q²/2C that is equal to half CV², that is equal to half QV. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ U is equal to Q²/2C that is equal to half CV², that is equal to half QV. ഓക്കെ ആണല്ലോ, മനസ്സിലായല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഓക്കെ, ചില സമയത്ത് ഒരു തവണ എന്നോട് കുട്ടി ചോദിച്ചിട്ടുണ്ടായിരുന്നു വാട്ട് ഈസ് ദി കപ്പാസിറ്റൻസ് ഓഫ് എർത്ത്, എർത്തിന് എത്ര കപ്പാസിറ്റി ചെയ്യാൻ പറ്റും, അതായത് 711 മൈക്രോഫാരഡ് കേട്ടോ. സോ ദാറ്റ് ഈസ് ദി ആക്ച്വൽ കപ്പാസിറ്റി ഓഫ് എർത്ത്. ഓക്കെ ആണല്ലോ, അതാണ് എർത്തിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് കണക്ഷനെ കുറിച്ചാണ്. അതായത് നിങ്ങൾക്കറിയാം അല്ലേ, ഒരു പോസിറ്റീവ് ചാർജിനെ ഒരു അടുത്തൊരു സാധനം, ഇതിൻ്റെ C1 Q1 ആണ്, ഇത് C2 Q2 ആണ്, നീ ഇതിനെ കണക്ട് ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ കോമൺ വോൾട്ടേജ് ആഫ്റ്റർ കണക്ഷൻ. ഇത് മിക്കവാറും എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, മാർക്ക് ചെയ്ത് വെച്ചോ. C1 V1 പ്ലസ് C2 V2 ബൈ C1 പ്ലസ് C2. ഓക്കെ ആണല്ലോ, സോ ഇതാണ്. സോ ദിസ് ഇസ് ബേസിക്കലി ഇനി ഹെഡിങ് എഴുതുന്നവർക്ക് ദിസ് ഇസ് കോമൺ പൊട്ടൻഷ്യൽ കേട്ടോ. കോമൺ പൊട്ടൻഷ്യലിനെ കുറിച്ചാണ് പറയുന്നത്. ദാറ്റ് വിൽ ബി C1 V1 പ്ലസ് C2. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആട്ടോ. നിങ്ങൾക്ക് ഇതുവരെ വെച്ചാൽ ഇപ്പോൾ എ സ്ഫിയർ ഓഫ് എന്താണ് കപ്പാസിറ്റൻസ് 10 മൈക്രോഫാരഡ് ഈസ് ബ്രോട്ട് നിയർ അനദർ ഓഫ് 20 മൈക്രോഫാരഡ്, ദേ ആർ കെപ്റ്റ് ഇൻ കോൺടാക്ട് ആൻഡ് റിമൂവ്, വാട്ട് ഇസ് ദ കോമൺ പൊട്ടൻഷ്യൽ, അങ്ങനെയൊക്കെ ചോദിക്കാം. ഓക്കെ, അപ്പോൾ അടുത്തത് ചാർജസ് ആഫ്റ്റർ കണക്ഷൻ. നമ്മളിപ്പോൾ വോൾട്ടേജാണ് പറഞ്ഞത്. വാട്ട് ഹാപ്പൻസ് ടു ചാർജസ് വിച്ച് ഇസ് ആഫ്റ്റർ കണക്ഷൻ, അതായത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചാർജിൽ എന്ത് പറ്റും എന്ന് ഒരാൾ ചോദിച്ചാൽ Q1 is equal to C1V ആയിരിക്കും. അത് C1 ഇൻറ്റു Q1 പ്ലസ് Q2 ഡിവൈഡഡ് ബൈ C1 പ്ലസ് C2. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ഈക്വൽ ടു C1 ബൈ C1 പ്ലസ് C2 ഇൻറ്റു Q. ഓക്കെ, എല്ലാം തരുന്നുണ്ട് കേട്ടോ, നിങ്ങൾക്ക് എല്ലാം തരുന്നുണ്ട്. ആൻഡ് Q2 is equal to C2V ആയിരിക്കും. അത് C2 ഇൻറ്റു Q1 പ്ലസ് Q2 ബൈ C1 പ്ലസ് C2 ആയിരിക്കും. ഓക്കെ ആണല്ലോ, ദിസ് ഇസ് ഈക്വൽ ടു C2 ബൈ C1 പ്ലസ് C2 ഇൻറ്റു Q. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ദിസ് ഇസ് ദി ചാർജസ് ആഫ്റ്റർ കണക്ഷൻ. ഒരു കണക്ഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള ചാർജാണ് ഞാൻ പറയുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഇനി ഇതിന് റേഷ്യോ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. അതായത് രണ്ടെണ്ണം കണക്ഷൻ കഴിഞ്ഞാൽ ആദ്യത്തേൽ Q1 ബാറും രണ്ടാമത്തേൽ Q2 ബാറും ആണെങ്കിൽ ഇതിൻ്റെ റേഷ്യോ എടുക്കാൻ പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട, C1V ബൈ C2V അങ്ങ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഓക്കെ ആണല്ലോ. ഇനി അത് റെസിസ്റ്റൻസ് ആണെങ്കിൽ R1 ബൈ R2. ഓക്കെ ആണല്ലോ. സോ Q1 അതായത് ആഫ്റ്റർ കണക്ഷൻ വാട്ട് വിൽ ബി ദി ചാർജിൻ്റെ റേഷ്യോ വെച്ചാൽ യു ഹാവ് ടു ഡു C1V ബൈ C2V, അതങ്ങ് ചെയ്താൽ ഉത്തരമായി. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ, ഗ്രേറ്റ്. ഓക്കെ, സോ അതെല്ലാം കഴിഞ്ഞു. ഇനി നൗ വി ഹാവ് ടു റിഗാർഡിങ് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ചോദിക്കാറുണ്ട് വാട്ട് ഇസ് ദി ലോസ് ഓഫ് എനർജി കേട്ടോ. ലോസ് ഓഫ് എനർജി, അത് എത്ര എനർജി ലോസ് ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന സമയത്ത്. ആ എനർജിയുടെ ഇക്വേഷൻ ഡെൽറ്റ യൂസ് ഈക്വൽ ടു മൈനസ് ഹാഫ് C1 C2 ബൈ C1 പ്ലസ് C2 V1 മൈനസ് V2 ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, അതാണ് എമൗണ്ട് ഓഫ് എനർജി ലോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. ഓക്കെ, ഇനി അടുത്തൊരു കാര്യം, നമ്മുടെ ഇലക്ട്രിക്, ഇനി നമ്മുടെ കപ്പാസിറ്ററിനെ നമ്മൾ ഒരു ഡൈ ഇലക്ട്രിക് വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ ആണല്ലോ, ആദ്യം നമ്മൾ ഫില്ല് ചെയ്യാൻ പോവാണ്. ഓക്കെ, ഇങ്ങനെ ഒരു സാധനം വെച്ച് ഫില്ല് ചെയ്യാൻ പോവാണ്. ഇതിൻ്റെ തിക്നെസ് T ആണെന്ന് വിചാരിക്കുക, ഇതിൻ്റെ ടോട്ടൽ തിക്നെസ് D ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി C ഈസ് ഈക്വൽ ടു A എപ്സിലോൺ 0 ബൈ D മൈനസ് T ഇൻറ്റു 1 മൈനസ് 1 ബൈ എപ്സിലോൺ R. ഓക്കെ ആണല്ലോ, അതാണ് അതിൻ്റെ ടോട്ടൽ കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, C ഈസ് ഈക്വൽ ടു A എപ്സിലോൺ 0 ബൈ D മൈനസ് T ഇൻറ്റു 1 മൈനസ് 1 ബൈ എപ്സിലോൺ R. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി അടുത്ത കാര്യം, സപ്പോസ് ഇവൻ ഫുൾ പകുതിയാക്കാണ്ട് മൊത്തത്തിൽ ഒക്യുപ്പൈ ചെയ്യാണ്. ഓക്കെ, ഇവൻ ഇപ്പോൾ മൊത്തത്തിൽ ഒക്യുപ്പൈ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. C ഈസ് ഈക്വൽ ടു, അപ്പോഴാണ് A എപ്സിലോൺ 0 എപ്സിലോൺ R ബൈ D എന്ന ഫോർമുലയിലേക്ക് നമ്മൾ എത്തുക. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. ഇനി അടുത്തൊരു കാര്യം, ഇനി നമ്മൾ വെച്ചിട്ടുള്ളത് ഇതുവരെ വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഡൈഇലക്ട്രിക് മീഡിയ ആയിരുന്നു. അത് മാറ്റി നമ്മളൊരു
കണ്ടക്റ്റിംഗ് സ്ലാബ് വയ്ക്കുകയാണെന്ന് വിചാരിക്കുക. അതായത് കറണ്ടൊക്കെ കണ്ടക്ട് ചെയ്യാൻ പറ്റിയ ഒരാളാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇത് വരുന്നത് വെച്ചാൽ സി എന്ന് പറഞ്ഞാൽ എ എപ്സിലോൺ 0/d-t വരിക. കാരണം വേറൊന്നുമല്ല, എപ്സിലോൺ ആർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയാണ് ഫോർ കണ്ടക്ടർ. കാരണം അതിന് എത്ര കറണ്ടിനെ വേണമെങ്കിലും കിടത്തി വിടാൻ കഴിയും. ഓക്കെ ആണല്ലോ. സോ നമ്മൾ അതൊരു കണ്ടക്ടർ വയ്ക്കുകയാണ്. അതായത് ഇങ്ങനത്തെ ഇതേപോലെ തന്നെ കേട്ടോ സെറ്റപ്പ് ഇങ്ങനെ വെക്കുന്നത്. പക്ഷേ നമ്മൾ വെക്കുന്നത് എന്തായിരിക്കും, ഒരു കണ്ടക്ടർ ആയിരിക്കും എന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് നമ്മൾ ഫില്ലിങ് കഴിഞ്ഞു. ഇനി എനിക്ക് പറയാനുള്ളത് ഡിവിഷനാണ് കേട്ടോ. ഇറ്റ്സ് റിഗാർഡിങ് ദി ഡിവിഷൻ. ഡിവിഷൻ എങ്ങനെയൊക്കെ വെക്കാം? ആദ്യത്തെ കാര്യം ഇങ്ങനെ വെച്ചു, ഇങ്ങനെ ഡിവൈഡ് ചെയ്തു, ഇങ്ങനെ ഒരാളുണ്ട്, ഇങ്ങനെ ഒരാളുണ്ട്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് ആദ്യത്തെ ഡിവിഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഡിവിഷൻ ചെയ്യുമ്പോൾ ഇവൻ D1 ഒരു സെക്കൻഡ്, സർഫസ് ഒരുപാട് നേരമായിട്ട് ചൂടാവുന്നതാണ്, ചെറുതായിട്ടൊരു ഹീറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ഇതിൻ്റെ ഡിസ്റ്റൻസ് D1 ആണ്, ഇതിൻ്റെ ഡിസ്റ്റൻസ് D2 ആണ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെ ഡിസ്റ്റൻസ് D1 ആണ്, അടുത്തതിൻ്റെ ഡിസ്റ്റൻസ് D2 ആണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് പറ്റും? ശ്രദ്ധിച്ചേ. അങ്ങനെയാണെങ്കിൽ വാട്ട് ഹാപ്പൻസ് ഇസ് C ഈസ് ഈക്വൽ ടു, പഠിച്ചോളൂ, A എപ്സിലോൺ 0 എപ്സിലോൺ R1 ഇൻറ്റു എപ്സിലോൺ R2 ഡിവൈഡഡ് ബൈ D1 എപ്സിലോൺ R1 പ്ലസ് D2 എപ്സിലോൺ R2. ഓക്കെ ആണല്ലോ. ഇതാണ് കപ്പാസിറ്റൻസ് വരിക. ഓക്കെ ആണല്ലോ. ഇതാണ് കപ്പാസിറ്റൻസ് വരിക. C ഈസ് ഈക്വൽ ടു A എപ്സിലോൺ 0 ഇൻറ്റു എപ്സിലോൺ R1 ഇൻറ്റു എപ്സിലോൺ R2 ഡിവൈഡ് ബൈ D1 എപ്സിലോൺ R1 ബൈ D1 എപ്സിലോൺ R2. ഓക്കെ ആണല്ലോ. സപ്പോസ് D1ഉം D2ഉം ഈക്വൽ ആണ്, അത് D/2 ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്നത് A എപ്സിലോൺ 0/d ഇൻറ്റു 2 എപ്സിലോൺ R1 എപ്സിലോൺ R2 ഡിവൈഡഡ് ബൈ എപ്സിലോൺ R1 പ്ലസ് എപ്സിലോൺ R2 ആയിരിക്കും കേട്ടോ. അത് നിങ്ങൾ ജസ്റ്റ് ഓർത്തിരിക്കുക. ഓക്കെ ആണല്ലോ. ഇനി അത് മാറി, ഡിസ്റ്റൻസ് മാറി. ഇനി ഇത് ഏരിയ ആണെങ്കിലോ ഡിവൈഡ് ചെയ്യുന്ന ഒരാൾ ഇങ്ങനെയും ഒരാൾ ഇങ്ങനെയും ഡിവൈഡ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ. ഓക്കെ, രണ്ട് ഏരിയ ആയിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക, മുകളിലും താഴെയും. അങ്ങനെയാണെങ്കിൽ C എന്ന് പറയുന്നത് എപ്സിലോൺ 0/d ഇൻറ്റു A1 എപ്സിലോൺ R1 പ്ലസ് A2 എപ്സിലോൺ R2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. എപ്സിലോൺ/d ഇൻറ്റു A1 എപ്സിലോൺ R1 പ്ലസ് A2 എപ്സിലോൺ R2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. നേരം എഗെയിൻ സ്പെഷ്യൽ കേസ് A1 ഈക്വൽ ടു A2 എന്ന് പറഞ്ഞാൽ A/2 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ C ഈക്വൽ ടു A എപ്സിലോൺ 0/d ഇൻറ്റു എപ്സിലോൺ R1 പ്ലസ് E എപ്സിലോൺ R2/2 ആയിരിക്കും. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ദി കപ്പാസിറ്റൻസ്. ഓക്കെ ആണല്ലോ. സോ അതാണ് കപ്പാസിറ്ററിനെ കുറിച്ചൊക്കെ അറിയാനുള്ളത്. ഓക്കെ, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആവില്ല, വോൾട്ടേജ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഏതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐ ക്യാൻ ഈസിലി എക്സ്പ്ലെയിൻ. ഓക്കെ, സോ നമ്മളങ്ങനെ കണ്ടോ ഫുൾ ഫോർമുലാസ് ആണ്. നോക്കിയേ, ഇതൊക്കെ നിങ്ങൾ എഴുതിയെടുത്തിട്ടുണ്ടെങ്കിൽ മക്കളെ യു ആർ ഗെറ്റിംഗ് ലൈക്ക് ഇനഫ് ഫോർമുലാസ് കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഇങ്ങനെയൊന്നും പറഞ്ഞുതരാൻ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഐ ജസ്റ്റ് വിഷ് ഐ കുഡ് ഹാവ് ഗോട്ടൺ റിവിഷൻ ലൈക്ക് ദിസ് വെൻ ഐ വാസ്. ബട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾക്ക് കേൾക്കാനും വയ്യ കണ്ടോ. ഇത്രയും നമ്മൾ ഡിസ്കസ് അതിനകത്ത് വി ഹാവ് ലിറ്ററലി ഡിസ്കസ് ദി ഹോൾ ഓഫ് ദി ഫസ്റ്റ് 3 ചാപ്റ്റേഴ്സ് അല്ലേ. ഓക്കെ ആണല്ലോ. സോ ഇത്രയും പഠിച്ചു. ഇറ്റ്സ് 1 hour towards 1 hour 30 minutes. നെവർ മൈൻഡ്, വിൽ ഡു ഇറ്റ്. ഓക്കെ, സോ ഇത്രയും പഠിപ്പിച്ചതൊക്കെ മനസ്സിലാവും. ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എല്ലാവരും ഉറങ്ങിയോ? 11 മണിയില്ല, ഇനി 1 മണിക്കൂറുണ്ട്. ആൻഡ് വി ആർ സപ്പോസ് ടു കംപ്ലീറ്റ് ദി മാഗ്നറ്റിസം ആൻഡ് മാറ്റർ, AC ആൻഡ് EM വേവ്സ്. തീർക്കാവുന്നേ ഉള്ളൂ. ചെറിയ ചാപ്റ്റേഴ്സാണ്, അതുകൊണ്ടാണ് പറഞ്ഞ് തീർക്കാൻ പറ്റും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ദ ബിഗ് ചങ്ക് ഇസ് ഓവർ അല്ലേ. നമ്മളൊരു 1.5 മണിക്കൂർ എടുത്ത് വി ഹാവ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ് ദി ഹോൾ സ്റ്റഫ്. സോ ഇനി നമുക്കുള്ളത് ഒരു മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന ഒരു ചെറിയ ടോപ്പിക്സ് ആണ്. ഓക്കെ, ജസ്റ്റ് എല്ലാവരും ആക്റ്റീവ് ആയിട്ട് എല്ലാവരും ജസ്റ്റ് ഒന്ന് പറഞ്ഞ് എന്തൊക്കെയുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും എന്നോട് ചോദിക്കാണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, ഞാൻ പറഞ്ഞല്ലോ. സോ എനിത്തിങ് ഇസ് ഫൈൻ. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ അത് ചോദിക്കാം. അപ്പോൾ എല്ലാവരും അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തോ? ജസ്റ്റ് പറഞ്ഞാൽ അഡ്മിറ്റ് കാർഡൊക്കെ ഡൗൺലോഡ് ചെയ്തോ? എങ്ങനെയാണ്? എല്ലാവർക്കും വീടിൻ്റെ അടുത്ത് തന്നെയാണോ കിട്ടിയത്? സോ ജസ്റ്റ് നിങ്ങൾ അപ്ഡേറ്റ്സ് ഒക്കെ പറയാം, എങ്ങനെയാണ് അടുത്ത് തന്നെ കിട്ടിയോ? ഐ മീൻ ആയില്ല, ഇനിയിപ്പോൾ ഇന്നിപ്പോൾ 1 മണിക്കൂർ നമ്മൾ ക്ലാസ് നിർത്തുമ്പോഴേക്കും അതൊരു ബുധനാഴ്ചയാവില്ല. അപ്പോൾ ബുധൻ, വ്യാഴം, വെള്ളി, ശനി 4 ദിവസത്തിലേക്ക് നീറ്റ് ചുരുങ്ങാണ്. അപ്പോൾ ശനിയൊന്നും കൂട്ടണ്ട, ശനിയൊക്കെ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ടിരിക്കും. സോ 3 ദിവസം. ഓക്കെ, ഫൈൻ. സോ യെസ്, ഓക്കെ, എല്ലാവരും യെസ് പറയുന്നുണ്ട്. ഞാൻ പറയില്ല, ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി നമ്പർ ഓഫ് വ്യൂവേഴ്സ്. ഒരുപാട് പേരുണ്ടായിട്ട് കാര്യമില്ല. നമുക്ക് ചാറ്റ്സിൽ ഇൻവോൾവ് ആയി കാര്യങ്ങൾക്കൊക്കെ റിപ്ലൈ തരുന്ന, നമ്മളായിട്ട് ഇൻവോൾവ് ചെയ്യുന്ന അതൊരു 5 ആളാണെങ്കിൽ പോലും ഐ വിൽ ബി സോ ഹാപ്പി ടു ടേക്ക് ദി ക്ലാസ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, 10 കിലോമീറ്റർ. ഓക്കെ, കുഴപ്പമില്ല. ദാറ്റ്സ് ലൈക്ക് മീഡിയം ഡിസ്റ്റൻസിലായിട്ട് കവർ. നമുക്ക് അത്യാവശ്യം
ദൂരം പോയി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഡിസ്റ്റൻസിനാണ് 10 കിലോമീറ്റേഴ്സ് എന്നൊക്കെ പറയുന്നത്. യെസ്, ഗ്രേറ്റ്. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു ഇൻട്രൊഡക്ഷൻ പോകുന്നില്ല. ഐ തിങ്ക് കിട്ടി സാർ, കഴിഞ്ഞ വർഷത്തെ സെയിം സെൻറ്ററാണ്, കൊള്ളാലോ. അത് ഒരു നൊസ്റ്റു ഫീലിംഗ് പോലെ ആയിരിക്കും അല്ലേ, അവിടെ തന്നെ പോയി എഴുതി എടുക്കുക എന്നുള്ളത്. ദാറ്റ്സ് എ ഗ്രേറ്റ് തിങ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇടയ്ക്ക് വിശേഷം പറയാം. ലെറ്റ്സ് മൂവ് ഇൻ ടു ദ വേൾഡ് ഓഫ് magnetism or the magnetic effects of current, right? Okay, so magnetic effects of current is basically starting with Biot-Savart's law. എന്താണ് ബയോ-സാവർട്ട്സ് ലോ പറഞ്ഞത്? നമുക്കൊരു കണ്ടക്ടർ ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റ് പി ഉണ്ട്. ഓക്കെ, ഒരു പോയിന്റ് പി ഉണ്ട്. ആ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് r ആണെന്ന് വിചാരിക്കും. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഒരു ചെറിയൊരു ഭാഗം എടുത്തു, അതിൻ്റെ കറണ്ട് IDL ആണെന്ന് കൂടെ എടുക്കാം. ഓക്കെ ആണല്ലോ. ഈ ആംഗിൾ തീറ്റ ആണെന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ബയോട്ട്-സാവർട്ട്സ് ലോ പറഞ്ഞത്? മൂപ്പര പറഞ്ഞത് dB is equal to μ0/4π IDL sin θ by r². ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഫൈൻ. സോ ആ ഭാഗത്തുള്ള ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് B എത്രയാണ് വരിക? μ0/4π QV sin θ by r². അതാണ് വരിക ഇഫ് ഇതിൻ്റെ കേസ് എന്താ ശ്രദ്ധിച്ചേ? ഒരു പോയിൻ്റ് ഉണ്ട്, ആ പോയിന്റിൽ ഒരു V വെലോസിറ്റിയിൽ ഒരു ചാർജ് Q മൂവ് ചെയ്യാണ്. ഓക്കെ ആണല്ലോ, ഒരു V വെലോസിറ്റിയിൽ ഒരു ചാർജ് Q മൂവ് ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഒരു r ഡിസ്റ്റൻസ് അപ്പുറത്ത് ഒരു പോയിന്റ് P ഉണ്ടെങ്കിൽ ആ പോയിന്റിലുള്ള ഈ മാഗ്നറ്റിക് ഫീൽഡാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി എനിക്കിതിൻ്റെ കുറച്ച് കേസസ് പറയാനുണ്ട്. വിത്തൗട്ട് സെയിങ് കേസസ് ഐ കനോട്ട് മൂവ് ഓൺ. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഒരു കറണ്ട് ക്യാരിങ് വയർ. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനൊരു ആംഗിൾ ഉണ്ടാക്കും. ഇങ്ങനെ ഒരു ആംഗിൾ ഉണ്ടാക്കും. രണ്ട് എൻഡ് കിട്ടുമല്ലോ. ഇത് θ1 ആയിരിക്കും, ഇത് θ2 ആയിരിക്കും. അങ്ങനെ രണ്ട് ആംഗിൾ ഉണ്ടാക്കും. അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നത് μ0I/4πd ഇൻറ്റു sin θ1 പ്ലസ് sin θ2 ആണ്. ഓക്കെ ആണല്ലോ. അതാണ് B എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഗ്രേറ്റ്. രണ്ടാമത്തെ കാര്യം ഒരു ഇൻഫിനിറ്റ് വയറാണ്. ഓക്കെ, ഇൻഫിനിറ്റ് പറഞ്ഞാൽ ഇങ്ങനെ കുത്തിട്ട് കാണിക്കുന്നുണ്ട്. സോ ഇൻഫിനിറ്റ് വയറാണെങ്കിൽ B എന്ന് പറയുന്നത് μ0I/2πd ആയിരിക്കും. ഓക്കെ ആണല്ലോ. ദാറ്റ് വിൽ ബി μ0I/2πd. ഓക്കെ, ഗ്രേറ്റ്. ഫൈൻ. ഓക്കെ, r² ആണോ r³ ആണോ? ഏതാണ് r²? ജസ്റ്റ് പറഞ്ഞാൽ ഇതൊക്കെ r² തന്നെയാണല്ലോ. r² തന്നെയാണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി അടുത്ത കാര്യം, അടുത്തത് ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഒരു കറണ്ട് ക്യാരിങ് ആർക്ക് ഉണ്ട്. ഓക്കെ, ആ ആർക്കിൻ്റെ ആംഗിൾ ആൽഫ ആണെങ്കിൽ വാട്ട് ഇസ് ദിസ് വൺ? B0 ഈക്വൽ ടു μ0I/4πr ഇൻറ്റു ആൽഫ. ഓക്കെ ആണല്ലോ. ഇതാണ് എന്ത്? ദിസ് ഇസ് ദ കറണ്ട് ഡ്യൂ ടു ദിസ് ഇസ് ദി ചാർജ് ദിസ് ഇസ് ദ മാഗ്നറ്റിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഗ്രേറ്റ്. ഓക്കെ, ഇനി അടുത്ത കാര്യം, ഒരു കറണ്ട് ക്യാരിങ് ലൂപ്പ് ഉണ്ട്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് സെൻറ്റർ ആണ് പറഞ്ഞത് μ0I/2r. ഓക്കെ ആണല്ലോ. സോ ദ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദി സെൻറ്റർ ഇസ് μ0I/2r. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. അടുത്ത് പഠിക്കാനുള്ളത് ഒരു സെമി സർക്കുലർ ആർക്കാണ്. മക്കളെ ഇതൊന്നും വിട്ടുപോകരുത്, ഉറക്കത്തിൻ്റെ ഇടയിൽ വീണ് പോകരുത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. സോ B0 is equal to μ0I/4r. ഓക്കെ ആണല്ലോ. ഇതാണ് ഒരു സെമി ആർക്കിൻ്റെ വരുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഗ്രേറ്റ്. ഇനി ഒരു ആക്സിയൽ ലൂപ്പാണെന്ന് വിചാരിക്കാം. ഡെക്സും ഇത് R ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ B എന്ന് പറയുന്നത് μ0IR²/2 ഇൻറ്റു r² പ്ലസ് x² ഹോൾ റേസ് ടു 3/2. ഓക്കെ ആണല്ലോ. സോ അതാണ് ഒരു ലൂപ്പിൻ്റെ വരുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഗ്രേറ്റ്. സോ അത്രയും കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ ആണല്ലോ, റിഗാർഡിങ് ഇറ്റ്. സോ ബയോട്ട്-സാവർട്ട്സ് ലോ നമ്മൾ അത്രയും കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. ഫൈൻ. ബയോട്ട്-സാവർട്ട്സ് ലോയിൽ r³ എന്നാണ് പഠിച്ചത്. ബയോട്ട്-സാവർട്ട്സ് ലോയിൽ r³ അല്ലല്ലോ, അത് r² ആണല്ലോ. ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണം, നിങ്ങൾ ക്രോസ് ചെക്ക് ചെയ്യണേ. ഫൈൻ. അപ്പോൾ വി ആർ കമ്മിങ് ടു ദ നെക്സ്റ്റ് പോർഷൻ വിച്ച് ഇസ് ആംപിയേഴ്സ് ലോ. അപ്പോൾ അടുത്ത് നമ്മൾ പഠിക്കാനുള്ള ആംപിയേഴ്സ് ലോ ആണ്. ഓക്കെ, എല്ലാവർക്കും ഉറക്കം വന്നു തോന്നുന്നു, എല്ലാവരും ലൈവ് നിന്ന് എക്സിറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഐ ഡോണ്ട് നോ വെദർ മാഗ്നറ്റിസം മാറ്റർ പഠിച്ചതുകൊണ്ടാണോ എന്താണെന്ന് അറിയില്ല. ബട്ട് ഫൈൻ, ഇരിക്കുന്നവരിരുന്നോളൂ. വിൽ ജസ്റ്റ് കംപ്ലീറ്റ് ദിസ് ചാപ്റ്റർ. അല്ലെ, നമുക്ക് ഇതും കൂടെ വൃത്തിക്ക് അങ്ങ് തീർക്കാം. ഓക്കെ ആണല്ലോ. ഒരു 40 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ 2 ചാപ്റ്റേഴ്സും തീർക്കും. ഓക്കെ ആണല്ലോ. ആംപിയേഴ്സ് ലോ പറഞ്ഞ എന്താണ്? ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl എന്ന് പറയുന്നത്
μ0 I ക്ലോസ്ഡ് ആയിരിക്കും. ഓക്കെ ആണല്ലോ, ഒരു ക്ലോസ് സർഫസ് നമ്മുടെ മറ്റേ കോസസ് തിയറം ഒക്കെ ഉള്ള പോലെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം ടോറോയിഡാണ്. ടോറോയിഡിൻ്റെ കൺസെപ്റ്റ് അറിയാലോ. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ ഇങ്ങനെ വൈൻഡ് ചെയ്ത് വെച്ചൊരു സാധനമാണ് ടോറോയിഡ്. അതിൻ്റെ ബി എന്ന് പറയുന്നത് μ0 Ni ആണ് കേട്ടോ. വേർ N is the number of turns per unit length. ഓക്കെ, N is equal to N/2πr of ടോറോയിഡ്. ഓക്കെ ആണല്ലോ, 2πr. ഓക്കെ ആണല്ലോ, ഫൈൻ. വേർ R എന്ന് പറയുന്നത് മീൻ റേഡിയസ് ആണ്. അത് R1 + R2/2 ആണ് കേട്ടോ. ഇന്നർ റേഡിയസ് പ്ലസ് ഔട്ടർ റേഡിയസിൻ്റെ എന്താ പറയുക ആവറേജ് ആണ് നമ്മുടെ എന്ത് വരുന്നത്, ആംപിയേഴ്സിലോ വരുന്നത്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. അടുത്തത് വി ആർ മോർ ഇൻട്രസ്റ്റഡ് ഇൻ നോയിങ് അബൌട്ട് ദി മാഗ്നറ്റിക് ഫോഴ്സ്. ഓക്കെ ആണല്ലോ, മാഗ്നറ്റിക് ഫോഴ്സ്. സോ മാഗ്നറ്റിക് ഫോഴ്സ് എന്ന് പറയുന്നത് F is equal to QVB sin തീറ്റയാണ് കേട്ടോ. മാഗ്നറ്റിക് ഫോഴ്സ് F is equal to QVB sin തീറ്റയാണ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. സോ മനസ്സിലാക്കേണ്ടത് തീറ്റ 90 ഡിഗ്രി ആവുന്ന സമയത്ത് F is equal to QVB ആയിരിക്കും. ഓക്കെ ആണല്ലോ, അല്ല തീറ്റ 0 ഡിഗ്രിയോ അല്ലെങ്കിൽ 180 ഡിഗ്രി ആവുന്ന സമയത്ത് F 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഇനി പിന്നെ മോഷൻ ഓഫ് എ ചാർജ് ഇൻ യൂണിഫോം ഫീൽഡ് ഉണ്ട്. അതായത് നമ്മുടെ കറങ്ങുന്നത് ഇങ്ങനെ വെച്ച് ഇങ്ങനെ കറങ്ങുന്നത് ഓർമ്മയുണ്ടല്ലോ. സോ R is equal to mv/qb ആണ് വരിക. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. ആൻഡ് മൊമെൻറ്റം P is equal to mv ആണ്. അത് √2m കൈനറ്റിക് എനർജിയാണ്. അത് 2mq v ഓഫ് പൊട്ടൻഷ്യലാണ്. ഓക്കെ ആണല്ലോ, സോ ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. ഓക്കെ, ആൻഡ് ടൈം പീരീഡ് ഒന്ന് ഓർത്തിരിക്കണം, 2πm/qb ആണ്. ഓക്കെ ആണല്ലോ, ടൈം പീരീഡ് എന്ന് പറയുന്നത് 2πm/qb ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി കൈനറ്റിക് എനർജിയോട് ചോദിക്കാറുണ്ട് ഇടയ്ക്ക്. കൈനറ്റിക് എനർജി ഈസ് qBr²/2m. ഓക്കെ ആണല്ലോ, ഇതാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഓക്കെ, കിട്ടിയല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഇനി ചില സമയത്ത് അതായത് കമ്പൈൻഡ് എഫക്റ്റ് വയ്ക്കാറുണ്ട്. അതായത് ഒരു ഇലക്ട്രിക് ഫീൽഡും അതുപോലെ തന്നെ ഒരു മാഗ്നറ്റിക് ഫീൽഡും ഉള്ള ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു ചാർജിനെ വിടാമെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനകത്ത് ബോത്ത് ലോറൻസ് ഫോഴ്സ്, നമ്മൾ EMIൽ പഠിക്കാൻ പോകുന്ന ലോറൻസ് ഫോഴ്സും നമ്മുടെ ഇലക്ട്രോ മാഗ്നറ്റിക് ഫോഴ്സ് ആക്ട് ചെയ്യും. സോ F is equal to QE + Q × V × B ഇതായിരിക്കും വരിക. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. ഇനി അടുത്ത കാര്യം മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ വയർ. ഓക്കെ ആണല്ലോ, ഒരു മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ ഒന്നുമില്ല, ഇടയ്ക്ക് ഒരു പണി മുടക്കുന്നതാണ്. മാഗ്നറ്റിക് ഫോഴ്സ് ഓൺ വയർ കേട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഇത്രയും കണ്ടൻറ്റ് വന്നിട്ടേ മേ ബി നമ്മുടെ എന്താ പറയുക സർഫേസ് ഒന്ന് ഇടയ്ക്കൊന്ന് പണി തരുന്നതാണ്, വേറെ ഒന്നുമില്ല കേട്ടോ, ഇടയ്ക്കൊന്ന് പണി തരുന്നതാണ്. ഇനി നമ്മൾ പറഞ്ഞെന്തായിരുന്നു, ഒരു വയർ, അതൊരു സ്ട്രെയിറ്റ് വയറാണെങ്കിൽ അതിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് F is equal to I × L × B ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഇനി അത് ഇങ്ങനെയുള്ളൊരു വയറാണെന്ന് വിചാരിക്കുക, സ്ട്രെയിറ്റ് അല്ല, ഒരു ആർബിട്രറി വയറാണ്. അങ്ങനെയാണെങ്കിലും F is equal to I × L × B ആണ്. പ്രത്യേകിച്ച് ഡിഫറൻസ് ഒന്നുമില്ല കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി അടുത്തറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻസ് ആണ്, രണ്ട് വയർ വെച്ചിരിക്കുകയാണ്. അതിലൂടെ നമ്മൾ ചാർജ് കറണ്ട് കടത്താണ്, I1 I2 എന്നുള്ള രീതിയിൽ. ഓക്കെ ആണല്ലോ, I1 I2 എന്നുള്ള രീതിയിൽ രണ്ട് ചാർജ് കടത്താണ്. അങ്ങനെയാണെങ്കിൽ F is equal to μ0 I1 I2/2πd ആയിരിക്കും കേട്ടോ. അവരിടയിലുള്ള ഡിസ്റ്റൻസ് D ആണെങ്കിൽ. ഓക്കെ സർ R³ ആണെന്ന് പറയുന്നുണ്ട്. ഓക്കെ ഫൈൻ, എന്നാൽ അതൊന്ന് തിരുത്തിയ മക്കളെ, ഒക്കെ R³ ആയിക്കോട്ടോ. മേ ബി എൻ്റെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും, എനിക്ക് പെട്ടെന്നൊരു ഓർമ്മ കിട്ടുന്നില്ല, അതുകൊണ്ടാണ് പറഞ്ഞത്. ഓക്കെ R³ ആണ് കേട്ടോ, ഒന്ന് R³ ആക്കണേ എല്ലാവരും, നമ്മൾ ചെയ്തൊരു ചെറിയ മിസ്റ്റേക്കാണ്. ഓക്കെ, സോ അടുത്തൊരു കാര്യം, ഇത് എപ്പോഴാണ് അട്രാക്ട് ചെയ്യാം, ഇവർ പാരലൽ ആണെങ്കിൽ ദിസ് വൺ കോസസ് അട്രാക്ഷൻ. നേരെ മറിച്ച് ഇഫ് ദിസ് ഇസ് കോൺ ആസ് റിപ്പൾഷൻ. ഇതും കൂടെ ഓർത്തിരിക്കുക കേട്ടോ. രണ്ടും സെയിം ഡയറക്ഷനാണ് ദേ ആർ ഗോയിങ് ടു അട്രാക്ട്, രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ദേ ഗോയിങ് ടു റിപ്പൽ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്.
ഓക്കെ, ഇനി ഞാൻ പറഞ്ഞു യൂഷ്വലി നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ആക്റ്റീവ് ഒന്നെങ്കിൽ 0 അല്ലെങ്കിൽ 90 അല്ലെങ്കിൽ 180 ഡിഗ്രിയാണ്. സപ്പോസ് ഈ 3 ആംഗിളും അല്ലാണ്ട് വേറെ ഏതെങ്കിലും ഒരു ആംഗിളിലാണ് വരുന്നത്, അങ്ങനെയാണെങ്കിൽ ദേ വിൽ ബി എക്സിക്യൂട്ടിങ് എ ഹെലിക്കൽ പാത്ത്. ഓക്കെ ആണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഇലക്ട്രോൺസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ഒരു ഹെലിക്കൽ പാത്ത് ആയിരിക്കും. അതിൻ്റെ റേഡിയസ് r is equal to mv sin theta by qb. ഓക്കെ ആണല്ലോ, അതിൻ്റെ റേഡിയസ് r is equal to mv sin theta by qb. അതുപോലെ അതിൻ്റെ ടൈം പീരീഡ് is equal to 2πm by qb. അതിൻ്റെ ടൈം പീരീഡ് t is equal to 2πm by qb. അങ്ങനെയാണ് അതിൻ്റെ ടൈം പീരീഡ് വരിക. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ അതിൻ്റെ പിച്ച് ചോദിക്കും, ഈ ഡിസ്റ്റൻസ് ചോദിക്കും, ദാറ്റ് ഇസ് നോൺ ആസ് ദി പിച്ച് ഓഫ് ഹെലിക്സ്. അത് 2πm by qb തന്നെയാണ് കേട്ടോ. സോറി പിച്ച് എന്ന് പറയുന്നത് വേറെയാണ്. പിച്ച് is equal to v cos theta into t. ഓക്കെ ആണല്ലോ, v cos theta into t where t is equal to 2πm by qb. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. സോ ദാറ്റ് ഈസ് റിഗാർഡിങ് ഇറ്റ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് ഇറ്റ്സ് റിഗാർഡിങ് ദി മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ. ഓക്കെ, അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിനെ കുറിച്ചാണ്. സോ വൈൽ വി ആർ ടോക്കിംഗ് അബൌട്ട് മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ, നിങ്ങൾക്ക് അറിയാലോ മൂവിങ് കോയിൽ ഗാൽവനോമീറ്റർ എന്ന് പറയുന്നത് ഒരുപാട് ടേൺസ് ഉള്ള ഒരു കോയിലാണ്. അപ്പോൾ അതിനകത്ത് നമ്മൾ അറിയേണ്ടത് ബാനി, ഇതാണ് അറിയേണ്ടത്. നമ്മൾ ടോർക്ക് ഇക്വലൈസ് ചെയ്യില്ലേ, ബാനി ഈസ് ഈക്വൽ ടു കെ തീറ്റ ഓർ ഐ ഈസ് ഈക്വൽ ടു കെ ബൈ ബാൻ ഇൻറ്റു തീറ്റ. ഓക്കെ, ഇതാണ് അറിയേണ്ടത്. മിക്കവാറും നിങ്ങളോട് ഈ ഒരു എത്ര ആംഗിൾ നോക്കി ഒരു കോൺസ്റ്റൻറ്റ് നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഐ ഈസ് ഈക്വൽ ടു സി തീറ്റ. ഓക്കെ ആണല്ലോ, വേർ സി ഈസ് ഈക്വൽ ടു കെ ബൈ ബാൻ. ഇതാണ് നിങ്ങൾ മൂവിങ് കോയിൽ ഗാൽവനോമീറ്ററിൽ അറിഞ്ഞിരിക്കേണ്ടത്. ദിസ് ഗൈ ഇസ് നോൺ ആസ് ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ്. ഓക്കെ ആണല്ലോ, അപ്പോൾ ഗാൽവനോമീറ്റർ കോൺസ്റ്റൻറ്റ് എന്താണെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, അടുത്ത് അറിഞ്ഞിരിക്കേണ്ടത് മാഗ്നറ്റിക് ഡൈപോൾ ആണ്. അറിയാലോ, ഒരു നോർത്ത് പോൾ ഒരു സൗത്ത് പോൾ, അവർ നമ്മളൊരു യൂണിറ്റ് ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ദേ വിൽ ബി ഫോമിങ് എ വെരി ഗുഡ് ഡൈപോൾ മൊമെൻറ്റ് ഫോർ സ്റ്റഡീസ്. ഓക്കെ ആണല്ലോ. സോ ഡൈപോൾ മൊമെൻറ്റ് എം എന്ന് പറയുന്നത് m into 12 ആണ്, വേർ 12 ഇസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു ഡൈപോൾ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്. അവരുടെ ബി ഈസ് ഈക്വൽ ടു μ0/4π 2m by r³ ആണ് ആക്സിയൽ പൊസിഷനിൽ. ഓക്കെ ആണല്ലോ, ആക്സിയൽ പൊസിഷനിൽ. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു ഇക്വിറ്റോറിയൽ പൊസിഷൻ ബി ഈസ് ഈക്വൽ ടു μ0/4π -m by r³. ഓക്കെ ആണല്ലോ, μ0/4π -m by r³. അതാണ് ഇക്വിറ്റോറിയൽ പ്ലെയിനിൽ വരുന്ന സമയത്ത് അവരുടെ ടോട്ടൽ ഒരു എന്താ പറയുക മാഗ്നറ്റിക് ഫീൽഡ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. ചിലപ്പോൾ അവർക്ക് ഇത് രണ്ടും അല്ലാണ്ട് ഇങ്ങനെ ഒരു തീറ്റ ആംഗിൾ ആർബിട്രറി ആയിട്ട് ചോദിക്കാം, ആക്സിയൽ ഇക്വിറ്റോറിയൽ അല്ലാണ്ട് എനി പോയിന്റ് അത് μ0/4π m into √1 + 3 cos² θ/r³. ഓക്കെ ആണല്ലോ, അതാണ് നിങ്ങളുടെ എന്ത് വരുന്നത്, നിങ്ങളുടെ എനി പോയിൻ്റുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ വരുന്നത്. ഓക്കെ ആണല്ലോ, ഫൈൻ. എഗെയിൻ യു ഹാവ് ടു നോ അബൌട്ട് ടോർക്ക്. ടോർക്കിൻ്റെ ഇക്വേഷൻ ഇസ് m × b. ശരിയാണല്ലോ, ടോർക്കിൻ്റെ ഇക്വേഷൻ ഇസ് m × b. പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇസ് -m.b. ഓക്കെ ആണല്ലോ, പൊട്ടൻഷ്യൽ എനർജി ഇക്വേഷൻ ഇസ് -m.b. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഗ്രേറ്റ്, ഫൈൻ. ഫൈൻ. സോ നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് നോൺ ആസ് ജിയോമാഗ്നറ്റിസം. അതിന് മുന്നേ ഒരു ചെറിയൊരു ടോപ്പിക് കൂടെ ഒരു പറയാനുണ്ട്. നിങ്ങളിപ്പോൾ ഇത്രയും പഠിക്കുന്നതുകൊണ്ട് അതുകൂടെ പറയാം. വിൽ ടോക്ക് ചെയ്യാം. ഓക്കെ, വി ആർ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ചാർജ്, അതാണ് ടോപ്പിക്. ഓക്കെ, വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ചാർജ്. ഓക്കെ ആണല്ലോ. സോ മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് റൊട്ടേറ്റിംഗ് ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചാർജ് റൊട്ടേറ്റ് ആണ്, അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എത്രയായിരിക്കും, അത് എൻ്റെ കറണ്ട് എത്രയെന്ന് അറിയണം. ഐ എന്ന് പറയുന്നത് Qω/2π ആയിരിക്കും. ഓക്കെ, അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നത് Qω/2π ആയിരിക്കും. അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ½ Qω/r². ഓക്കെ, ½ Qω/r². ഈ ഇക്വേഷൻ ഒന്നും ഒരുപാട് പേർക്ക് ഇവിടെ കിട്ടാത്തൊരു ഇക്വേഷൻ ആണ് കേട്ടോ. മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് എ റൊട്ടേറ്റിംഗ് ചാർജ്. അപ്പോൾ ഒരു ചാർജ് റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ മാഗ്നറ്റിക് മൊമെൻറ്റ് ചോദിച്ചാൽ യു ഷുഡ് ബി ഏബിൾ ടു ആൻസർ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഓക്കെ. നൗ വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് എ ജിയോമാഗ്നറ്റിസം. ഓക്കെ ആണല്ലോ. സോ ജിയോമാഗ്നറ്റിസം ഞാൻ ഓൾറെഡി കോമ്പിയൊക്കെ എടുത്ത സമയത്ത് വൃത്തിക്ക് എടുത്താണ്. അപ്പോൾ ജിയോമാഗ്നറ്റിസം ഐ highly recommend you to go through my combi rooms of magnetism and matter.
അതിനകത്ത് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. നമുക്കൊരു നോർത്ത് പോൾ ഉണ്ട്, ഒരു സൗത്ത് പോൾ ഉണ്ട്. അപ്പോൾ നമ്മളൊരു ഞാൻ കറക്റ്റ് കൺസെപ്റ്റ് പറയുകയാണ്, ഒരു കോമ്പസ് വയ്ക്കുമ്പോൾ നമുക്ക് നോർത്ത് പോളിലേക്ക് ആവാൻ കാരണം അവിടെയാണ് നമ്മുടെ മാഗ്നറ്റിക് സൗത്ത് പോൾ ഉള്ളത്. ഓക്കെ, സോ അതിലൂടെ പോകുന്നൊരു മാഗ്നറ്റിക് മെറീഡിയൻ ഉണ്ട്. ഓക്കെ, ഒരു ജോമെട്രിക് മെറീഡിയൻ ഉണ്ട്, അവരുടെ ഒരു ആംഗിൾ ഉണ്ട് 11.4 ഡിഗ്രി. ഓക്കെ, 11.4 ഡിഗ്രി. സോ അത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, സോ പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അതിൽ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തായാലും കാണണം. വാട്ട് ഈസ് ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ, ആംഗിൾ ഓഫ് ഡിപ്പ്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ അറിയാം. പിന്നെ ആകെ അറിഞ്ഞിരിക്കേണ്ട BV/BH ആണ് ടാൻ തീറ്റ കേട്ടോ. BV/BH ആണ് ടാൻ തീറ്റ, ദ ആംഗിൾ ബിറ്റ്വീൻ വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ, അതിനാണ് നമ്മൾ ടാൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ എന്തായാലും അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇഫ് പോസിബിൾ ഇത് മാത്രം, കാരണം എന്താ വെച്ചാൽ മൊത്തം പറയാനുള്ള ടൈമില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇത് ഞാൻ കറക്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് വാട്ട് യു ബൈ ആംഗിൾ ഓഫ് ടിപ്പ്, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഇൻക്ലിനേഷൻ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് എന്ന് പറയുന്നത് നമ്മുടെ ഹൊറിസോണ്ടലായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ്, അത് ജസ്റ്റ് നോക്കി വയ്ക്കുക കേട്ടോ. ഓക്കെ, അടുത്തത് ഈസ് അബൌട്ട് മാഗ്നറ്റൈസേഷൻ. സോ നമുക്കറിയാം ഒരു സാധനത്തെ മാഗ്നറ്റൈസ് ചെയ്യാനുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ ഈസ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ അല്ലേ, ദാറ്റ് ഈസ് M/V. ഓക്കെ ആണല്ലോ, M/V അതാണ് ഇൻറ്റൻസിറ്റി ഓഫ് മാഗ്നറ്റൈസേഷൻ എന്ന് പറയുന്നത്. സെക്കൻഡ് തിങ് ഈസ് ലേൺ അബൌട്ട് ഇസ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ. എന്താണ് മാഗ്നറ്റിക് ഇൻഡക്ഷൻ? ഇസ് μH. ഓക്കെ ആണല്ലോ, ദാറ്റ് ഈസ് μH ഈസ് ഈക്വൽ ടു μ0 × H+I. ഓക്കെ, μ0 × H+I. ഓക്കെ, ഇനി അടുത്ത പഠിക്കാനുള്ളത് മാഗ്നറ്റിക് പെർമിയബിലിറ്റിയാണ്, അത് മ്യാവു ആണ്, അത് B/H ആണ്. ഓക്കെ ആണല്ലോ, അതാണ് മാഗ്നറ്റിക് പെർമിയബിലിറ്റി എന്ന് പറയുന്നത്. അടുത്ത മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി ആണ്, അത് I/H ആണ്, ഓർ μr-1 ആണ്. ഓക്കെ, അതാണ് മാഗ്നറ്റിക് സസെപ്റ്റിബിലിറ്റി. എന്താണ് ക്യൂരി പറഞ്ഞത്? വാട്ട് ഇസ് ക്യൂരി സേ? ക്യൂരി പറഞ്ഞത് Km is inversely proportional to T എന്നാണ്. ഓക്കെ ആണല്ലോ, അതിൽ പറഞ്ഞത് ചിലപ്പോൾ ചോദിക്കും വാട്ട് ഇസ് ക്യൂരി-വീസ് ലോ. ക്യൂരി-വീസ് ലോ. ഓക്കെ, സോ ഈ ജിയോമാഗ്നറ്റിസവും അതുപോലെ തന്നെ മാഗ്നറ്റിസവും ഈ രണ്ട് ഭാഗവും ഐ ഹൈലി റെക്കമെൻഡ് ഈ ഒരു മോഡ്യൂൾ കഴിഞ്ഞ് ഉടനെ തന്നെ നമ്മുടെ മാഗ്നറ്റിസം ആൻഡ് മാറ്ററിൽ പോയിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ ഞാൻ തീർത്ത ഒരു ടോപ്പിക്കാണ്. ഇത് എന്തായാലും കാണാം, അതിന് മിക്കവാറും ക്വസ്റ്റ്യൻ കിട്ടും. അത് ഞാൻ ഫെറോ മാഗ്നറ്റിക്, ഡയാമാഗ്നറ്റിക്, പാരാമാഗ്നറ്റിക് അതിന് ഡിഫറൻസിനൊരു മനോഹരമായ ഒരു ടേബിൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ ഒരു ടേബിൾ എന്തായാലും നിങ്ങൾ എഴുതി അത് കാണാപ്പാടാൻ പഠിക്കാൻ ശ്രമിക്കുക കേട്ടോ. സോ ക്യൂരി-വീസ് ലോ പറഞ്ഞത് Km is inversely proportional to 1 - T - Tc. ഓക്കെ ആണല്ലോ, 1 - T - Tc. ഫൈൻ. സോ അത്രയും കഴിയുന്നതോടെ ഐ തിങ്ക് വി ഹാവ് സക്സസ്ഫുള്ളി കെയിം ആൻഡ് എൻഡ് ഇൻ ടു ദി മാഗ്നറ്റിസം. ഓക്കെ ആണല്ലോ. ഫാത്തിമ ഹെന്ന is saying hi, ഇർഫാന ഷെറിൻ is saying hi. സോ ഹായ്, ഹലോ, ഗുഡ് ഈവനിങ്. അപ്പോൾ അത്രയും എടുത്താൽ മനസ്സിലായി. വാസ് മാഗ്നറ്റിസം ഓക്കെ ഫോർ യു? ഓക്കെ, മാഗ്നറ്റിസം ചെറിയൊരു ചാപ്റ്ററാണ്, കാര്യമായിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ. ഓക്കെ, സോ വി ആർ മൂവിങ് ടു EMI ആൻഡ് ദി നെക്സ്റ്റ് ഓർ ദി ലാസ്റ്റ് പാർട്ട് വിച്ച് ഇസ് നമ്മുടെ AC. അപ്പോൾ ഇത് രണ്ടും കൂടിയേ ഉള്ളൂ. ഒരു 45 മിനിറ്റ്സിൽ നമുക്ക് ഈസിലി തീർക്കാൻ പറ്റിയ ഒരു ചാപ്റ്ററാണ്. മേ ബി 45 വേണ്ട, ഒരു 40 മിനിറ്റ്സ് മതി അല്ലേ. 40 മിനിറ്റ്സ് കൊണ്ടുള്ള അത് നമുക്ക് സുഖസുന്ദരമായിട്ട് തീർക്കാൻ പറ്റിയൊരു ചാപ്റ്റേഴ്സ് തന്നെയാണ് അത് കേട്ടോ. സോ ഈ ഒരു ഭാഗം മനസ്സിലാവും. ജസ്റ്റ് എല്ലാവരും പറഞ്ഞ് ജസ്റ്റ് നമ്മൾ ഒരുപാട് കണ്ടൻസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും കാര്യങ്ങൾ സെറ്റാണോ? ഇനി ഒരു 40 മിനിറ്റ്സോടെ നമ്മൾ അതും കൂടെ തീർത്ത് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്ത ഭാഗം മൊത്തം തീരുകയാണ്. ഓക്കെ ആണല്ലോ. സോ യെസ് സർ, ഓക്കെ ഫൈൻ. ഓക്കെ, സോ എല്ലാവരും പറയുന്നുണ്ട്. സോ ഹാപ്പി ടു ഹിയർ യുവർ റിവ്യൂസ്. ഓക്കെ, ആരും ഉറങ്ങിയിട്ടൊന്നുമില്ല. ഉറക്കം വരുന്നുണ്ടോ എല്ലാവരും ഉറക്കം വരുന്നുണ്ടോ? ഞാൻ അങ്ങനെ ഉറക്കം വരുന്നുണ്ടെങ്കിൽ ഇപ്പോൾ മനസ്സിലാക്കാം. എനിക്കിപ്പോൾ സർജറി പോസ്റ്റിങ്സാണ്. അപ്പോൾ സർജറി പോസ്റ്റിങ്സ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ രാവിലെ 8 മണിക്കാണ് ക്ലാസ് ഉണ്ടാകാം. അപ്പോൾ എനിക്കിപ്പോൾ ക്ലാസ് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിപ്പോൾ 12 പോയി മിക്കവാറും 1 ആവും ഹോസ്റ്റലെത്തി, 1:30 ആവും കിടക്കാൻ. 7 മണിയാവുന്നതിന് മുന്നേ എഴുന്നേക്കണം. നിങ്ങളെക്കാളും കുറവാണ് അപ്പോൾ ഞാൻ ഉറങ്ങുന്നത്. റീസൺ ഇതാണ്, ഓരോ കാര്യങ്ങളായിട്ട്. സോ അതൊക്കെ കഴിഞ്ഞ് 8 മണി നാളെ ഓപ്പറേഷൻ തിയേറ്ററാണ്, മൈനർ റൂട്ടി എന്നാണ് പറയുക. അപ്പോൾ അതിൽ കയറി കഴിഞ്ഞാൽ നമുക്കൊരു രാവിലെ ഒരു 8 മണി തൊട്ട് ഉച്ചയ്ക്ക് ഒരു 12 മണി വരെ നിൽക്കണം. സോ അതിങ്ങനെ ഭയങ്കര ടാസ്ക്കാണ്, ഒരുപാട് നേരം നിൽക്കണം. സോ അതിൻ്റേതായിട്ടുള്ള ക്ഷീണം. അപ്പോൾ ഞാൻ മൊത്തത്തിൽ ക്ഷീണിച്ചിരിക്കുകയാണ് ടു ബി ഫ്രാങ്ക്ലി സ്പീക്കിംഗ്. പിന്നെ ഇപ്പോൾ ഡേറ്റ്സ് പോസ്റ്റ്പോൺ ചെയ്യാറ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പേർക്കറിയാം ഞാനിങ്ങനെ പോസ്റ്റ്പോൺ ചെയ്ത് കളിക്കുന്ന ഒരാളാണ്. ഇത് പോസ്റ്റ്പോൺ ചെയ്യാൻ ഒരു വഴിയില്ല. ഞാൻ പോസ്റ്റ്പോൺ ചെയ്താൽ അപ്പോഴേക്കും നീറ്റാവും, അതുകൊണ്ടാണ് വരുന്നത്. ഓക്കെ, സോ ഒരു ക്ലാസ്സും കൂടെ ഉണ്ട്, അപ്പോൾ അതുകൂടെ എടുക്കണം. ആൻഡ് ഐ തിങ്ക് വിത്ത് ദാറ്റ് വി ക്യാൻ സേ ഇറ്റ്. ഓക്കെ,
അങ്ങനെ ആദർ മുഹമ്മദ് ഒരു എക്സ്ക്ലമേഷനൊക്കെ ഇടുന്നുണ്ട്. ആദർ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. ഇതൊന്നുമല്ല, നമുക്ക് ലേബർ റൂമുണ്ട്. ലേബർ റൂമിൽ എന്താ പറ്റുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ യു ലിറ്ററലി ഹാവ് അറൗണ്ട് ഒരു 12 hours ഓഫ് പോസ്റ്റിംഗ്. നമ്മൾ രാവിലെ 8 മണിക്ക് കയറിയാൽ രാത്രി 8 മണിക്ക് അപ്പോഴേ ഇറങ്ങുള്ളൂ, അല്ലെങ്കിൽ രാത്രി 8 കയറിയാൽ രാവിലെ 8 മണിക്ക്. ഓക്കെ, സോ യു ലിറ്ററലി ഹാവ് എ ടൺ ഓഫ് ടൈം. സോ MBBS ലൈഫ് ഇസ് ലൈക്ക് ഭയങ്കര ഇൻവോൾവിങ് ആണ്. നമുക്ക് ബോറടിയോ അങ്ങനത്തെ കാര്യമൊന്നുമില്ല, ഭയങ്കര എൻജോയ്. പ്ലസ് നിങ്ങളുണ്ട് അല്ലേ, സ്റ്റുഡൻസ് ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. സോ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇറ്റ്സ് ലൈക്ക് ഗുഡ് തിങ്. എനിക്ക് സത്യം പറഞ്ഞാൽ ലൈഫിലൊട്ടും ഒരു എന്താ പറയുക, ഒരു ലോൺലി എന്താ പറയുക, ഒരു സദാ പോലെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാണ്ട് പോകാന്നൊക്കെ പറയില്ല, അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. ഇറ്റ് ഇസ് ലൈക്ക് സർ ഇറ്റ് ഇസ് ടു ഗുഡ്. ഓക്കെ, പിന്നെ എസ്പെഷ്യലി ഇപ്പോൾ കമ്മിങ് ടു ഡോപ്പ ഫാമിലി ഐ ഗോട്ട് ന്യൂ പീപ്പിൾ ഓൾസോ. പ്രവീൺ സംസാരിച്ച് നിൽക്കാൻ ടൈമില്ല സാർ. പേടിക്കല്ലേടാ, നമ്മളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ എനിക്ക് റെസ്റ്റ് വേണ്ടേ, നമുക്ക് നെക്സ്റ്റ് നോക്കാം അങ്ങനെ പറയല്ലേ. സോ ഇങ്ങനെ OT പോസ്റ്റിംഗ് കയറിയാൽ ഞാൻ എക്സോസ്റ്റഡ് ആയി മരിക്കും. ശരിയാണ്, അത്യാവശ്യം കുറച്ചൊക്കെ എക്സോസ്റ്റിംഗ് ആണ്, ബട്ട് മെല്ലെ മെല്ലെ നമ്മൾ അഡ്ജസ്റ്റും ആവൂടാ, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നിങ്ങൾ പേടിക്കണ്ട, ബൈ 12 ഞാൻ തീർത്ത് കൈ തരും കേട്ടോ. അതിന് മുന്നേ കുറച്ചെന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് വേറെ അറിയണ്ടേ, ജസ്റ്റ് ഈ തിയറി മാത്രം കുത്തി കയറ്റി അതിനോ നിങ്ങൾക്ക് കേൾക്കാനുള്ളൊരു സമയം എന്ന് പറയുന്നത് മാക്സിമം ഒരു 30 minutes. ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ 2 മണിക്കൂറായി സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സോ നിങ്ങൾക്കില്ലെങ്കിൽ എനിക്കും അടുത്തു, അതുകൊണ്ടാണ് ഞാനൊരു ടോപ്പിക്ക് ഓഫ് എടുത്ത് സംസാരിക്കുന്നത് കേട്ടോ, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ഇനിയിപ്പോൾ 2 ചാപ്റ്ററുള്ളൂ, ഈസിലി ഫിനിഷ് ഇൻ 40 minutes, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. സോ അതൊക്കെയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഐ വിൽ ബി ഡെഫിനറ്റ്ലി റിപ്ലൈങ് ടു ഓൾ ഓഫ് യുവർ ക്വയറീസ്. ഓക്കെ എന്തെങ്കിലും ചോദിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആരെങ്കിലും പാലക്കാട് നിന്നൊക്കെ ഉണ്ടെങ്കിൽ പറയോ, എൻ്റെ സ്ഥലം പാലക്കാടാണ്. സോ പൂതി വെപ്പിക്കല്ലേ സാർ, നീറ്റ് നല്ല രീതിയിൽ എഴുതാൻ പറ്റട്ടെ. ഓക്കെ, പൂതി വെപ്പിക്കല്ല, ജസ്റ്റ് സെയിങ് ലൈക്ക് ഹൗ ഗുഡ് യുവർ ലൈഫ് ഇറ്റ് ഇസ്. ഓക്കെ, സോ പേടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര ഹാപ്പി ആയിരിക്കും യു വിൽ ബി ഞാൻ ഇപ്പോൾ ലൈഫിൽ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളോട് തന്നെ ഇപ്പോൾ നമ്മൾ പല ഘട്ടത്തിൽ ഒരുപാട് A+ വാങ്ങിയിട്ടുണ്ടാവും, A1 വാങ്ങിയിട്ടുണ്ടാവും, 12th എത്ര %. ബട്ട് അതൊന്നും നമുക്ക് പിന്നീട് ആലോചിക്കുമ്പോൾ യെസ് ഇറ്റ് വാസ് ഗുഡ്. പക്ഷേ നമ്മളോട് ഇപ്പോൾ എന്നെ സംബന്ധിച്ച് നമ്മളേറ്റവും പ്രൗഡായിട്ടുള്ളൊരു മൊമെൻറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നൊരു കാര്യം ഇറ്റ് വാസ് ക്രാക്കിംഗ് ദ നീറ്റ്, അല്ലെങ്കിൽ ഗെറ്റിംഗ് ഇൻ ടു ദിസ് പ്ലേസ് അല്ലേ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ എൻ്റെ റിപ്പീറ്റ് മെമ്മറീസൊക്കെ വെച്ച് നോക്കുമ്പോൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് തോന്നി ഈ സമയം എങ്ങനെയെങ്കിലും കഴിഞ്ഞ് കിട്ടിയാൽ മതിയായിരുന്നു. ഭയങ്കര ടയറിങ്, ദൈവമേ ഇതൊക്കെ എങ്ങനെ തീരും. ബട്ട് ലൈക്ക് ലുക്കിംഗ് ബാക്ക് ടു ടൈം ഇറ്റ് വാസ് ലൈക്ക് എ ഗുഡ് ഡേയ്സ് അല്ലേ. ഞാൻ ഓക്കെ നല്ല, പ്രത്യേകിച്ച് വേറെ നീറ്റിൻ്റെ ടെൻഷൻ വെച്ച് കഴിഞ്ഞാൽ വേറെ ഇപ്പം നമുക്ക് ഓരോ ദിവസം എണീക്കുമ്പോഴും സത്യം പറഞ്ഞാൽ ഇഷ്ടംപോലെ ടെൻഷനാണ്. കാരണം ക്ലാസ്സസ് അത് തീർക്കണം, പെൻഡിങ് ചാപ്റ്റേഴ്സ് തീർക്കണം, അങ്ങനെ ഓരോന്നായിട്ട്. ഓക്കെ, സോ ഇവിടെ കുറച്ച് പേര് പാലക്കാട് നിന്നൊക്കെ ഉണ്ടല്ലോ. പ്രവിനേഷ് ഉണ്ട്, ഇർഫാനുണ്ട്. ഓക്കെ, സോ ഒരുപാട് പേര് പാലക്കാട് പൊളിയല്ലേ എന്നൊക്കെ പറഞ്ഞോളൂ. യെസ്, അതാ പറയാം, നിങ്ങൾക്കൊരു റിലാക്സേഷനാണ്, എനിക്കും റിലാക്സേഷനാണ്. ഓക്കെ, പാലക്കാട് പക്കത്തിൽ അപ്പാവിരദ്ദേഹം. സോനു തോമസ് രാത്രി പാട്ടൊക്കെയാണല്ലോ സോനു, എന്ത് പറ്റി? രാത്രിയാണല്ലോ എല്ലാവരും ആക്റ്റീവ് ആവുന്നത്. ദാറ്റ്സ് നൈസ് അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു 11:30 ഒരു 51 വാച്ചസൊക്കെ വരുന്നത്. പക്ഷേ പാലക്കാട് നല്ല സ്ഥലമാണ്. വിനീത് ശ്രീനിവാസനൊക്കെ പറഞ്ഞ പോലെ ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ഹാങ് ഓൺ അല്ലേ. നിങ്ങൾക്കൊക്കെ നല്ല റിലാക്സേഷൻ കിട്ടാനൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. സോ സംഡേ ആഫ്റ്റർ നീറ്റൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പാലക്കാട് വരുന്നുണ്ടെങ്കിൽ വിളിക്കുക, വിൽ ഡെഫിനറ്റ്ലി മീറ്റ്. പിന്നെ ഇഫ് പോസിബിൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും കിട്ടും. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ഒരു ആത്മാർത്ഥ ഒരു വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കിട്ടും. അങ്ങനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കം ടു കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് വൺ ഡേ. ഓക്കെ, സോ യു ക്യാൻ ഡെഫിനറ്റ്ലി കോൺടാക്ട് മീ. എല്ലാവർക്കും നിങ്ങൾ ഈ ഒരു ചാറ്റ് ബോക്സിൽ കണ്ട ആൾക്കാരെയൊക്കെ ഡയറക്റ്റ് കാണാം, സംസാരിക്കാം. ഓക്കെ, സോ ദാറ്റ് വിൽ ബി ലൈക്ക് ഗുഡ് പ്ലേസ്. ഇവിടെ നമുക്ക് ഇന്ത്യൻ കോഫി ഹൗസിൽ ബീട്രൂട്ട് ഇട്ടുള്ളൊരു കട്ട്ലറ്റൊക്കെ കിട്ടും, നല്ല കിടിലൻ കട്ട്ലറ്റാണ്, അപ്പോൾ നിങ്ങൾക്ക് മേടിച്ചു തരാം. സോ എവ്രി വൺ ഷുഡ് കം സം ഡേ, ലൈക്ക് കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് വരിക, വിസിറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇറ്റ് മീൻസ് എ ലോട്ട് ടു അസ് ഓൾസോ. ഓക്കെ ആണല്ലോ, ഫൈൻ. എവിടെയാണ് സാർ? പാലക്കാട് ഞാൻ മണ്ണാർക്കാടാണ്. മലപ്പുറം അതിനേക്കാൾ ശരിയാണ്. മലപ്പുറം എൻ്റെ വീടിൻ്റെ അടുത്താണ്. പെരിന്തൽമണ്ണയൊക്കെ എൻ്റെ വീടിൻ്റെ വളരെ അടുത്താണ്. ഞാൻ യൂഷ്വലി ഷോപ്പിങ്ങിനൊക്കെ വരുന്ന സ്ഥലം പെരിന്തൽമണ്ണ തന്നെയാണ്. ഓക്കെ, സോ വി തിങ്ക് വിൽ ജസ്റ്റ് സ്ലോലി മൂവ് ടുവേർഡ്സ് പാട്ടും പിന്നെ നീറ്റും. ഓ മൈ ഗോഡ്, ഭയങ്കര അട്രസ്റ്റിക് ആണല്ലോ. എന്തായാലും നമുക്ക് മെല്ലെ അങ്ങ് പോവാം. 1:53 അല്ലേ. നമുക്കിനി എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നമുക്ക് ഇടയിൽ കൂടെ എന്തെങ്കിലും സംസാരിക്കാം. സോ കാലിക്കറ്റ് കോളേജ് എങ്ങനെയുണ്ട്? കാലിക്കറ്റ് കോളേജ് ഞാൻ പറഞ്ഞല്ലോ, എന്താ പറയുക, ഇറ്റ്സ് മോർ ലൈക്ക് എ വെരി ഗുഡ് പ്ലേസ് ടു ലിവ് ഓൺ. കാലിക്കറ്റ് ആക്ച്വലി നല്ല സിറ്റിയാണ്. കാരണം എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഇറ്റ്സ് എ വെരി ഗുഡ് ലിവബിൾ. ഞങ്ങൾക്ക് ഇവിടെ വരുന്ന സമയത്ത് എനിക്ക് ഭയങ്കര പേടിയാണ്. കാലിക്കറ്റ് മെഡിക്കൽ കോളേജ് ആണല്ലേ, ഭയങ്കര റഷായിരിക്കും. ബട്ട്
ലൈക്ക് ഗുഡ് ഹ്യൂമൻസ് ലീവ് ഇൻ കാലിക്കറ്റ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. നല്ല ആൾക്കാരാണ് കാലിക്കറ്റുള്ളവർ. ഇറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ലീവ്. നന്നായിട്ട് പഠിക്കാൻ പറ്റുന്നുണ്ട്. ആൻഡ് ദ ക്ലൈമറ്റ് ഇസ് വെരി ഗുഡ്. ഓക്കെ, ഒരു എക്സ്ട്രീം തണുപ്പോ ഒരു എക്സ്ട്രീം ചൂടൊന്നുമില്ല. നല്ല സ്ഥലമാണ് പാലക്കാട്. കോഴിക്കോട്. ക്ലാസ്സസും എല്ലാം അടിപൊളിയാണ്. ടീച്ചേഴ്സ് ഇസ് മോർ ഗുഡ് ആൻഡ് കുട്ടികൾ ആർ മോർ ദാൻ ഗുഡ്. ഓക്കെ, എല്ലാ സ്ഥലത്തു നിന്നുള്ള ആൾക്കാരുണ്ട്. ഓക്കെ ആണല്ലോ. സോ നമുക്കതൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. സോ ഇറ്റ്സ് എ ഹാപ്പി പ്ലേസ് ടു ലിവ്. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഓൾ മെഡിക്കൽ കോളേജസ് ആർ ഹെവൻ. യെസ്, ഓൾ മെഡിക്കൽ കോളേജസ് ആർ ഹെവൻ. കാരണം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് എത്തുന്ന ഒരു സ്ഥലമല്ലേ. സോ ഡെഫിനറ്റ്ലി നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്തായാലും ഉണ്ടാവും. സർ, CMC കേരള എയിംസ് എന്ന് പറയുന്നത് എന്താ? ആക്ച്വലി നമ്മുടെ CMC ഒരു കേരളത്തിലൊരു എയിംസ് വരുന്നുണ്ട്. നമ്മുടെ എവിടെ കറക്റ്റ് എനിക്ക് അറിയില്ല. അവിടെ കോഴിക്കോടാണ്. സ്ഥലമൊക്കെ ഏറ്റെടുപ്പ് കഴിഞ്ഞിട്ടുണ്ട്. മിക്കവാറും അവിടെ എയിംസ് എന്നാൽ പ്രോബ്ലി യു ക്യാൻ സ്റ്റഡി. CMC ഹോസ്റ്റൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, ആസ് ഓഫ് നോ ഹോസ്റ്റൽ ഇഷ്യൂസ് ഒന്നുമില്ല. എവറിത്തിങ് ഇസ് സോർട്ടഡ് ഔട്ട്. ഓക്കെ, ഇപ്പം നല്ല ആംബിയൻസ് ആണ്. നല്ല കുട്ടികൾക്കൊക്കെ പഠിക്കാൻ നല്ല രീതിയിൽ ഒരുപാട് ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോൾ ഹോസ്റ്റൽസൊക്കെ റെനോവേഷനൊക്കെ കഴിഞ്ഞു. അപ്പം നല്ലതാണ്. ഓക്കെ, കാലിക്കറ്റ്. ഓക്കെ, എല്ലാവരും വരിക കേട്ടോ. കുറച്ച് പേരെങ്കിലുമൊക്കെ വരിക. ജൂനിയേഴ്സ് ആയിട്ട് തന്നെ ഇവിടെ ജോയിൻ ചെയ്യുക. ജോയിൻ ചെയ്താൽ വന്ന് പറയാം ദാറ്റ് വി ആർ ഹിയർ അറ്റ് കാലിക്കറ്റ്. ലൈക്ക് ദാറ്റ്സ് എ ഗുഡ് പ്ലേസ് ടു ബി. സോ ഇവിടെ വരികയാണെങ്കിൽ ആൻഡ് വൺ തിങ്, നിങ്ങളിവിടെ വരികയാണെങ്കിൽ ഐ പ്രോമിസ് യു, നിങ്ങൾക്ക് ഇവിടെ എത്തുമ്പോൾ നമ്മൾ വെൽക്കം ടു CMC എന്ന് പറഞ്ഞിട്ട് അഗെയിൻ സീനിയേഴ്സിൻ്റെ ഒരു വെൽക്കമിങ് സെഷൻ ഉണ്ട്. ആൻഡ് സെഷൻ വിൽ ബി ടേക്കൺ ബൈ മീ ഓൾസോ. സോ നിങ്ങൾക്ക് വിൽ ബി ഡൂയിങ് ദാറ്റ്. ഓക്കെ ആണല്ലോ. ഫുഡൊക്കെ കഴിച്ചു. എത്രയല്ല, ഞാൻ 7 മണിക്ക് ഫുഡ് കഴിക്കുന്നുണ്ട്. ഞാൻ കുറച്ച് നേരത്തെ ഫുഡ് കഴിക്കുന്ന ആളാണ്. ഓക്കെ, സോ വിൽ ബി സ്ലോലി സ്റ്റാർട്ടിങ് വിത്ത് ദി ചാപ്റ്റർ അല്ലേ. ആവശ്യത്തിനുള്ള 1 hour 1 മണിക്കൂർ 55 മിനിറ്റ്. എനിക്കിനി 35 മിനിറ്റാണ് ഉള്ളത്. നിങ്ങൾക്ക് സംസാരിച്ചാൽ മതി. എനിക്ക് എൻ്റെ വീഡിയോ ലൈക്ക് ഭാഗം തീർക്കണം. എനിക്ക് അങ്ങനത്തെ ഒരു കാര്യം കൂടെ ഉണ്ട്. സോ ലെറ്റ്സ് മൂവ് ഇറ്റ്. ഓക്കെ, സോ ഫാരഡേസ് ലോ എന്താണ് ഫാരഡേ പറഞ്ഞത്? ഫാരഡേ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഫ്ലെക്സ് ഉണ്ടല്ലോടാ, ഫ്ലെക്സ് നമ്മൾ മാറ്റിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ ഒരു EMF ജനറേറ്റ് ചെയ്യും. സോ ചേഞ്ച് ഇൻ ഫ്ലെക്സ് ഇൻഡ്യൂസസ് ആൻ EMF. ഓക്കെ ആണല്ലോ. അതാണ് ഫാരഡേ ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ EMF എന്ന് പറയുന്നത് -d∅dt ആണ്. അത് -d × B.A/dt ആണ്. ഓക്കെ ആണല്ലോ. B.A/dt ആണ്. അതാണ് ഫാരഡേ പറഞ്ഞ കാര്യം. ഓക്കെ ആണല്ലോ. ഫൈൻ. ഒപ്പം തന്നെ പറഞ്ഞാലും ലെൻസ് പറഞ്ഞൊരു ലോ ഉണ്ട്. ദാറ്റ്സ് നോൺ ആസ് ലെൻസസ് ലോ. എന്താ ലെൻസ് ലോ പറഞ്ഞത്? ലെൻസ് ലോ പറഞ്ഞ വേറൊന്നുമില്ല, E തന്നെ -d∅dt തന്നെയാണ് പറഞ്ഞത്. ഓക്കെ ആണല്ലോ. അതിൽ ഈ നെഗറ്റീവാണ് ലെൻസ് പറഞ്ഞത്. എന്താണ്? ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. ഫ്ലെക്സിനെ ഒപ്പോസ് ചെയ്യുന്ന രീതിയിലാണ് നമ്മുടെ EMF ഉണ്ടാവുക എന്നുള്ളതാണ് നമ്മുടെ ലെൻസ് പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. സോ അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ലെൻസസ് ലോ പറഞ്ഞു. അടുത്ത നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വാട്ട് ഡു യു മീൻ ബൈ മോഷൻ EMF. അതിന് മുന്നേ ഒരു ചെറിയൊരു ഫ്ലോ ചാർട്ട്സ് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് വരച്ചു തരാം. അപ്പോൾ നമുക്കറിയാം EMF എന്ന് പറയുന്നത് -d∅dt ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത് 3 രീതിയിൽ സംഭവിക്കാം. ഓക്കെ, d∅dt എന്ന് പറയുമ്പോൾ ഇത് -d/dt ഓഫ് B.A ആണ്. അതായത് BA cos θ ആണ്. ശരിയാണല്ലോ. ഇറ്റ് ഈസ് BA cos θ. അപ്പോൾ ഈ BA cos θ ഒന്നെങ്കിൽ B ചേഞ്ച് ചെയ്ത് കളിക്കാം, അല്ലെങ്കിൽ A ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ θ ചേഞ്ച് ചെയ്യാം. 3 കാര്യങ്ങളാണ്. ഒന്നെങ്കിൽ B ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ A ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ θ ചേഞ്ച് ചെയ്യാം. B ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ ആവറേജ് EMF എന്ന് പറഞ്ഞാൽ A × B ഇനീഷ്യൽ - B final/T ആയിരിക്കും. അല്ല, A ആണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ B × A ഇനീഷ്യൽ - A final/T ആയിരിക്കും. അല്ല, θ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ NBA × cos θ1 - cos θ2/T ആയിരിക്കും. ഓക്കെ ആണല്ലോ. പറ്റിയല്ലോ. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാം. ഓക്കെ, അടുത്ത പറയാനുള്ളത് മോഷണൽ EMFനെ കുറിച്ചാണ്. മോഷണൽ EMFനെ കുറിച്ച് അറിയാലോ. നമ്മളൊരു സാധനം മൂവ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് EMF ഉണ്ടാവും. ദാറ്റ് EMF is equal to B.L × V ആയിരിക്കും. ഓക്കെ ആണല്ലോ. B.L × V. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ അത് ജസ്റ്റ് നോക്കുക. E is equal to B.L × V. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ E എന്ന് പറയുന്നത് നമുക്ക് B ω_L² is equal to, അല്ലെങ്കിൽ VB - VA എന്ന് പറഞ്ഞാൽ B ω_L2² - L1² ആയിരിക്കും. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. അപ്പോൾ ഈ ഒമേഗ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സപ്പോസ് ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ നമ്മുടെ ഈ ഒരു എന്താ പറയുക എൻറ്റയർ റോഡ് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുകയാണെങ്കിൽ, സോ ആ ഒരു ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നമ്മുടെ എന്താണ് പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ പഠിക്കാം. ഓക്കെ ആണല്ലോ. ഇനി ഒരു റോഡ്
പെർപെൻഡിക്കുലറായിട്ട് നമ്മുടെ ബി ഇങ്ങനെ ഉള്ളിലേക്ക് പോവാണ്, പെർപെൻഡിക്കുലറായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന EMF എന്ന് പറയുന്നത് BLV ആണ്. നിങ്ങൾക്ക് അറിയാലോ, ഒരു റോഡ് ഒരു EMF ഉള്ള സർഫേസിലൂടെ പോവുകയാണെങ്കിൽ അതിൽ ഇൻഡ്യൂസ് ചെയ്യുന്ന ടോട്ടൽ EMF എന്ന് പറയുന്നത് BLV ആണ്. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, ഫൈൻ. അടുത്തൊരു കാര്യം, ഒരു റോഡ് അതിന് സെൻറ്ററിൽ വെച്ചിട്ട് നമ്മൾ ഇതിനെങ്ങനെ കറക്കുകയാണ്. ഓക്കെ, അതിനെങ്ങനെ കറക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അതിലുള്ള EMF എന്ന് പറയുന്നത് B⍵L²/2 ആണ്. ഓക്കെ, അതിൽ EMF എന്ന് പറയുന്നത് B⍵L²/2 ആണ്. ഓക്കെ ആണല്ലോ, അത് ജസ്റ്റ് പഠിക്കാം. ഓക്കെ, സോ മോഷണൽ EMF കഴിഞ്ഞു. ഓക്കെ, മോഷണൽ EMF കഴിഞ്ഞാൽ അടുത്ത് നിങ്ങൾ അറിയേണ്ട സംതിങ് നോൺ ആസ് സെൽഫ് ഇൻഡക്ഷൻ. എന്താണ് സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ ഒരു കറണ്ട് പാസ് ചെയ്യുന്ന സമയത്ത് അതായത് ഒരു സാധനത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, അതിലൂടെ കറണ്ട് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ആ കറണ്ടിന് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് മാറ്റിക്കൊണ്ടിരിക്കും, ഒരു AC എന്തെങ്കിലും കൊടുത്തിട്ട്. അപ്പോൾ അതിനുള്ളൊരു EMF ജനറേറ്റ് ചെയ്യും. അങ്ങനെ ജനറേറ്റ് ചെയ്യുന്ന EMFനാണ് നമ്മൾ സെൽഫ് ഇൻഡക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സെൽഫ് ഇൻഡക്ഷൻ L is equal to that is phi is equal to Li. ഓക്കെ, അഥവാ L is equal to നമ്മൾ EMFനെ is equal to minus L di/dt. ഓക്കെ ആണല്ലോ, EMF is equal to minus L di/dt. ഓക്കെ ആണല്ലോ. ഇനി നമുക്കറിയേണ്ട വാട്ട് ഈസ് ദ സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് എ സോളിനോയിഡ്. സോളിനോയിഡിൻ്റെ സെൽഫ് ഇൻഡക്ഷൻ L എന്ന് പറയുന്നത് μ0 n²A/L ആണ്, അഥവാ μ0 n²L. ഇതാണ് സെൽഫ് ഇൻഡക്റ്റൻസ് എന്ന് പറയുന്നത്, μ0 n²A/L ഓർ μ0 n²A/L. അതിൽ n എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് ടേൺസ് ആണ്. എന്താണ് n എന്ന് പറയുന്നത്? n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ആണ്. സ്മോൾ ലെറ്റർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടേൺസ് ബൈ ലെങ്ത് ആണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. ഇനി ഇൻഡക്റ്റൻസിന് നമ്മൾ ഇങ്ങനെ സീരീസ് ആക്കി കൊടുക്കാറുണ്ട്. സീരീസ് ആണെങ്കിൽ L is equal to L1 plus L2 ആണ്. അല്ല പാരലൽ ആണെങ്കിൽ 1/L is equal to 1/L1 plus 1/L2 ആണ്. കിട്ടിയല്ലോ, പഠിച്ചല്ലോ, ഫൈൻ. ചിലപ്പോൾ ചോദിക്കുന്ന അടുത്ത കാര്യമാണ് വാട്ട് ഈസ് ദ എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ. ഓക്കെ, എനർജി സ്റ്റോർഡ് ഇൻ ഇൻഡക്ടർ, എത്ര എനർജിയാണ് ഇൻഡക്ടറിൽ സ്റ്റോർ ചെയ്ത് വെച്ചത്? അത് half Li² ആണ്. അത് എത്രയാണ്? half Li² ആണ്. ഓക്കെ ആണല്ലോ, സോ ദിസ് ഇസ് 5²/12 ഓർ 5I/2. ഇതാണ് അതിൻ്റെ ഇക്വേഷൻ. half Li² that is equal to 5²/12 or 5I/2. ഓക്കെ, ഫൈൻ. അടുത്ത നിങ്ങൾ അറിയേണ്ടത് മ്യൂച്വൽ ഇൻഡക്ഷനെ കുറിച്ചാണ്. ഓക്കെ, കാരണം ഒന്നിലുണ്ടാകുന്ന ചേഞ്ച് കാരണം അപ്പുറത്തേൽ EMF ഉണ്ടാകുന്നതിനാണ് നമ്മൾ മ്യൂച്വൽ ഇൻഡക്ഷൻ എന്ന് വിളിക്കുക. സോ phi is equal to mi or EMF is equal to minus m di/dt. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ദാറ്റ് m is equal to μ0 n1 n2 A/L. ഓക്കെ ആണല്ലോ, m is equal to μ0 n1 n2 A/L. ഓക്കെ, ഫൈൻ. ഇനി ഒരു കാര്യം, റിലേഷൻ ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ ഇൻഡക്റ്റൻസ്. അതൊരു ക്വസ്റ്റൻ ആണ് കേട്ടോ. വാട്ട് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ സെൽഫ് ഇൻഡക്റ്റൻസ് ആൻഡ് മ്യൂച്വൽ? ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ ഹെഡിങ് എഴുതിക്കോളൂ. ഞാൻ പറയുന്നത് ഞാൻ എഴുതുന്നത് രണ്ടും രണ്ടാണ് കേട്ടോ. ഓക്കെ, സോ ഇങ്ങനെ വയ്ക്കുകയാണ്. ഓക്കെ, അങ്ങനെ വയ്ക്കുകയാണെങ്കിൽ m is equal to k into root of L1 L2. സോ ഇതിൻ്റെ ഇൻഡക്റ്റൻസ് L1, ഇതിൻ്റെ ഇൻഡക്റ്റൻസ് L2 ആണെങ്കിൽ m is equal to k into root of L1 L2 where k is known as the coupling factor. k എന്താടാ? k is known as the coupling factor. കിട്ടിയല്ലോ, k is known as the coupling factor. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ തന്നെ ഇങ്ങനെ വയ്ക്കാം. ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് ഇതിലൊരു എയർ ഗ്യാപ്പ് വന്നു അല്ലേ, ഒരു എയർ അതിൻ്റെ ഇടയ്ക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ കെൻ്റെ വാല്യൂ 0-നും 1-നും ഉള്ളിലായിരിക്കും. ഇതാണെങ്കിൽ കെൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ, അടുപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ കെൻ്റെ വാല്യൂ 1 ആയിരിക്കും. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. നെക്സ്റ്റ് വി ആർ മൂവിങ് ഇൻ ടു സംതിങ് കോൾഡ് ആസ് ട്രാൻസ്ഫോമർ. ഓക്കെ ആണല്ലോ, ട്രാൻസ്ഫോമർ. സോ ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ആദ്യത്തെ കാര്യം, ട്രാൻസ്ഫോമർ എ സിയിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് കേട്ടോ. ഇതിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ്. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് എ പവർ ലോസ്? സോറി, നമ്മൾ യു ഹാവ് ടു ഡിഫൈൻ വാട്ട് ഈസ് ആൻ ഐഡിയൽ ട്രാൻസ്ഫോമർ. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഇങ്ങനെ ചോദിക്കാം, ഒരു 4 ഓപ്ഷൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ
ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന രീതിയിൽ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഒന്ന് മോഡിഫൈ ചെയ്ത് ചോദിക്കുന്നതിൽ തെറ്റില്ല അല്ലേ. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ പവർ ലോസിനെ കുറിച്ച് നിങ്ങൾ അറിയണം. പവർ ലോസ് 0 ആയിരിക്കും. രണ്ടാമത്തെ കാര്യം, പവർ ലോസ് 0 ആയതുകൊണ്ട് തന്നെ അതിൻ്റെ എഫിഷ്യൻസി 100% ഉണ്ടാവും. ഓക്കെ, പവർ ലോസ് 0 ആയിരിക്കും, അതുപോലെ തന്നെ അതിൻ്റെ എഫിഷ്യൻസി 100% ആയിരിക്കും. ഓക്കെ ആണല്ലോ. അടുത്ത് നിങ്ങൾ അറിയേണ്ടത് വാട്ട് ഈസ് എ ഫ്ലെക്സ് ലോസ്. ഫ്ലെക്സിന് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലെക്സ് ലോസ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ഐഡിയൽ ട്രാൻസ്ഫോമറിൻ്റെ പവർ ലോസ് 0 ആണ്, എഫിഷ്യൻസി 100 ആണ്, ഫ്ലെക്സ് ലോസ് 0 ആണ്. ഓക്കെ ആണല്ലോ. പക്ഷേ എന്താ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാക്ടിക്കലി പവർ പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന പവർ കൊടുക്കുന്ന പവറിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി നിങ്ങൾ അറിയേണ്ട കാര്യം എഫിഷ്യൻസി 100-ൽ കുറവായിരിക്കും. അടുത്ത കാര്യം, സെക്കൻഡറി കോയിലിൻ്റെ ബൈ പ്രൈമറി കോയിലിൻ്റെ വോൾട്ടേജ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് കോയിൽസ് ഓഫ് പ്രൈമറി കോയിൽ ബൈ സെക്കൻഡറി കോയിൽ. ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ IP/IS ആണ്. ഓക്കെ ആണല്ലോ. VS/VP is equal to NS/NP equal to IP/IS. എഫിഷ്യൻസി ഈക്വൽ ടു 100%. റൈറ്റ് അസ്ന കറക്റ്റ് ആണ് കേട്ടോ. ഓക്കെ ആണല്ലോ. ഇനി എഫിഷ്യൻസി ഇടയ്ക്ക് ചോദിക്കാറുണ്ട്, വാട്ട് ക്യാൻ ബി ദി എഫിഷ്യൻസി ഓഫ് എ ട്രാൻസ്ഫോമർ. ഒരു ട്രാൻസ്ഫോമറിൻ്റെ എഫിഷ്യൻസി എത്രയാകും എന്ന് ചോദിച്ചു കണ്ടിട്ടുണ്ട്. ദാറ്റ് ഈസ് I²R/VP/IP into 100. നീറ്റ ഈസ് ഈക്വൽ ടു I², അതായത് സെക്കൻഡറി കോയിലുള്ള കറണ്ടിൻ്റെ സ്ക്വയർ ഇൻറ്റു റെസിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ പ്രൈമറി കോയിലുള്ള വോൾട്ടേജ് ഇൻറ്റു പ്രൈമറി കോയിലുള്ള കറണ്ട് ഇൻറ്റു 100. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. ഗ്രേറ്റ്. ഇനി നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള കാര്യം ഇപ്പം തീർത്തുതരാം. വാട്ട് ആർ ദി ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമർ. എന്തൊക്കെയാണ് ട്രാൻസ്ഫോമറിൻ്റെ ടൈപ്പായിട്ട് നമ്മൾ അറിയേണ്ടത്? 2 ടൈപ്പ് ട്രാൻസ്ഫോമർ ഉണ്ട്. ഒന്നാമത്തത് സ്റ്റെപ്പ് അപ്പ്, അതായത് വോൾട്ടേജ് കൂട്ടാനുള്ളത്. രണ്ടാമത്തത് സ്റ്റെപ്പ് ഡൗൺ, അതായത് വോൾട്ടേജ് കുറയ്ക്കാനുള്ളത്. വോൾട്ടേജ് കൂട്ടുക എന്ന് പറഞ്ഞാൽ സെക്കൻഡറി കോയിലിൻ്റെ വോൾട്ടേജ് വിൽ ബി ഗ്രേറ്റർ ദാൻ പ്രൈമറി. ഇവിടെ ആവട്ടെ VP ഈസ് ഗ്രേറ്റർ ദാൻ VS. നിങ്ങൾ ഒരെണ്ണം പഠിക്കുക, അതിൻ്റെ ഓപ്പോസിറ്റാണ് മറ്റേതെന്ന് ഓർത്തിരിക്കുക. രണ്ടാമത്തത് NS ഈസ് ഗ്രേറ്റർ ദാൻ NP. ഇവിടെ NP ഈസ് ഗ്രേറ്റർ ദാൻ NS. മനസ്സിലാക്കാം. സ്റ്റെപ്പ് അപ്പ്. ഓക്കെ, സ്റ്റെപ്പ് അപ്പിൽ എപ്പോഴും അപ്പ് ചെയ്യണം, അതായത് കൂട്ടേണ്ട സമയത്ത് അപ്പുറത്ത് കൂടിക്കിട്ടണം. അപ്പോൾ എപ്പോഴും സെക്കൻഡറിക്കായിരിക്കും മുൻതൂക്കം, സെക്കൻഡറിക്കായിരിക്കും കൂടുതൽ. ഞാൻ അങ്ങനെയാണ് പഠിച്ചു വെച്ചിട്ടുള്ളത്. സ്റ്റെപ്പ് ഡൗൺ പറഞ്ഞാൽ കുറയ്ക്കുകയാണ്, അതായത് കുറയുകയാണ്. അപ്പോൾ പ്രൈമറിക്കായിരിക്കണം മുൻതൂക്കം. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇവിടെ ആകെ വ്യത്യാസം ഈ ചങ്ങായിയാണ്. IP വിൽ ബി ഗ്രേറ്റർ ദാൻ IS. ഇവിടെ IS ഇസ് ഗ്രേറ്റർ ദാൻ IP. ഓക്കെ ആണല്ലോ. ഒരുപാട് പേർക്ക് ഇപ്പം ചോദിച്ചാൽ പോലും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫോമേഴ്സും അവരുടെ ടൈപ്പും എങ്ങനെയാണ്, അതിൻ്റെ വോൾട്ടേജ് വേരിയേഷൻ എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇനി സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമർ, അതാണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ട്രാൻസ്മിഷൻസ് നടക്കുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ടിലായിരിക്കും. ഇതൊന്ന് ഓർത്തിരിക്കുക. സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോമറിൻ്റെ ഓപ്പറേഷൻ നടക്കുന്നത് ഹൈ വോൾട്ടേജ് ലോ കറണ്ടിലായിരിക്കും മക്കളെ കേട്ടോ. അതൊന്ന് ഓർത്തിരിക്കണേ. ഓക്കെ ഫൈൻ. ഇനി ഒരു കാര്യം, ട്രാൻസ്ഫോമറിൽ ഡെഫിനറ്റ്ലി ലോസസ് ഉണ്ടാവും അല്ലേ. ദർ വിൽ ബി ലോസസ് ഇൻ ട്രാൻസ്ഫോമേഴ്സ്. ഓക്കെ ആണല്ലോ. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ ദർ ക്യാൻ ബി എ കോയിൽ ലോസ്. അതിൻ്റെ കോയിൽ കുറയാം, അല്ലെങ്കിൽ അതിൻ്റെ കോറ് കുറയാം. കോയിൽ എന്ന് പറഞ്ഞാൽ കോപ്പറാണ്, കോർ എന്ന് പറഞ്ഞാൽ അയേൺ ആണ്. ഓക്കെ, അയേൺ ആണ്. ഓക്കെ, സോ ഇത് കുറയാനുള്ള കാരണം ഒന്നാമത് ഹീറ്റ് പോകുന്നുണ്ടാവാം, ഇല്ലെങ്കിൽ ഫ്ലെക്സ് പോകുന്നുണ്ടായിരിക്കും. ഒന്നെങ്കിൽ ഹീറ്റ് ലോസ് അല്ലെങ്കിൽ ഫ്ലെക്സ് ലോസ്. ഹീറ്റ് കുറയുകയാണെങ്കിൽ നമ്മൾ തിക്ക് വയർ യൂസ് ചെയ്യും. ഓക്കെ, തിക്ക് വയർ യൂസ് ചെയ്യും. അല്ല ഫ്ലെക്സ് കുറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ കപ്ലിംഗ് ഫാക്ടർ 1 ആക്കി കൊടുക്കും. ഓക്കെ ആണല്ലോ. കപ്ലിംഗ് ഫാക്ടർ 1 ആക്കി കൊടുക്കും. മക്കളിതൊന്നും ഇമ്പോർട്ടൻ്റ് അല്ലാതെ തള്ളിക്കളയരുത്. ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി യൂസ് ടു നെഗ്ലക്റ്റ് ദി ഫ്ലെക്സ് ലോസ് ഇൻ എ ട്രാൻസ്ഫോമർ എന്ന് വെച്ചാൽ നമ്മൾ ആൻസർ എന്താ, കപ്ലിംഗ് ഫാക്ടർ 1 ആക്കി കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇതൊക്കെ ചോദിക്കുക. അങ്ങനെ തിയറി ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് കീമിനൊക്കെ വന്നതുകൊണ്ട് ദർ ഇസ് എ പോസിബിലിറ്റി ലൈക്ക് ദീസ് ക്വസ്റ്റ്യൻസ് മേ അപ്പിയർ, ദീസ് ക്വസ്റ്റ്യൻസ് ക്യാൻ അപ്പിയർ. അതുകൊണ്ടാണ് പറയുന്നത് കേട്ടോടാ. ഇനി അടുത്തത് അയൺ. അയണിൻ്റെ ആണെങ്കിൽ ഒന്നാമത്തത് ഹിസ്റ്റെറിസിസ്, രണ്ടാമത്തത് എഡ്ഡി കറണ്ട്. ഓക്കെ, ഹിസ്റ്റെറിസിസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സോഫ്റ്റ് അയൺ യൂസ് ചെയ്ത് കൺട്രോൾ ചെയ്യാം. ഓക്കെ, ഹിസ്റ്റെറിസിസ് ആണെങ്കിൽ സോഫ്റ്റ് അയൺ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. അല്ല എഡ്ഡി കറണ്ടാണെന്ന് വിചാരിക്കുക, അതാണെങ്കിൽ കോറ് ലാമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ, കോറ് ലാമിനേറ്റ് ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ. അങ്ങനെയാണ് നമ്മൾ എഡ്ഡി കറണ്ട് ഇതാക്കുന്നത്. ഓക്കെ, കിട്ടിയല്ലോ. ഗ്രേറ്റ്.
ഫൈൻ. ഇനി ഇലക്ട്രിക് ഫീൽഡ് ഇൻഡ്യൂസ് ചെയ്യും, അതായത് നമ്മളിങ്ങനെ ചെയ്യുന്ന സമയത്ത് ദർ ഇസ് ആൻ ഇൻഡ്യൂസ്ഡ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ ആണല്ലോ. അത് ഇക്വേഷൻ E.dl എന്ന് പറയുന്നത് -d∅dt ആയിരിക്കും കേട്ടോ. അതാണ് ഇൻഡ്യൂസ് ഇലക്ട്രിക് ഫീൽഡ് നിങ്ങൾ അറിയേണ്ട ഒരു ഇക്വേഷൻ. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. ഫൈൻ. ഓക്കെ, സോ ദാറ്റ് ബ്രിങ്സ് us. പിന്നെ ഒരു ഡി കെ ഒക്കെ ഉണ്ട്. ഡി കെ ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ഡി കെ ഒരു LR സർക്യൂട്ടിലുള്ള ഗ്രോത്ത് ഒക്കെ ഉണ്ട്. I is equal to 1 minus E. അത് നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കില്ല. ഓക്കെ, ഫൈൻ. So with that we are coming an end to that chapter. Now we are moving to the final chapter of the day, which is alternating current. Okay, alternating current ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ. So it's 20 minutes and alternating current. 20 മിനിറ്റ് കൊണ്ട് alternating current. We have again not plenty of time. Okay, നമുക്ക് ആവശ്യത്തിന് വേണ്ട ടൈം ഉണ്ട്. ഓക്കെ, സോ ഒരു 3-4 ടോപ്പിക് കൂടെ പറഞ്ഞാൽ കഴിഞ്ഞു. സോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, എങ്ങനെയുണ്ട് ഈ സെഷൻ? അതാണ് എനിക്ക് മനസ്സിലാവുന്നത്. കാരണം എന്താ വെച്ചാൽ മെയിൻ ഫീഡ്ബാക്ക് വേണ്ടത് നാളെ നമ്മൾ സെക്കൻഡ് പാർട്ടായിട്ട് വരുന്നുണ്ട്. ഇതേപോലെ തന്നെ എടുത്താൽ മതിയോ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയുമോ, അത് എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തണോ, എന്തെങ്കിലും ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങളൊന്ന് പറയുമോ. എന്നാൽ എനിക്ക് നാളെ അത് നോക്കി നമുക്ക് സെക്കൻഡ് സെഷൻ ഒന്ന് പ്ലാൻ ചെയ്യാനാണ്. ഇങ്ങനെ തന്നെ മതിയോ, ഇതേപോലെ തന്നെ എടുത്താൽ മതിയോ, അതോ ഷുഡ് ഐ മേക്ക് എനി മോഡിഫിക്കേഷൻസ് ടു ദിസ്? ഒന്ന് പറയുമോ, എന്തെങ്കിലും പറയുമോ, എന്തെങ്കിലും ജസ്റ്റ്. ഓക്കെ, റെഡി പറയുന്നുണ്ട്. അല്ലാണ്ട് എനിക്ക് നെക്സ്റ്റ് ക്ലാസ്സിനുള്ള നിങ്ങളുടെ ഒരു ഫീഡ്ബാക്കാണ് വേണ്ടത്. ഓക്കെ, പൊളിയാണ്, ദാറ്റ്സ് ഫൈൻ. ഓക്കെ, പോസിറ്റീവ് റിവ്യൂസ് ആർ ഗുഡ്, ബട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും വേണോ? AC കോമ്പി അടിപൊളിയായിരുന്നു, താങ്ക് യു സോ മച്ച്. ഓക്കെ, AC കോമ്പി താങ്ക് യു ഫോർ ദാറ്റ്. നിങ്ങൾക്ക് എന്തെങ്കിലും യു ഹാവ് സം സജഷൻസ് ഫോർ മൈ ക്ലാസ്, ഇതുപോലെ പോയാൽ മതി. ഓക്കെ, ഫൈൻ. സ്പീഡൊക്കെ ഓക്കെ അല്ലേടാ? ഈ സ്പീഡ് എല്ലാവർക്കും ഫോളോ ചെയ്യാൻ പറ്റുന്നൊരു സ്പീഡല്ലേ? വെയിറ്റിംഗ് ഫോർ സെക്കൻഡ് പാർട്ട്. ഡെഫിനറ്റ്ലി നെക്സ്റ്റിൽ കിടലും ചങ്ങായിമാരുണ്ട്, റയോപ്റ്റിക്സ് ഉണ്ട്. പക്ഷേ റയോപ്റ്റിക്സ് ഒക്കെ ഞാൻ ഇപ്പോൾ ഇതിൽ കേൾക്കുന്ന ഒരു 38 പേര്, അല്ലെങ്കിൽ ഇത് ലൈവ് കഴിഞ്ഞ് കേൾക്കുന്നവർ, നിങ്ങളിത് കാണുന്നത് നാളെ അതിൻ്റെ രണ്ടാമത്തെ സെഷന് മുന്നേ ആണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ റയോപ്റ്റിക്സ് ഒന്ന് കാണുക കേട്ടോ. റയോപ്റ്റിക്സ് ഐ തിങ്ക് എനിക്ക് പറ്റുന്നതിൽ ഏറ്റവും ബെസ്റ്റ്, എനിക്ക് എടുത്തപ്പോൾ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ വന്നൊരു ചാപ്റ്റർ വാസ് ഡെഫിനറ്റ്ലി റയോപ്റ്റിക്സ്. ഞാൻ അത്രയും എഫേർട്ട് എടുത്തുണ്ടാക്കിയൊരു സ്ലൈഡ്സ് ആയിരുന്നു അത്. കാരണം ഐ തിങ്ക് ഒരുപാട് പേർക്ക് ഹെൽപ്ഫുൾ ആയൊരു ക്ലാസ് ആയിരുന്നു അത്. ഓക്കെ, സെറ്റാണ്. ക്വസ്റ്റ്യൻസ് വേണം. അത് ഐ എം സോ സോറി, ഞാൻ പറഞ്ഞു ക്വസ്റ്റ്യൻസ് ഇതിലേക്ക് നമുക്ക് ഞാൻ എപ്പോഴാണ് എടുക്കുമെന്ന് പറഞ്ഞേ. ഇപ്പോൾ 11:45 ആയി. ഐ ഹാവ് ടു സം ഹൗ വൈൻഡ് അപ്പ് ദിസ് ക്ലാസ് ബൈ 12. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യുക, ക്വസ്റ്റ്യൻസ് ആഡ് ചെയ്യാൻ. ക്വസ്റ്റ്യൻസ് കോമ്പി റൂംസിലുണ്ടടാ. കോമ്പി റൂംസിൽ ഞാൻ കോമ്പി റൂംസിലെ ക്വസ്റ്റ്യൻസിന് നല്ല ഇമ്പോർട്ടൻസ് കൊടുത്ത് ചെയ്യാറുള്ള ഒരാളാണ്. അല്ലെങ്കിൽ ഇന്നേവിറ്റബിൾ 30 ഉണ്ട്. ഓക്കെ ആണല്ലോ. യെസ്, റയോപ്റ്റിക്സ് ഇസ് സെറ്റ്. ഓക്കെ, ഫൈൻ. യാ, റയോപ്റ്റിക്സ് ഫുൾ കവറാണ്. യാ, ഫൈൻ. ഓക്കെ, സോ okay, let's go to the alternating current. We are going to the finale. Yeah, second part ആണ് ഇതിലും വെടിക്കെട്ട് ചാപ്റ്റേഴ്സ്. ഐ എം വെയിറ്റിംഗ് ആക്ച്വലി ഫോർ ദ സെക്കൻഡ് പാർട്ട്. ആക്ച്വലി നല്ല കിടലൻ സെമി കണ്ടക്ടേഴ്സ്, ഞാൻ എടുക്കാത്ത ഒരുപാട് ചാപ്റ്റേഴ്സ് ഒരുമിച്ച് വരുന്നതാണ്. ഓക്കെ, സോ യുനോ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് എടുക്കാം. വി ആർ സ്റ്റാർട്ടിങ് വിത്ത് AC സർക്യൂട്ട്സ്. ഓക്കെ, അപ്പോൾ അതിന് മുന്നേ ലെറ്റ്സ് ബ്രിങ് യുവർ അറ്റൻഷൻ ടു AC എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കോൺസ്റ്റൻ്റ് ആയിട്ട് മാഗ്നിറ്റ്യൂഡ് മാറി ഡയറക്ഷൻസ് പീരിയോഡിക്കലി റിവേഴ്സ് ചെയ്യുന്ന ഒരു കറണ്ടാണ്. ഇറ്റ് ഈസ് റിഗാർഡഡ് ആസ് I equal to I0 sin omega t, V is equal to V0 sin omega t പ്ലസ് ഒരു ഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫേസ് ഡിഫറൻസ് ആണ് അല്ലേ? നമുക്കറിയാം ഒരു സാധനം ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞ് ഫേസ് ഡിഫറൻസ് തുടങ്ങി അടുത്ത ആൾ ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞാൽ ദർ ഇസ് എ ഫേസ് ഡിഫറൻസ് അല്ലേ? ഇവൻ 0 എത്തുമ്പോൾ ഇവൻ ഇതെത്തും, അങ്ങനെ നമുക്കൊരു ഫേസ് ഡിഫറൻസ് ഉണ്ടാവും. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, സോ വാട്ട് ഇസ് എൻ ആൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളത് കിട്ടിയിട്ടുണ്ട്. ഇനി വാട്ട് ഇസ് എൻ IRMS, ഇത് ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. IRMSൻ്റെ ഇക്വേഷൻ അറിയണം. IRMS ഇസ് ഈക്വൽ ടു √0 to t I² dt by 0 to t dt. So that is basically the IRMS. So what is IRMS എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റഗ്രൽ 0 to d I² dt by √0 to t dt. ഓക്കെ ആണല്ലോ. സോ അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കണം. പിന്നെ ഒരു വേവിൻ്റെ കാര്യം മാത്രം. ദിസ് ഇസ് എ സൈനസോഡൽ വേവ്, റൈറ്റ്? ഒരു പോസിറ്റീവ് ഭാഗമുണ്ട്, ഒരു നെഗറ്റീവ് ഭാഗമുണ്ട്. ഇതിൻ്റെ IRMS ഇസ് I0 by √2. അത് 0.707 I0 ആണ്. ഓക്കെ, ഇതിൻ്റെ ആവറേജ് വാല്യൂ എന്ന് പറയുന്നത് 2I0 by pi ആണ്. അത് 0.67 I0 ആണ്. ഓക്കെ ആണല്ലോ. സോ ഇത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൻ്റെയൊക്കെ ആക്ച്വലി ഞാൻ എടുക്കുന്നതിൻ്റെ ഒരു ഫുൾ വേർഷൻ
നിങ്ങൾക്ക് ഇതിൽ കിട്ടും, ഏതിൽ എൻ്റെ കോമ്പി റൂംസിൽ കിട്ടും. സോ ഏതെങ്കിലും ചാപ്റ്റർ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ഡോണ്ട് ഹെസിറ്റേറ്റ് ടു വാച്ച് ദ കോമ്പി റൂംസ്. ഓക്കെ, കാരണം അതിനകത്തെല്ലാം ഞാൻ കോമ്പി റൂംസ് പ്രൊമോട്ട് ചെയ്യുന്നതല്ല, ബിക്കോസ് എനിക്ക് ഇത്ര എടുക്കാം, എനിക്ക് ഭയങ്കര സങ്കടമായിട്ടൊന്നുമില്ല, കാരണം ഇതിൻ്റെയൊക്കെ ഒരു ടൈലൻഡ് അവിടെ കോമ്പി റൂമിൽ കിടക്കുന്നുണ്ട്. ഓക്കെ, സോ ഇഫ് യു കുഡ് ഫോളോ മൈ ദിസ്, പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഇഫ് യു കുഡ് ഫോളോ ദിസ് വേ ഓഫ് ടീച്ചിങ് ഓഫ് മൈൻ, യു വിൽ ഡെഫിനറ്റ്ലി എൻജോയ് ദി കോമ്പി റൂംസ് ഓഫ് മൈൻ. ഓക്കെ, സോ വി ആർ മൂവിങ് ഇൻ ടു AC സർക്യൂട്ട്. അപ്പോൾ ദിസ് ഐ ഫെൽറ്റ് ലൈക്ക് ഐ വിൽ ബി ജസ്റ്റ് സമ്മിങ് അപ്പ് ദി എൻറ്റയർ സ്റ്റഫ്. നിങ്ങൾക്ക് R റെസിസ്റ്റർ ഓൺലി സർക്യൂട്ട് ഉണ്ട്, യു ഹാവ് ഇൻഡക്ടർ ഓൺലി സർക്യൂട്ട്, യു ഹാവ് കപ്പാസിറ്റൻസ് ഓൺലി സർക്യൂട്ട്. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണോ റിവൈസ് ചെയ്യേണ്ടത് അതേപോലെ തന്നെ സാധനം ഡെലിവറി ചെയ്യും. ദാറ്റ്സ് ഹൗ ഇറ്റ് ഷുഡ് ബി മെൻ. അല്ലാണ്ട് വെറുതെ കുറേ എടുത്ത സാധനം വീണ്ടും എടുക്കുന്നതല്ല റിവിഷൻ. സോ ദിസ് ഇസ് ഇൻഡക്ടർ സർക്യൂട്ട്, ദിസ് ഇസ് ഇൻഡക്ടൻസ് സർക്യൂട്ട്, ദിസ് ഇസ് കപ്പാസിറ്റൻസ് സർക്യൂട്ട്. ഓക്കെ, 3 സർക്യൂട്ട് കിട്ടി. ലെറ്റ്സ് കമ്പയർ ഓൾ ദിസ് സ്റ്റഫ്. ആദ്യം പൊട്ടൻഷ്യൽ V0 സൈൻ ഒമേഗ ടി, ഇവിടെ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി, ഇവിടെ V ഈക്വൽ ടു V0 സൈൻ ഒമേഗ ടി. കിട്ടിയോ? കിട്ടി. അടുത്തത് വാട്ട് ഈസ് I, വാട്ട് ഈസ് ദ കറണ്ട് V0 ബൈ R സൈൻ ഒമേഗ ടി. വാട്ട് ഈസ് ഹിയർ I, ഇവിടുത്തെ കറണ്ട് എത്രയാണ്? V0 ബൈ ഇടയ്ക്ക് നമ്മുടെ സർഫസ് പ്രോ ഹീറ്റ് ആവുന്ന കേട്ടോ, കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യല്ല, അതുകൊണ്ടാണ്. I is equal to V0 by omega L minus cos omega t. Okay, V0 by omega L minus cos omega t. I is equal to V0 by 1 by omega C cos omega t. ഓക്കെ ആണല്ലോ. സോ അതാണ് കറണ്ട് എന്ന് പറയുന്നത്. ഇവിടെ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത് R തന്നെയാണ്, ഇവിടെ റെസിസ്റ്റൻസ് R എന്ന് പറയുന്നത്, ഇവിടെ റിയാക്റ്റൻസ് നമ്മൾ റിയാക്റ്റൻസ് എന്നാണ് പറയുക, അത് XL എന്ന് പറയുന്നത് ഒമേഗ L ആണ്, ഇവിടെ XC ആണത്, ദാറ്റ് ഈസ് 1 by C ഒമേഗ. ഓക്കെ ആണല്ലോ. ഫൈൻ. ഇതൊന്ന് മൂവ് ചെയ്താൽ എനിക്ക് ബാക്കി എടുക്കാമായിരുന്നു. ജസ്റ്റ് ഹീറ്റ് ആവുന്ന കേട്ടോ സർഫേസ്. ഓക്കെ ഓക്കെ അടുത്തത് അറിയേണ്ടത് ഫേസർ ഡയഗ്രമാണ്. ഇവിടെ വിയും ആറും തമ്മിൽ ഫേസ് ഡിഫറൻസ് ഇല്ല, VR is equal to IR. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഹിയർ ആക്ച്വലി വോൾട്ടേജ് ഇസ് ലീഡിങ് കറണ്ട്. ഓക്കെ, ഒക്കെ അവിടെ വോൾട്ടേജ് ഇസ് ലീഡിങ് കറണ്ട് ആൻഡ് VL is equal to IXL. അടുത്തത് ഹിയർ, ഇവിടെ കറണ്ട് ഈസ് ലീഡിങ്, വോൾട്ടേജ് ഈസ് ലാഗിങ്. ഓക്കെ ആണല്ലോ. ഇതിൻ്റെയൊക്കെ ഒരു ഫുൾ വേർഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് കോമ്പി റൂംസ് കാണാം. ഓക്കെ, അഗെയിൻ VC is equal to IXC. ഓക്കെ ആണല്ലോ. സോ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദി ഭാഗം. ഇത്ര നിങ്ങൾ അറിഞ്ഞാൽ മതി. AC സർക്യൂട്ടിൽ ദ മസ്റ്റ് നോൺ ഫാക്ട്സ്. ഹിയർ ഐ എം ക്രിയേറ്റിംഗ് എ ന്യൂ ടേബിൾ ഫോർ യു. എല്ലാവരും ഇതൊക്കെ എന്തായാലും പഠിച്ചോ മക്കളെ. ലൈക്ക് യു ഗൈസ് ക്യാൻ ബി ലൈക്ക് എന്താ പറയുക, ഇത്രയും ഐ തിങ്ക് നമ്മളിങ്ങനെ ഒരുപാട് വായിക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു ഓർഡറാണ് ഞാനിവിടെ എഴുതിയിട്ടില്ല കേട്ടോ. സോ ദിസ് ബേസിക്കലി എക്സ്പ്ലെയിൻസ് എവറിത്തിങ്, വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റർ, റിയാക്റ്റൻസ്, ഗ്രാഫ്. ഓക്കെ ആണല്ലോ. സോ ദിസ് ബേസിക്കലി ഈസ് എക്സ്പ്ലെയിനിങ് ഹോൾ സ്റ്റഫ്. ഓക്കെ, ഇനി ഇഫ് വി ആർ മൂവിങ് ടു LCR സർക്യൂട്ട്. LCR സർക്യൂട്ടിൻ്റെ ഒരു പ്രത്യേകത ഇത്രേ ഉള്ളൂ. ഇവിടെ ഇൻഡക്റ്റൻസ് ഉണ്ടാവും, ഇവിടെ കപ്പാസിറ്റൻസ് ഉണ്ടാവും, ഇവിടെ റിയാക്റ്റൻസ് ഉണ്ടാവും, ഇവിടെ കറണ്ട് ഉണ്ടാവും. ഓക്കെ ആണല്ലോ. ഫൈൻ. സോ ഇവിടെ VL ആയിരിക്കും എപ്പോഴും VCനേക്കാൾ കൂടുതൽ, അതുകൊണ്ട് XL വിൽ ബി ഡോമിനേറ്റിംഗ് XC. ഓക്കെ, അതൊന്ന് ഓർത്തിരിക്കുക. പിന്നെ നമ്മൾ എടുക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെയാണ് അതിൻ്റെ ഫേസർ ഡയഗ്രാം വരിക. VL മൈനസ് VC, ഇവിടെ VR, ഇതായിരിക്കും എഫക്റ്റീവ്, ദാറ്റ് വിൽ ബി റൂട്ട് ഓഫ് VR സ്ക്വയർ പ്ലസ് VL മൈനസ് VC ദി ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ. ദാറ്റ് വിൽ ബി എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഓക്കെ, ഇനി എഫക്റ്റീവ് റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണ് ഇംപിഡൻസ്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ടാവും, ഇവിടെ XL മൈനസ് XC ഉണ്ടാവും. ദിസ് ഗൈ ഇസ് നോൺ ആസ് ഇംപിഡൻസ് ആൻഡ് ദിസ് ഇസ് നോൺ ആസ് തീറ്റ. ഓക്കെ, ഇതിനകത്ത് ടാൻ തീറ്റ എടുക്കുകയാണെങ്കിൽ XL മൈനസ് XC ബൈ R. ഓക്കെ ആണല്ലോ. അതുകൂടെ ജസ്റ്റ് പഠിച്ചിരിക്കാം. ഓക്കെ ആണല്ലോ. കിട്ടിയല്ലോ. ഗ്രേറ്റ്. അപ്പോൾ വാട്ട് ഈസ് ദി ഇംപിഡൻസ്? Z is equal to root of R square plus XL minus XC the whole square. Okay, impedance Z is equal to root of R square plus XL minus XC the whole square. And apart from impedance, ചിലപ്പോൾ വഴിതെറ്റി ചോദിക്കാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് അഡ്മിറ്റൻസ്? ഞാൻ അന്ന് കഴിഞ്ഞ കോമ്പിൽ പറയാൻ വിട്ടുപോയൊരു പോയിൻ്റാണ്. വാട്ട് ഈസ് അഡ്മിറ്റൻസ്? അഡ്മിറ്റൻസ് ഈസ് 1/Z.
ഓർത്തിരിക്കാം. അഡ്മിറ്റൻസ് ഇസ് 1/z. ഓക്കെ ആണല്ലോ, അത് ഓർത്തിരിക്കാം. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് cos phi ഫ്രം ദാറ്റ്? cos phi ഇസ് r/z. ഇത് മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ ഇനി കുറച്ച് ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം, അപ്പോൾ ഒരു ജസ്റ്റ് ഒരു ഓഫ് ടോപ്പിക്കാണ്, മേ ബി ചോദിക്കാം. എ സി സർക്യൂട്ടിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പറയാനുള്ളത്. പവർ ഇൻ എ സി സർക്യൂട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ടാണ് പറയുന്നത്. V is equal to V0 sin omega t. I is equal to I0 sin omega t plus phi. Power is equal to V RMS into I RMS into cos phi is equal to I square R. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് വാട്ട്ഫുൾ കറണ്ട്? അത് ഇടയ്ക്ക് കുറച്ച് കുട്ടികൾ എനിക്ക് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് അവിടെ ആഡ് ചെയ്യുന്നത് കേട്ടോ. വാട്ട് ഈസ് വാട്ട്ഫുൾ കറണ്ട്? ദാറ്റ് ഈസ് I RMS into cos phi. ഓക്കെ, അതുപോലെ വാട്ട് ഈസ് വാട്ട്ലെസ് കറണ്ട്? മക്കളെ പഠിച്ചോ, വാട്ട് ഈസ് വാട്ട്ലെസ് കറണ്ട്? ദാറ്റ് ഈസ് I RMS into sin phi. ഓക്കെ, ആൻഡ് വാട്ട് ഈസ് വാട്ട്ലെസ് പവർ? വാട്ട് ഈസ് വാട്ട്ലെസ് പവർ? ദാറ്റ് ഈസ് V RMS into I RMS into sin phi. ഓക്കെ, what is wattless power? That is Vrms into Irms into sin phi. Okay, where okay, അത് പഠിക്കാം. വാട്ട്ലെസ് പവർ അത് പഠിച്ചു. ഇനി കോസ് ഫൈനെ വിളിക്കുന്ന പേരെന്താണ്? ദാറ്റ് ഈസ് നോൺ ആസ് പവർ ഫാക്ടർ. ഇത് ചോദിക്കട്ടോ, വാട്ട് ഇസ് ഫൈൻഡ് ദി പവർ ഫാക്ടർ ഇഫ് ഈ ഒരു എന്താ പറയുക ഒരു LCR സർക്യൂട്ട് വന്നിട്ട് ദേ വിൽ ബി ആസ്ക്ഡ് ടു ഫൈൻഡ് ദി പവർ ഫാക്ടർ, അങ്ങനെ അവർ പറയുള്ളൂ. ഓക്കെ ആണല്ലോ, സോ അത് യു ഷുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് കോംപ്രിഹെൻഡ് വാട്ട് ഇസ് എ പവർ ഫാക്ടർ കേട്ടോ. Okay, fine. Okay, so ഇനി അറിഞ്ഞിട്ടുണ്ട് വാട്ട് ഈസ് റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട്. റെസൊണൻസ് ഇൻ LCR സർക്യൂട്ട് എന്താണ്? ഒരു LCR സർക്യൂട്ടിലുള്ള റെസൊണൻസ് എന്ന് പറയുന്നത് അതും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. റെസൊണൻസ് എന്ന് പറയുമ്പോൾ അറ്റ് റെസൊണൻസ് XL വിൽ ബി ഈക്വൽ ടു XC, അതുപോലെ തന്നെ VL വിൽ ബി ഈക്വൽ ടു VC. അതാണ് ഒരു കണ്ടീഷൻ. അപ്പോൾ ഇവിടെ സെറ്റ് ഈക്വൽ ടു R മിനിമം ആയിരിക്കും, അതായത് റെസൊണൻസ് നടക്കുന്ന സമയത്ത് മിനിമം എമൗണ്ട് ഓഫ് റെസിസ്റ്റൻസ് ആണ് ഉണ്ടാവുക. അതുപോലെ തന്നെ I ഈക്വൽ ടു V/R മാക്സിമം ആയിരിക്കും. മിനിമം റെസിസ്റ്റൻസ് മാക്സിമം കറണ്ട് കേട്ടോ. അതിൻ്റെ പവർ ഫാക്ടർ 1 ആയിരിക്കും. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അറ്റ് റെസൊണൻസ് ഓർത്തിരിക്കുക, അറ്റ് റെസൊണൻസ് പവർ ഫാക്ടർ വിൽ ബി 1. അറ്റ് റെസൊണൻസ് പവർ ഫാക്ടർ വിൽ ബി 1. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ വാട്ട് വിൽ ബി ദ ഫേസ് ഡിഫറൻസ്? അത് 0 ഡിഗ്രി ആയിരിക്കും. ഇതൊക്കെ ഓർത്തിരിക്കുക കേട്ടോ. ഈ ഓരോ ക്വസ്റ്റിനും ഇതൊക്കെ ക്വസ്റ്റനാണ്. ഇത് XL ഈക്വൽ ടു XC, VL ഈക്വൽ ടു VC, Z മിനിമം ആയിരിക്കും, കറണ്ട് മാക്സിമം ആയിരിക്കും, പവർ ഫാക്ടർ 1 ആയിരിക്കും, ഫേസ് ഡിഫറൻസ് 0 ആയിരിക്കും. ഓക്കെ ആണല്ലോ. ആൻഡ് വാട്ട് ഈസ് ദ റെസൊണേറ്റിംഗ് ഫ്രീക്വൻസി? ω0 ഈക്വൽ ടു 1/√LC. ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ. സോ ജസ്റ്റ് ഒന്ന് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. ഓക്കെ, ω0. ഓക്കെ, this is R1, this is R2 and R1 is greater than R2. ഓക്കെ ആണല്ലോ. ആൻഡ് ചില സമയത്ത് നിങ്ങളോട് ചോദിക്കാറുണ്ട് ഷാർപ്നെസ്സിൻ്റെയും ക്വാളിറ്റി ഫാക്ടറിൻ്റെയും റിലേഷൻ എന്താണ്? ദാറ്റ് ദേ ആർ ബേസിക്കലി ബോത്ത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ കേട്ടോ. ദേ ആർ ബേസിക്കലി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഈച്ച് അതർ. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ അനദർ കാര്യമുണ്ട്, XL/R എന്ന് പറയുന്നത് √L/C into 1/R ആണ്. ഇതാണ് F0 ബാൻഡ് വിഡ്ത്ത്. ഇത് ചില സമയത്ത് വാട്ട് ഈസ് എ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എന്ന് ചോദിച്ചിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ജസ്റ്റ് പഠിക്കാം. സോ നിങ്ങൾ ഇതെന്തായാലും പറയണം. വാട്ട് ഹാപ്പൻസ് ഇൻ റെസൊണൻസ് എന്ന് ഏത് ഉറക്കത്ത് ചോദിച്ചാലും നിങ്ങൾക്ക് പറയാൻ കഴിയണം. ഓക്കെ ആണല്ലോ, ഫൈൻ. ആൻഡ് നെക്സ്റ്റ് തിങ് ഇസ് പണ്ട് എനിക്കൊക്കെ പഠിക്കുന്ന സമയത്തുള്ള സാധനം വാട്ട് ഈസ് LCR പാരലൽ കോമ്പിനേഷൻ. LCR പാരലൽ കോമ്പിനേഷൻ അതായത് LCR ഇത് പാരലായിട്ട് കൊടുത്താൽ എന്ത് പറ്റും? ഓക്കെ, മനസ്സിലാക്കേണ്ടത് അതിൻ്റെ ആകെ നിങ്ങൾ പഠിക്കേണ്ടത് വാട്ട് വിൽ ബി ദി ഇത് എന്താണ് നമ്മുടെ ഇംപിഡൻസ്. അത് 1/Z എടുക്കുക, അതിൻ്റെ നേരെ തിരിച്ചിട്ട് സെറ്റ് ആയി കേട്ടോ. √1/R² പ്ലസ് 1/XL മൈനസ് 1/XC ഹോൾ സ്ക്വയർ. ഓക്കെ ആണല്ലോ, അതാണ് നിങ്ങളുടെ ഇംപിഡൻസിന് വേണ്ടിയിട്ടുള്ളത്. ഓക്കെ ആണല്ലോ. ഇനി വാട്ട് ഈസ് എ ചോക്ക് കോയിൽ? ഫോർ ദ സേക്ക് ഓഫ് കംപ്ലീഷൻ അതുകൂടെ പറയാം. വാട്ട് ഈസ് എ ചോക്ക് കോയിൽ? ചോക്ക് കോയിൽ എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അതിനകത്ത് ആൾട്ടർനേറ്റിംഗ് കറണ്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. അതിനകത്ത് ലോ റെസിസ്റ്റൻസ് ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതിനകത്ത് L കൂടുതലായിരിക്കും,
R കുറവായിരിക്കും, പവർ 0 ആയിരിക്കും. ദിസ് ഈസ് ദ ട്രയാഡ് കേട്ടോ. 3 കാര്യം. ഈ 3 കാര്യത്തിലാണ് നമ്മുടെ ചോക്ക് കോയിൽ വർക്ക് ചെയ്യുന്നത്. എന്തൊക്കെയാണ് എല്ലാവരും ഉറങ്ങാൻ പോയല്ലോ, ഇപ്പം തീരുടാ. 2 മണിക്കൂർ 23 മിനിറ്റ്, ജസ്റ്റ് 6 മോർ അല്ലെങ്കിൽ 5 more minutes ഇറ്റ്സ് ഓവർ. ഓക്കെ, L മാക്സിമം ആയിരിക്കും, R മിനിമം ആയിരിക്കും, പവർ 0 ആയിരിക്കും. അതാണ് ചോക്ക് കോയിൽ കേട്ടോ. ഓക്കെ, ആൻഡ് വാട്ട് ഇസ് LC ഓസിലേഷൻ? LC ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, നമ്മളൊരു കപ്പാസിറ്റർ എടുക്കാം, അത് നേരെ ഒരു നമ്മുടെ ഇൻഡക്ടറിൽ കൊടുക്കാം, എന്നിട്ട് നമ്മളത് ക്ലോസ് ചെയ്യാം. അപ്പോൾ ഈ കപ്പാസിറ്ററിലെ ചാർജ് ഡിസ്ചാർജ് ചെയ്തിട്ട് നമ്മുടെ ഇൻഡക്റ്റൻസിൽ ചാർജ് വരും, അത് തിരിച്ച് ഇങ്ങോട്ട് കപ്പാസിറ്റൻസിലേക്ക് തന്നെ വരും. ഓക്കെ ആണല്ലോ. സോ ദേ ആർ ബേസിക്കലി ജസ്റ്റ് ഓസിലേറ്റിംഗ് ബിറ്റ്വീൻ ഈച്ച് അതർ. അതിൻ്റെ പേരാണ് LC ഓസിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, സോ വാട്ട് ഹാപ്പൻസ് ഇൻ ആൻ LC ഓസിലേഷൻ? അവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഒരു ഇക്വേഷൻ ആണുള്ളത്, L d²q/dt² plus q/c = 0. ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇൻ LC ഓസിലേഷൻ ദ ബേസിക് തിങ് ഇസ് L d²q/dt² plus q/c = 0. ഓക്കെ, അതിലുള്ള ചാർജ് എന്ന് പറയുന്നത് Q0 cos ωt ആണ്. I എന്ന് പറയുന്നത് -I0 sin ωt ആണ്. ഓക്കെ ആണല്ലോ. Q is equal to Q0 cos ωt, I is equal to -I0 sin ωt. ഓക്കെ, ഇതിൻ്റെ ഒമേഗയുടെ ഫ്രീക്വൻസിയുടെ പഠിച്ചോ, 1/√LC. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് ദി ഫ്രീക്വൻസി ഓഫ് ഓസിലേഷൻ. ഓക്കെ ആണല്ലോ. അതുകൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഫൈൻ. സോ അതിലവിടെ കഴിഞ്ഞു. I think I'll be just finishing the electromagnetic wave. ഒരു 5 മിനിറ്റ് കൊണ്ട് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് കൂടെ തീർത്താൽ ആകെ 2-3 ഇക്വേഷൻ ഉള്ളൂ. അതുകൂടെ അങ്ങ് പറയട്ടെ, എന്നാൽ ചാപ്റ്റർ അങ്ങ് തീരും. എന്നാൽ പിന്നെ നാളെ എനിക്ക് ഫ്രഷ് ആയിട്ട് റയോപ്റ്റിക്സ് ഒന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതുകൊണ്ടാണ് ജസ്റ്റ് കോപ്പ് അപ്പ് വിത്ത് മീ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. ഇപ്പോൾ തീർക്കാം കേട്ടോ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ് കൂടെ പറയുകയാണെ. ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ ആദ്യം പഠിക്കാനുള്ളത് വാട്ട് ആർ മാക്സ്വെൽസ് ഇക്വേഷൻ. എന്താണ് മാക്സ്വെൽസ് ഇക്വേഷൻ എന്ന് പറയുന്നത്? മാക്സ്വെല് 4 ഇക്വേഷനാണ് പ്രഡിക്റ്റ് ചെയ്തത്. 1, 2, 3, 4. ഓക്കെ, ആദ്യത്തെ ഇക്വേഷൻ പറഞ്ഞത് E.dA ഈസ് ഈക്വൽ ടു Q/ε0. അടുത്തത് ഇൻ്റഗ്രൽ B.dA എന്ന് പറഞ്ഞത് 0 ആണ്. അടുത്തത് ഇൻ്റഗ്രൽ E.dl എന്ന് പറഞ്ഞത് -d∅E/dt ആണ്. ഓക്കെ, അടുത്തത് ഇൻ്റഗ്രൽ B.dl എന്ന് പറഞ്ഞത് μ0 × IC + ε0 d∅E/dt ആണ്. ഓക്കെ ആണല്ലോ. ഇത് ഗോസ് ലോ ഓഫ് ഇലക്ട്രിസിറ്റി, ഇത് ഗോസ് ലോ ഓഫ് മാഗ്നറ്റിസം, ഇത് ഫാരഡേസ് ലോ, ഇത് എംപിയർ മാക്സ്വെൽ ലോ. ഓക്കെ ആണല്ലോ. ദിസ് ഇസ് എംപിയർ മാക്സ്വെൽ ലോ. ഇതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ 4 മെയിൻ കാര്യം. ഓക്കെ, അത് കഴിഞ്ഞോട്ടെ. ഇനി പഠിക്കാനുള്ള അടുത്ത മേജർ ടോപ്പിക് ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. ഓക്കെ, ഞാനത് ഇന്ന് ടോപ്പിക് ഇട്ടപ്പോൾ പറയാൻ മറന്നുപോയി, ഈ ചാപ്റ്ററോടെ തീർക്കാം, അതാണ് നല്ല. ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ആണ്. സോ φ ഈസ് ഈക്വൽ ടു EA ഈസ് ഈക്വൽ ടു Q/ε0. ഓക്കെ ആണല്ലോ. ഓർ d∅/dt എന്ന് പറയുന്നത് 1/ε0 dQ/dt ആയിരിക്കും. ഓക്കെ, അഥവാ ഡിസ്പ്ലേസ്മെൻറ്റ് കറണ്ട് ID എന്ന് പറയുന്നത് എത്രയാണ്? ε0 d∅E/dt. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഫൈൻ. ഇനി ഇലക്ട്രോമാഗ്നറ്റിക് വേവിൻ്റെ പ്രോഗ്രഷൻ, അതിനൊരു ഇലക്ട്രിക് കമ്പോണൻറ്റ് ഉണ്ടാവും, അത് E0 sin kz - ωt ആയിരിക്കും. അതുപോലെ തന്നെ ഒരു BY കമ്പോണൻറ്റ് ഉണ്ടാവും, അത് B0 sin kz - ωt ആയിരിക്കും. അതിൻ്റെ കപ്പാസിറ്റൻസസ് 1/√μ0 ε0 അഥവാ E0/B0 ആയിരിക്കും. അതാണ് അതിൻ്റെ സ്പീഡ്, കപ്പാസിറ്റൻസ് അല്ല, സ്പീഡ്. സോ വാട്ട് ഇസ് ദ സ്പീഡ് വെച്ച് കഴിഞ്ഞാൽ 1/√μ0 ε0 ഇസ് ഈക്വൽ ടു E0/ε0. ഓക്കെ ആണല്ലോ, പഠിച്ചല്ലോ. ഗ്രേറ്റ്. എന്താണ് Q വാല്യൂ എന്ന് അറിഞ്ഞിരിക്കണം. അത് മറ്റേലാണ്, വേണ്ട, ഒഴിവായിക്കും. ഓക്കെ, പിന്നെ ഇങ്ങനെയാണിത് പോകുന്നത്, അറിയാലോ, ഇങ്ങനെയാണിത് പോകുന്നത്. അതിന് ഇങ്ങനെ പരസ്പരം അത് പെർപെൻഡിക്കുലറായിട്ട് ഓസിലേറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ ആണല്ലോ. സോ ഡയറക്ഷൻ ഓഫ് പ്രൊപ്പഗേഷൻ അറിയുമെങ്കിൽ E×P ചെയ്താൽ മതി. ഓക്കെ ആണല്ലോ, ഫൈൻ. അതിന് ഇലക്ട്രിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി 12ε0 E² ആണ്. ഓക്കെ ആണല്ലോ. അതുപോലെ തന്നെ മാഗ്നറ്റിക് ഫീൽഡ് ഇൻറ്റൻസിറ്റി B²/2μ0 ആണ്. ഓക്കെ ആണല്ലോ. ടോട്ടൽ എനർജി ഡെൻസിറ്റി, അതാണ് ഇമ്പോർട്ടൻറ്റ്. ടോട്ടൽ എനർജി ഡെൻസിറ്റി എന്ന് പറയുന്നത് 12ε0 E² പ്ലസ് 12B²/μ0. ഇതിനെ കൂട്ടിയാൽ, ഇത് മൊത്തത്തിൽ കൂട്ടിക്കഴിഞ്ഞാൽ B²/, ഇത് ഓക്കെ, ഇത് പഠിച്ചാൽ മതി. ദിസ് ഇസ് ടോട്ടൽ എനർജി ഡെൻസിറ്റി.
ഓക്കെ ആണല്ലോ, കിട്ടിയല്ലോ, പഠിച്ചല്ലോ. ഇനി നിങ്ങൾക്ക് ആക്ച്വലി ഉള്ളത് ഒരു എന്താണ് വേവുകളെ കുറിച്ചാണ്. ഞാൻ അതും കൂടെ വേണം, നിങ്ങൾക്ക് വേവ്സിനെ കുറിച്ച് വേണം. വേവ്സിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് വേവ് ലെങ്ത്തും കാര്യങ്ങളും കൂടെ മെൻഷൻ ചെയ്യണോ, കാരണം ടൈം ഇസ് അപ്പ്. അതോ നിങ്ങൾ വേവ് ലെങ്ത്ത് ഒറ്റയ്ക്ക് പഠിക്കുമോ, എന്താ വേണ്ട? അതും കൂടെയാണ് ഈ ചാപ്റ്ററിൽ ബാക്കിയുള്ളത്. അതുകൂടെ ഞാൻ പറയണമെങ്കിൽ അതുകൂടെ പറഞ്ഞിട്ട് നിർത്താം, അല്ലെങ്കിൽ we will just slowly conclude this session hoping you will read it from the textbook. എന്താ വേണ്ടേ? ഞാൻ വേണമെങ്കിൽ ജസ്റ്റ് വേവുകൾ ഏതൊക്കെയെന്ന് പറയാം, അതിൻ്റെ വേവ് ലെങ്ത്ത് പറയാം, ബാക്കി നിങ്ങൾ പഠിച്ചോ. റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, ലൈറ്റ്, യു വി, എക്സ്റേ, ഗാമാറേ. ഓക്കെ, പറഞ്ഞോ. അപ്പോൾ നമുക്ക് അതും കൂടെ പറഞ്ഞിട്ടങ്ങ് നിർത്താം. ഓക്കെ, സോ ഇത്ര റേസ് ആണ്: റേഡിയോ, മൈക്രോ, ഇൻഫ്രാറെഡ്, ലൈറ്റ്, യു വി, എക്സ്റേ, ഗാമാറേ. ഇതിൻ്റെ വേവ് ലെങ്ത് 0.1 മീറ്റർ കൂടുതലാണ്. ഇത് 0.1 മീറ്റർ ടു 1 മില്ലിമീറ്റർ ആണ്. ഇത് 1 മില്ലിമീറ്റർ ടു 700 നാനോമീറ്റർ ആണ്. ഇത് 700 നാനോമീറ്റർ ടു 400 നാനോമീറ്റർ ആണ്. ഇത് 400 നാനോമീറ്റർ ടു 1 നാനോമീറ്റർ ആണ്. ഇത് 1 നാനോമീറ്റർ ടു 10⁻³ നാനോമീറ്റർ ആണ്. ആൻഡ് ദ ലാസ്റ്റ് ഗൈ ഈസ് ലെസ് ദാൻ 10⁻³ നാനോമീറ്റർ. ഓക്കെ ആണല്ലോ, ഇതാണ് വേവ് ലെങ്ത് കേട്ടോ. എല്ലാം ഒന്ന് സമ്മപ്പ് ചെയ്ത് തരണം, എല്ലാം ഇതാക്കാണ്. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ അത് ജസ്റ്റ് ഇത് മതിയാവും. ദിസ് ഇസ് ഫൈൻ. ഇത് മിക്കവാറും നിങ്ങളുടെ ഈ ഓർഡറിലാണ് ചോദിക്കുക, വിച്ച് ഓഫ് ദ ഫോളോയിങ് ലൈസ് ഇൻ ദ റേഞ്ച് ഓഫ് യു വി, അങ്ങനെയാണ് ചോദിക്കുക. ഓക്കെ ആണല്ലോ, സോ അതാണ് കാര്യം. സോ യെസ്, RMI Lex G, ഞാൻ അങ്ങനെ വായിക്കാറ്, RMI Lex G. ഓക്കെ, സോ യെസ്, ഇറ്റ്സ് 2 hour 30 minutes ഷാർപ്പ്. അപ്പോൾ ഞാൻ തന്ന വാക്ക് ഞാൻ പാലിക്കുകയാണ്. 2 hour 30 minutes we have done the first part of the NCERT is over അല്ലേ. ഇനി നാളെ സെക്കൻഡ് പാർട്ട്. നാളെ റേ ഓപ്റ്റിക്സ്, വേ ഓപ്റ്റിക്സ്, മോഡേൺ ഫിസിക്സ്, സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് ആൻഡ് ദാറ്റ് കമ്മ്യൂണിക്കേഷൻ അല്ലേ. അത്രയേ ഉള്ളൂ. അതോടെ വി ആർ ഫിനിഷിങ്. നാളെ ഐ തിങ്ക് എഗെയിൻ വി വിൽ ബി ഗിവിങ് എ ഗുഡ് ടൈം ഫോർ റേ ഓപ്റ്റിക്സ്. റേ ഓപ്റ്റിക്സ് നല്ലൊരു സമയം തന്നെ കിട്ടും. സോ റേ ഓപ്റ്റിക്സ് കാണാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടുമോറോ യു വിൽ ബി ഡിസ്കസിങ് ദ റേ ഓപ്റ്റിക്സ് അഗെയിൻ. സോ ജസ്റ്റ് സീ അല്ലേ. ഞാൻ ആദ്യമായിട്ടാണ് ഇത്ര കുറഞ്ഞ സമയം കൊണ്ട് ഇത്രയും എമൗണ്ട് ഓഫ് ടോപ്പിക് എടുക്കുന്നത് കേട്ടോ. എനിക്കറിഞ്ഞാൽ അറിയില്ല ഹൗ മച്ച് ഡിഡ് വി ജസ്റ്റ് ഡിസ്കസ് ടുഡേ. ഓക്കെ, സോ ഗുഡ് മോർണിംഗ് യാഷ്. ദൈവം, ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കയറേണ്ടി വരും. ഓക്കെ, സോ ഇന്നത്തെ ക്ലാസ് എങ്ങനെ ഉണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് പറഞ്ഞ ക്ലാസ് എൻഡ് ചെയ്യുന്നതിന് മുന്നേ ഹൗ വാസ് ദ ക്ലാസ്? എല്ലാവർക്കും ഇഷ്ടമായോ? ഇതൊരു മനസ്സിലായോ എല്ലാവർക്കും? ഈ ഒരു ടോപ്പിക്കൊക്കെ മനസ്സിലായോ? ഹൗ വാസ് ഇറ്റ് ഓവറോൾ? എങ്ങനെയുണ്ടായിരുന്നു ഈ ഒരു ചെക്ക് ലിസ്റ്റ് പറഞ്ഞൊരു സെഷൻ? നിങ്ങൾക്ക് ഇഷ്ടമായോ? നിങ്ങൾക്ക് ഇഷ്ടമായി? ജസ്റ്റ് ഒന്ന് പറയാം, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പറയാം കേട്ടോ. ക്ലാസ് ഇഷ്ടമായി എല്ലാവരും? നിങ്ങൾ നിർത്തിയടാ, ഇനിയിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 33 പേര് ജസ്റ്റ് ഒന്ന് പറഞ്ഞേടാ, നിങ്ങളുടെ ഒരു അഭിപ്രായം എങ്ങനെ ഉണ്ടായിരുന്നു ക്ലാസ്? എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരണോ? എന്തെങ്കിലും വാസ് ഇറ്റ് ഹെൽപ്ഫുൾ ഫോർ യു? നിങ്ങൾക്ക് ഈ അവസാനത്തെ റിവിഷന് 2.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇത്രയും തീരുമെന്ന് ആദ്യം ആലോചിക്കാം. ഇഫ് ഇറ്റ് അല്ല, നിങ്ങൾക്ക് ഇത് ക്ലാസ് എൻജോയ് ചെയ്താൽ ഇറ്റ് വാസ് എ ഗുഡ് തിങ് അല്ലേ. കാരണം നമുക്ക് അത്രയും കുട്ടികൾ ഒരുപാട് പേര് ഇപ്പോഴും ഈവൺ അറ്റ് 12 o'clock ഐ ഹാവ് 30+. ഓക്കെ ആണല്ലോ, ഫൈൻ. സോ എല്ലാം പെട്ടെന്ന് സമർപ്പിക്കുക. തുടക്കത്തിൽ ഞാനൊന്ന് തീർക്കാൻ വേണ്ടി ഒന്ന് സ്പീഡ് കൂട്ടിയാണ്. ബട്ട് നാളെ ഞാൻ പറയുന്നത്, നാളെ നമുക്കൊരു ബേസിക് പേസിൽ, ഒരു മിനിമം പേസിൽ പോയിട്ട് വൃത്തിക്ക് അങ്ങ് തീർക്കാൻ പറ്റും. ഓക്കെ ആണല്ലോ. സോ ഇപ്പോൾ തീരുമ്പോഴാണ് എല്ലാവരും വരുന്നത്. സോ ഐ എം സോ ഹാപ്പി ടു സീ എവ്രി വൺ ബാക്ക്. സോ തൊണ്ടയൊക്കെ പോയി. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ ഫോർ ദി ഡേ, റൈറ്റ്? സോ ഐ റിമെമ്പേർഡ്. അപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പേജ് മറിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് 12th എല്ലാം ആസ് റിവിഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. നാളെ ബാക്കിയും കൂടെ എടുക്കുന്നതോടെ വിൽ ബി കംപ്ലീറ്റ്ലി വൈൻഡിങ് അപ്പ് ദ 12th സെഷൻ. ഓക്കെ ആണല്ലോ. അപ്പോൾ എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ പറ്റട്ടെ. എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുക. സോ ഗുഡ് നൈറ്റ് എവ്രി വൺ. ഇറ്റ്സ് എ ന്യൂ ഡേ അല്ലേ, ഇറ്റ്സ് അനദർ ന്യൂ ഡേ. ഇറ്റ്സ് വെനസ്ഡേ. ഹോപ്പ്ഫുള്ളി ഇന്ന് 12th ആണ്, ഇന്ന് 13th ആണ്. സോ 13, 14, 15, 16 4 more days ഫോർ യുവർ എന്താണ് യുവർ ഡ്രീം ടു ബി ട്രൂ അല്ലേ. 4 ദിവസം കൂടിയേ ഉള്ളൂ. നമ്മൾ ഒരു തവണയും കൂടെ കാണും. മേ ബി 1-2 ചെറിയ ഷോർട്ട് വീഡിയോസ് ആയിട്ട് ഞാൻ വരാം റിഗാർഡിങ് ഹൗ ടു അറ്റൻഡ് ഫോർ ഫിസിക്സ്. ഓക്കെ, സോ എല്ലാവരും നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. എല്ലാവർക്കും മൈ പ്രേയേഴ്സ് ആർ ഓൾവേസ് വിത്ത് യു. ഓക്കെ, എല്ലാം നന്നായിട്ട് തന്നെ എക്സാം എഴുതുക. സോ ഓൾ ദി ബെസ്റ്റ് എവ്രി വൺ. സോ വിൽ ബി സീയിങ് വൺ മോർ ടൈം. So till then it's good night. So ഞാൻ ജസ്റ്റ് ലൈവ് സ്റ്റോപ്പ് ചെയ്യണം. ഐ ഹോപ്പ് എവരി വൺ എൻജോയ് ദ സെഷൻ. ഓക്കെ, സോ ബൈ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് പിൻ ഡൗൺ ഇൻ ദി കമൻറ്റ് സെഷൻ.
നിങ്ങളുടെ ക്ലാസ്സസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക, ബിക്കോസ് ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ, റൈറ്റ്? സോ താങ്ക് യു ഫോർ ഹാവിങ് മീ ഹിയർ. സി യു സൂൺ. ഓക്കെ, ബൈ.